السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والذي له ملك السماوات والأرض وهو على كل شيء قدير. اللهم صل وسلم على رسولنا ونبينا وسيدنا وحبيبنا وشفيعنا محمد المصطفى صلى الله عليه وسلم وعلى أزواجه وذريته وآله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة ضلالة وكل ضلالة في النار. يا أيها الإخوان والأخوات أوصيكم عباد الله وإياي بتقوى الله. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان فمن شهد منكم الشهر فليصم ومن كان مريضا أو على سفر فعدة من أيام أخر يريد الله بكم اليسر ولا يريد بكم العسر ولتكملوا العدة ولتكبروا الله على ما هداكم ولعلكم تشكرون. وإذا سألك عبادي عني فإني قريب أجيب دعوة الداعي إذا دعاني فليستجيبوا لي وليؤمنوا بي لعلهم يرشدون. صدق الله العلي العظيم وصدق بلغ رسوله النبي الكريم. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ആദരണീയരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, മുഗ്രാലിലെ നല്ലവരായ നാട്ടുകാരെ, ജമാഅത്തെ ഇസ്ലാമിയും ആനുകാലിക സംഭവങ്ങളും എന്ന തലക്കെട്ടിൽ നിന്നുകൊണ്ട് മുഗ്രാലിലെ ഇസ്ലാമിക പ്രവർത്തകർ സംഘടിപ്പിച്ചിട്ടുള്ള പൊതുസമ്മേളനത്തിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. എല്ലാവർക്കും ജമാഅത്തെ ഇസ്ലാമിയുടെ ഹൃദ്യവും സ്നേഹോഷ്മളവുമായ അഭിവാദ്യങ്ങളും സന്തോഷങ്ങളുമൊക്കെ അറിയിക്കട്ടെ. പരിശുദ്ധ റമദാനിനെ സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള മുന്നൊരുക്കത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. ഏറ്റവും ആനുകാലികമായ സംഭവം എന്ന് പറയുന്നത് വരാനിരിക്കുന്ന റമദാനിനെ ആവേശത്തോടെ ആഗ്രഹത്തോടെ സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങളിൽ മുസ്ലിം വ്യക്തികളും കുടുംബങ്ങളും സംഘടനകളും അതിൻ്റെ സമൂഹവും രാഷ്ട്രങ്ങളുമൊക്കെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് നമ്മളൊക്കെ ഉള്ളത്. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറെ ആവേശകരവും സന്തോഷകരവും ആഹ്ലാദകരവുമായ അനുഭവമാണ്, അനുഷ്ഠാനമാണ് പരിശുദ്ധ റമദാൻ എന്ന് പറയുന്നത്. നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വലിയ മാറ്റങ്ങളാണ് ഈ ഒരു മാസം മുസ്ലിം സമുദായത്തിലും മുസ്ലിം വ്യക്തികളിലുമൊക്കെ സംഭവിക്കുക. ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളുണ്ട്. നമ്മൾ ഇസ്ലാം കാര്യങ്ങൾ എന്ന് എണ്ണിപ്പറയുന്ന ബുനിയൽ ഇസ്ലാം അലാ ഖംസിൻ ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദ റസൂലുള്ളാഹ് ഇഖാമത്തി സ്വലാഹ് ഈതാഇ സകാത്ത് സൗമി റമളാൻ ഹജ്ജുൽ ബൈത്തി മൻ ഇസ്തതാഅ ഇലൈഹി സബീല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
ഇസ്ലാമിനെ വിശദീകരിച്ചുകൊണ്ട് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ള നമ്മൾ പഠിച്ച ഇസ്ലാം കാര്യങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് റസൂൽ തിരുമേനി സൂചിപ്പിച്ചിട്ടുള്ള വചനങ്ങളാണിത്. ഇസ്ലാം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് ഈ 5 അടിസ്ഥാനങ്ങളിലാണ്. ഇസ്ലാമിൻ്റെ മർമ്മം ഈ ഇസ്ലാം കാര്യങ്ങളാണ്. അതൊരു വ്യക്തിയിലുണ്ടെങ്കിൽ, ഒരു കുടുംബത്തിലുണ്ടെങ്കിൽ, അതിൻ്റെ സംഘടനകളിലും സമുദായത്തിലും അതിൻ്റെ രാഷ്ട്ര സംവിധാനങ്ങളിലുമൊക്കെ ഈ 5 കാര്യങ്ങളും അതിൻ്റെ ശരിയായ രൂപത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ ഫഖദ് ഇസ്തക്മലൽ ഈമാൻ മൻ റദിയ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ റസൂല. ആരാണോ അള്ളാഹുവിനെ റബ്ബായിട്ട് തൃപ്തിപ്പെടുന്നവർ, മുഹമ്മദ് മുസ്തഫ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ റസൂലായി ഇഷ്ടപ്പെടുന്നവർ, അള്ളാഹുവിൻ്റെ ദീനിനെ, ഇസ്ലാമിനെ ജീവിതചര്യയായി, ജീവിതത്തിൻ്റെ വ്യവസ്ഥയായി, ജീവിതത്തിൻ്റെ ദർശനമായി, ജീവിതത്തിൻ്റെ മതമായി, ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളുടെയും അടിസ്ഥാനമായി അള്ളാഹുവിൻ്റെ ദീനിനെ ഇഷ്ടപ്പെടുകയും ചെയ്തവരാരാണോ അവർ ഈമാനിൻ്റെ മധുരം അനുഭവിച്ചിരിക്കുന്നു. ഇസ്ലാമിനെ, ഈമാനിനെ അവർ പൂർത്തീകരിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഈമാൻ ബിദഉൻ വസബഊന ശുഅബ, 70ഓളം ശാഖകളുള്ളതാണ് ഈമാൻ എന്ന് പറയുന്നത്. ഫഅഫ്ളലുഹാ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള വചനമാകുന്നു. അല്ലാഹുവല്ലാതെ ഇലാഹില്ല എന്നുള്ള പ്രഖ്യാപനമാകുന്നു. വഅദ്നാഹാ ഇമാതത്തുൽ അദാ അനി ത്വരീഖ്, അതിൻ്റെ താഴെ നിൽക്കുന്നത് വഴിയിൽ നിന്ന് ഉപദ്രവങ്ങളെ നീക്കുക എന്നുള്ളതാണ്. വൽ ഹയാഉ ശുഅബത്തും മിനൽ ഈമാൻ, ലജ്ജ, നാണം, കുറവ് എന്നൊക്കെ പറയുന്നത് അതും ഈമാനിൻ്റെ ഭാഗമാകുന്നു. ഇങ്ങനെ ഈമാനിനെയും ഇസ്ലാമിനെയും ദീനിനെയും ഒക്കെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവതരമായ സ്വഭാവത്തിലും ലളിതമായിട്ടുമൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. അദ്ദീനു അന്നസീഹ, ദീൻ എന്ന് പറഞ്ഞാൽ ഗുണകാംക്ഷയാകുന്നു, എല്ലാവർക്കും നന്മ ആഗ്രഹിക്കലാകുന്നു. ലില്ലാഹി, അള്ളാഹുവിനോടുള്ള ഗുണകാംക്ഷ. വലി റസൂൽ, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഗുണകാംക്ഷ. വലി അഇമ്മത്തിഹിം, അവരിലെ നേതാക്കന്മാരോടുള്ള ഗുണകാംക്ഷ. വലി ആമ്മിഹിം, അവരിലെ പൊതുസമൂഹത്തോടുള്ള ഗുണകാംക്ഷ. അങ്ങനെ ദീൻ എന്ന് പറയുന്ന വാക്കിനെയും ഈമാനിനെയും ഇസ്ലാമിനെയും ഒക്കെ നമ്മൾ വിചാരിക്കുന്നതിനോ പഠിച്ചതിനോ അപ്പുറമുള്ള സ്വഭാവത്തിൽ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ലജ്ജ ഈമാനാകുന്നു എന്ന് പറയുന്നുണ്ട്. നാണം, കുറവ്, അത് ചെയ്യാൻ പാടില്ല, അതങ്ങനെ പറ്റില്ല, അത് ഒട്ടും ശരിയല്ല. നാണം കെട്ട, വഷളായ, അശ്ലീലവും അനാശാസ്യവുമായ, അക്രമാസക്തവുമായ എന്തെങ്കിലുമൊക്കെ പ്രവർത്തനങ്ങളുടെ പരിസരങ്ങളിലോ അവസ്ഥകളിലോ നമ്മൾ ചെന്നുപെട്ടാൽ നമ്മുടെ നാണം കൊണ്ട്, നമ്മുടെ ലജ്ജ കൊണ്ട് നമ്മൾ അതിൽ നിന്ന് മാറി നിൽക്കും. ലജ്ജ എന്ന് പറയുന്നത് ഈമാനാകുന്നു എന്ന് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ ഞാൻ പറയുന്നത് ഈമാനിനെയും ഇസ്ലാമിനെയും നമ്മൾ ഒരു സാധാരണ അർത്ഥത്തിൽ വിശദീകരിച്ചതുപോലെയല്ല അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇസ്ലാം കാര്യങ്ങളെക്കുറിച്ച് റസൂൽ കരീം തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ 5 കാര്യങ്ങൾ, ഇതിലൂടെയാണ് ഇസ്ലാം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ ദീൻ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് ഈ 5 കാര്യങ്ങൾ കൊണ്ടാണ്. ലോകത്ത് പലതരം ദീനുകളുണ്ട്. മതദീനുകളും മതേതര ദീനുകളും വിദ്യാഭ്യാസ ദീനുകളും ശാസ്ത്ര ദീനുകളും അതുപോലെ തന്നെ സാമ്പത്തിക ദീനുകളും സാമൂഹിക ദീനുകളും സദാചാര ദീനുകളും പല രീതിയിലുള്ള ദീനുകൾ. മനുഷ്യൻ എന്തിനെയാണോ പിൻപറ്റുന്നത്, എന്തിനാണോ വഴങ്ങുന്നത്, എന്തിനെയാണോ അംഗീകരിക്കുന്നത്, എന്തിനെയാണോ ഉൾക്കൊള്ളുന്നത്, അതിനാണ് അറബിയിൽ ദീൻ എന്ന് പറയുന്നത്. മനുഷ്യൻ അവൻ്റെ വ്യത്യസ്തമായ രംഗങ്ങളിൽ പലതിനും വഴങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്, പലതിനെയും അംഗീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, പലതിനും കീഴ്പ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അറബിയിൽ ദാന എന്ന് പറഞ്ഞാൽ ഒന്നിൻ്റെ താഴെയായി എന്നാണ്, ഒന്നിൻ്റെ കീഴെയായി എന്നാണ്, ഒരു വ്യവസ്ഥക്ക് വിധേയനായി എന്നൊക്കെയാണ്. ആ പദത്തിൽ നിന്നാണ് ദീൻ എന്നുള്ള വാക്കുണ്ടായിട്ടുള്ളത്. മതം എന്നുള്ളത് അതിൻ്റെ ആലങ്കാരിക പ്രയോഗമാണ്, ആലങ്കാരികമായ അർത്ഥമാണ്. യഥാർത്ഥത്തിൽ ആ പദം
പഴയ കാലത്തൊക്കെ വിശുദ്ധ ഖുർആനിൽ തന്നെ ധാരാളം സ്ഥലങ്ങളിൽ അത് ഖുർആൻ പ്രയോഗിച്ചിട്ടുണ്ട്. ഫലൗലാ ഇദാ ബലഗത്തിൽ ഹുൽഖൂം, ജീവൻ തൊണ്ടക്കുടിയിലെത്തിയാൽ. നമ്മൾ മരിക്കാൻ പോകുമല്ലോ, നമ്മുടെ മുഖ്യമന്ത്രി മരിക്കും, നമ്മുടെ പ്രധാനമന്ത്രി മരിക്കും, നമ്മളുടെ ചീഫ് ജസ്റ്റിസ് മരിക്കും, സർവ്വസൈന്യാധിപൻ മരിക്കും, ട്രംപും നെതന്യാഹും ഒക്കെ മരിക്കും, അമിതാഭ് ബച്ചനും മമ്മൂട്ടിയും മോഹൻലാലും വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും മെസ്സിയും റൊണാൾഡോയും ഒക്കെ മരിക്കും. അവരെയൊക്കെ വിടുക, അതൊക്കെ വലിയ ആളുകളാണ്. നമ്മളും മരിക്കും. നമ്മുടെ ഒപ്പം മരിക്കണമൊക്കെ നമ്മൾ കാണും, നമ്മുടെ ഇണകൾ മരിക്കുന്നത് നമ്മൾ കാണും, നമ്മുടെ മക്കൾ മരിക്കുന്നത് നമ്മൾ കാണും. നമ്മൾ തന്നെ മരിക്കുന്നത് നമ്മൾ അനുഭവിക്കുകയും കാണുകയും ചെയ്തുകൊണ്ടിരിക്കും. അതിനെ വിശദീകരിച്ചുകൊണ്ടാണ് ഖുർആൻ അത് പറഞ്ഞത്. സൂറത്തുൽ വാഖിയ, മഹാസംഭവങ്ങളെ വിശദീകരിക്കുന്ന അധ്യായമാണ് സൂറത്തുൽ വാഖിയ. മനുഷ്യനെ ഉൾക്കൊള്ളുന്ന സംവിധാനങ്ങൾക്കും കൈകാര്യം ചെയ്യാൻ കഴിയാത്തവണ്ണം ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന അത്ഭുതകരമായ കാര്യങ്ങളെ വിശദീകരിച്ചിട്ടുള്ള സൂറകളിലൊന്നാണ് സൂറത്തുൽ വാഖിയ എന്ന് പറയുന്നത്. ഇദാ വഖഅത്തിൽ വാഖിയ ലൈസ ലിവഖഅതിഹാ കാദിബ. മഹാസംഭവങ്ങളെയൊക്കെ ആരാണ് കളവാക്കുന്നത്? നിങ്ങൾക്കൊരിക്കലും അതിനെ നിരാകരിക്കാൻ കഴിയില്ല, നിങ്ങൾക്കതിനെ നിഷേധിക്കാൻ കഴിയില്ല. ആ സൂറ നിങ്ങൾക്ക് മനസ്സിന് ഐശ്വര്യവും മനസ്സിന് സമാധാനവും സാമൂഹിക ജീവിതത്തിൽ ഭദ്രതയുണ്ടാക്കാനും ഒക്കെ ഉപകരിക്കും. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട സൂറയാണ്, അത് ഓതൽ വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ് എന്ന് മുഹമ്മദ് മുസ്തഫ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ അവസാന ഭാഗത്തുള്ള ആയത്തുകളാണത്. ഫലൗലാ ഇദാ ബലഗത്തിൽ ഹുൽഖൂം, ജീവൻ തൊണ്ടക്കുഴിയിലെത്തിയാൽ. കാലിൻ്റെ പെരുവിരൽ മുതൽ ഓരോ സെല്ലുകളിലും ഓരോ DNA-കളിലും ശരീരത്തിൻ്റെ ഓരോ രോമകൂപങ്ങളിലും ഓരോ നിസ്സാരമായ മൈക്രോ പോയിന്റുകളിലും, അക്യുപങ്ചറിലൊക്കെ പോയിന്റ് ഉണ്ട്, സൂചി കുത്തുന്ന ഒരു ചെറിയ സ്ഥലം, ശരീരത്തിൻ്റെ എല്ലാ ഭാഗവും വേദന അനുഭവിച്ചുകൊണ്ട് ആത്മാവിന് വിട നൽകുന്ന ഒരു സന്ദർഭമുണ്ട്. അങ്ങനെ അടി മുതൽ മുടി വരെ ആത്മാവ് തൊണ്ടക്കുഴിയിലെത്തിയാൽ വഅൻതും ഹീനഇദിൻ തൻദുറൂൻ, നിങ്ങളത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ആത്മാവ് നിങ്ങളിൽ നിന്ന് വിട പറയുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ കാണുന്നു. മരണാസന്നനായവനെ നോക്കുന്നവരും അത് കണ്ടുകൊണ്ടിരിക്കുന്നു. വഅൻതും ഹീനഇദിൻ തൻദുറൂൻ, രണ്ട് കൂട്ടരും. ഒന്ന്, ഞാനാണ് മരിക്കുന്നതെങ്കിൽ എൻ്റെ ആത്മാവ് എൻ്റെ ശരീരത്തെ ഉപേക്ഷിച്ച് കടന്നു പോകുന്നതിന് വേണ്ടിയുള്ള വെപ്രാളങ്ങളും പരവശതകളും വേദനകളും അതിൻ്റെ എല്ലാ വിഭ്രാന്തികളുമൊക്കെ പ്രകടിപ്പിച്ചുകൊണ്ട് ആത്മാവ് എന്നോട് വിട പറയാൻ ശ്രമിക്കുന്നത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ കുട്ടീനെയും ഉമ്മാനെയും വാപ്പാനെയും ഒക്കെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ പറയും, എൻ്റെ കയ്യിൽ കിടന്നിട്ടാണ് എൻ്റെ കുട്ടി മരിച്ചത്, എൻ്റെ വാപ്പൻ്റെ മടിയിൽ കിടന്നിട്ടാണ് മരിച്ചത്, ആ ആക്സിഡന്റ് ഞാനിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങളുടെ മുമ്പിൽ കിടന്ന് അവനങ്ങോട്ട് അന്ത്യശ്വാസം വലിച്ചത് എന്നൊക്കെ നമ്മൾ പറയും. നിങ്ങളത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. മരിക്കുന്നവനും മരിക്കുന്നവനെ കണ്ടുകൊണ്ടിരിക്കുന്നവരും അത് കണ്ടുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ലഹനു അഖറബു ഇലൈഹി മിൻകും, ഞാനാണ് നിങ്ങളുടെ ഏറ്റവും തൊട്ടടുത്ത്. നിങ്ങളുടെ തൊട്ടടുത്തുള്ളത് ഞാനാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല. നിങ്ങൾ വിചാരിച്ചു നിങ്ങൾക്കാണ് എല്ലാറ്റിനും കഴിയുന്നവർ, എന്തിനും സാധ്യമായവർ, എന്തും നടത്താൻ പറ്റുന്നവർ, എല്ലാറ്റിനെയും നിയന്ത്രിക്കാനും നിശ്ചയിക്കാനും നിർണയിക്കാനും നിയമങ്ങളാക്കാനും ഒക്കെ കഴിവുള്ളവരാണ് എന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ട്. നിങ്ങളുടെ പാർട്ടികൾ, നിങ്ങളുടെ സംഘടനകൾ, നിങ്ങളുടെ കുടുംബങ്ങൾ, നിങ്ങളുടെ ഉദ്യോഗസ്ഥന്മാർ, നിങ്ങളുടെ സാമ്പത്തിക വിദഗ്ധന്മാർ, നിങ്ങളുടെ സദാചാര പാഠങ്ങൾ നടത്തുന്നവർ, നിങ്ങളുടെ വിദ്യാഭ്യാസ വിദഗ്ധന്മാർ, കലാകാരന്മാർ, സാഹിത്യകാരന്മാർ, കായിക താരങ്ങളൊക്കെ വളരെ വലിയവരാണ്, അവർക്കെന്തിനും സാധിക്കും, എന്തിനും പോന്നവരാണ് ഞങ്ങൾ എന്നൊക്കെ അവർ വിചാരിച്ചിരുന്നു. പക്ഷേ നിങ്ങൾ മരണാസന്നനായി അള്ളാഹുവിലേക്ക് തിരിച്ചു പോകുന്ന സന്ദർഭത്തിൽ ഞാനാണ് നിങ്ങളുടെ ഏറ്റവും തൊട്ടടുത്തുള്ളത്. എന്നിട്ട് ഖുർആൻ പറയുന്നൊരു വർത്താനുണ്ട്, ഫലൗലാ ഇൻ കുൻതും ഗൈറ മദീനീൻ, നിങ്ങൾ ആരാലും നിയന്ത്രിക്കപ്പെടുന്നവരല്ലെങ്കിൽ നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ കാര്യങ്ങൾ നടത്തുന്നതെങ്കിൽ. പാർട്ടികൾ സ്വതന്ത്രമാണ്, സംഘടനകൾ സ്വതന്ത്രമാണ്, ഗവൺമെന്റുകൾ സ്വതന്ത്രമാണ്, അതുപോലെ തന്നെ കുടുംബങ്ങളും വ്യക്തികളുമൊക്കെ സ്വതന്ത്രരാണ്. പ്രത്യേകിച്ചും പുതിയ കാലത്ത് ലിബറലിസം എന്നൊക്കെ പറയുന്ന ഒരു ശൈത്താൻ പോലും ഇറങ്ങി വന്നിട്ടുണ്ട്, ഇബ്ലീസ്.
ആ ലിബറലിസത്തിന്റെ അടിസ്ഥാനം എന്താണെന്ന് ചോദിച്ചാൽ കമ്മ്യൂണിസം, ക്യാപിറ്റലിസം, ഫാഷിസം, നാസിസം, സെക്യുലറിസം എന്നൊക്കെ പറയുന്നത് പോലെ വളരെ മാരകമായ ഒരു സാധനമാണ് ലിബറലിസം എന്ന് പറയുന്നത്. ലിബറലിസത്തിന്റെ അടിസ്ഥാനം, ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്കൊന്നും പോകുന്നില്ല. ഇത് നമ്മുടെ സ്കൂളുകളിൽ, നമ്മുടെ കോളേജുകളിൽ, നമ്മളുടെ ഉന്നത പഠന വിദ്യാഭ്യാസ സംവിധാനങ്ങളിൽ, നമ്മുടെ സിനിമകളിലൂടെ, നമ്മുടെ കായിക സംവിധാനങ്ങളിലൂടെ, ആർട്സ് ആൻഡ് സ്പോർട്സ് സംവിധാനങ്ങളിലൂടെയൊക്കെ ഈ ലിബറലിസത്തിനെ ഒളിച്ചു കടത്താനുള്ള, അതിനെ അണിയറയുടെ പിൻഭാഗത്തോടുകൂടി അരങ്ങിൽ അവതരിപ്പിക്കാനുള്ള വലിയ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലേറ്റവും വലിയ മുദ്രാവാക്യം എന്ന് പറയുന്നത് ഞാൻ സ്വതന്ത്രനാണ്, എൻ്റെ മേലെ എന്നെ നിയന്ത്രിക്കാൻ മറ്റൊരാളുമില്ല. അതുകൊണ്ട് എൻ്റെ വാപ്പ എന്നെ നിയന്ത്രിക്കാൻ വരരുത്, എൻ്റെ ഉമ്മ എന്നെ നിയന്ത്രിക്കാൻ വരരുത്, എൻ്റെ ഇണ എന്നെ നിയന്ത്രിക്കാൻ വരരുത്, എൻ്റെ ഗുരുനാഥന്മാർ എന്നെ നിയന്ത്രിക്കാൻ വരരുത്, എൻ്റെ രാഷ്ട്രീയക്കാർ എന്നെ നിയന്ത്രിക്കാൻ വരരുത്. രാഷ്ട്രീയക്കാരാണ് ഇതിനൊക്കെ ലൈസൻസ് കൊടുക്കണം കേട്ടോ. ആ ചർച്ചയിലേക്ക് നമ്മൾ പോകണില്ല. മതത്തിന് ഇതിന് ലൈസൻസ് ഇല്ല. മതത്തിൽ വ്യക്തിക്ക് ഒരു സ്വാതന്ത്ര്യവും ദീന് നൽകിയിട്ടില്ല. നൽകിയിട്ടുള്ളത് തള്ളാനും കൊള്ളാനുമുള്ള സ്വാതന്ത്ര്യമാണ്. അതിനപ്പുറം നീ പരമാധികാരിയാണ്, നിനക്കെല്ലാറ്റിനും കഴിയും, നിനക്കാണ് എല്ലാറ്റിനും കഴിവുള്ളത് എന്ന് ഒരിക്കലും ഒരു മനുഷ്യന് അവകാശവാദം ഉന്നയിക്കാൻ സാധ്യമല്ല. കാരണം നമ്മൾ ജനിച്ചത് നമ്മുടെ തീരുമാനപ്രകാരമല്ല, മരിക്കുന്നതും നമ്മുടെ തീരുമാനപ്രകാരമല്ല. നമ്മുടെ പ്രധാനമന്ത്രി ജനിച്ചത് അദ്ദേഹം RSS തീരുമാനിച്ചുകൊണ്ട് ജനിച്ച ആളൊന്നുമല്ല. നമ്മുടെ പ്രധാനമന്ത്രി പിണറായി വിജയൻ ജനിച്ചിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീരുമാനിച്ചുകൊണ്ടൊന്നുമല്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗൗരവത്തിൽ തന്നെ പഠിക്കേണ്ടത്. അപ്പൊ ട്രംപ് ഗസയെ നരകമാക്കും എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഗസയെ നരകമാക്കും, ചുട്ടു കത്തിക്കും. അദ്ദേഹം അത് പറഞ്ഞ ഉടനെ തന്നെ കാലിഫോർണിയയിൽ കത്താൻ തുടങ്ങി. പെരും കത്തലായിരുന്നു. നിങ്ങൾ പത്രത്തിലൊക്കെ വായിച്ചിട്ടുണ്ടാകും. അമേരിക്കയിലെ ഏറ്റവും സമൃദ്ധിയുള്ള സംസ്ഥാനങ്ങളിലൊന്നാണ് കാലിഫോർണിയ, പ്രത്യേകിച്ച് ഹോളിവുഡ്. ലോക സിനിമാ രംഗത്തിന്റെ ഇമാമും ഷെയ്ഖും മൗലാനയും മഠാധിപതിയും അതിന്റെ വേൾഡ് പ്രസിഡന്റും ഒക്കെയാണ് ഹോളിവുഡ് എന്ന് പറയുന്നത്. നമ്മുടെ സിനിമക്കൊക്കെ ഒരു ഇമാമുണ്ട്, എല്ലാറ്റിനും ഉണ്ടാവും ഇമാമും മൗമൂമിങ്ങളും. ലോക സിനിമയുടെ ഇമാം എന്ന് പറയുന്നത് ഹോളിവുഡാണ്. ഹോളിവുഡ് സിനിമയെ നോക്കിയിട്ടാണ് ബോളിവുഡിലെ സിനിമ ഇറങ്ങുക. ബോളിവുഡിലെ സിനിമയെ നോക്കിയിട്ടാണ് കോളിവുഡ്, മോളിവുഡിലൊക്കെ, നമ്മുടെ മലയാളിവുഡിലൊക്കെ സിനിമ ഇറങ്ങുക. നമ്മളെ മലയാളത്തിലെ സിനിമകളുടെയൊക്കെ ഇമാം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി ഹോളിവുഡാണ്. ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്കൊന്നും പോണില്ല. ലോകത്തിലെ ഏറ്റവും വലിയ സുഖാസ്വാദകന്മാരും അതിരുകളില്ലാതെ സമൃദ്ധിയിൽ ജീവിക്കുകയൊക്കെ ചെയ്യുന്ന വലിയ വലിയ താരങ്ങളും സംവിധായകന്മാരും ഒക്കെ താമസിക്കുന്ന, സാമ്പത്തികമായി ഏറ്റവും വലിയ ആഡംബരങ്ങളോട് കൂടിയൊക്കെ വാഴുന്ന സ്ഥലമാണ് കാലിഫോർണിയയിലെ ഹോളിവുഡ് എന്ന് പറയുന്നത്. അവിടെയാണ് പെരും കത്തൽ കത്തിയത്. ഇയാള് ഗസ കത്തിക്കും എന്ന് പറഞ്ഞപ്പോഴേക്കും കാലിഫോർണിയയില് അവിടെ എപ്പോഴും കത്തലുണ്ട്. സാധാരണ കാട്ടുതീ ഉണ്ടാകും. നമ്മളൊക്കെ നാട്ടിലൊക്കെ ചെറുപ്പത്തിലുണ്ട്. നമ്മുടെയൊക്കെ വനമേഖലയിലേക്ക്, മലനിരകളിലേക്ക് പോയാൽ നമ്മുടെ പ്രദേശത്തുള്ള വനങ്ങളിലൊക്കെ തീ കത്തും. പഴയ എല്ലാറ്റിലും കാണാം. മനുഷ്യന് നിസ്സാരനാണെന്നും നിസ്സഹായനാണെന്നും നിനക്ക് തടുക്കാനും നിനക്ക് അഭിമുഖീകരിക്കാനും അതിജീവിക്കാനും കഴിയാത്ത ചിലതൊക്കെ ഈ പ്രകൃതിയിലുണ്ട്, അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലുണ്ട് എന്ന് അവനെ ബോധ്യപ്പെടുത്താനൊക്കെ നടക്കുന്ന പ്രവർത്തനങ്ങളാണ്. കത്തി, നന്നായിട്ട് കത്തി. ഗസയെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേലിന് $1500 കോടി അമേരിക്ക കൊടുത്തിട്ടുള്ളത്. $1500 കോടി. 17,000 ദശലക്ഷം ഡോളറാണ് 2 ആഴ്ച കൊണ്ട് കത്തിയിട്ടങ്ങോട്ട് തീർന്നത്. 1500 കോടിയും 17,000 ദശലക്ഷം ഡോളറും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അള്ളാഹ്ക്ക് അത്രയൊക്കെ വേണ്ടതുള്ളൂ. എന്നിട്ട് കത്താൻ തുടങ്ങി. കത്തി നശിപ്പിച്ച് വളരെ അതൊന്ന് കെടുത്തിക്കിടാൻ ഭയങ്കരമായിട്ട്. അത് കഴിഞ്ഞ് മൂപ്പര് അധികാരത്തിലേക്കൊക്കെ എത്തി പ്രസിഡന്റായിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് പിറ്റേന്ന് തന്നെ ഗസ ഞാൻ പറയുന്നത് കേട്ടില്ലെങ്കിൽ നിങ്ങളെ ഞാൻ വീണ്ടും നരകമാക്കും. ഇപ്പൊ പെരുമഴയാണ്. ഇപ്പൊ അമേരിക്കയില് പൊരിഞ്ഞ മഴയാണ്, നല്ല മഴയാണ്, വെള്ളപ്പൊക്കം കൊണ്ട് പൊറുതി മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആരാ നിയന്ത്രിക്കണത്? ട്രംപിന് തോന്നുന്നുണ്ടോ മൂപ്പരാണ് മഴ നിയന്ത്രിക്കാന്ന്? മൂപ്പരാണ് തീയനെ നിയന്ത്രിക്കാന്ന്? അദ്ദേഹത്തിനാണ് അതങ്ങനെ ചെയ്യണം, ഇതിങ്ങനെ ചെയ്യണം, ഒപ്പിടലും ഭീഷണിപ്പെടുത്തലും നിർബന്ധിതമായി സ്വാധീനിക്കാനുള്ള ശ്രമം നടത്തലും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന അദ്ദേഹം ഈ കാട്ടുതീയുടെയും വെള്ളപ്പൊക്കത്തിന്റെയും ഒക്കെ മുമ്പിൽ അന്തം വിട്ടിട്ട് നിൽക്കണം. എല്ലാ സൗകര്യങ്ങളും ഇല്ല. അപ്പം മനുഷ്യനെ ചിലപ്പോൾ അങ്ങനെയൊക്കെ തോന്നും. മനുഷ്യനെ തോന്നും. ലോകത്തെ ഒരു ജീവിയും അഹങ്കാരികളല്ല. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനും ദൈവവിധിയിൽ അള്ളാഹുവിന്റെ ഖദറിനെ കുറിച്ച് വളരെ വലിയ ബോധ്യത്തിലാണ് പ്രപഞ്ചത്തിലെ എല്ലാം. അതിനെതിരെ ചിന്തിക്കുകയും പണി ചെയ്യുകയും ചെയ്യുക മനുഷ്യനും ജിന്നുകളും മാത്രമാണ്. അത് നമുക്ക് ജിന്നുകളെ കുറിച്ച് നമ്മൾ പറയേണ്ട കാര്യമില്ല. മനുഷ്യനാണ് പണിയെടുക്കുക. ജിന്നുകളെ നമുക്ക് കാണാനൊന്നും കഴിയില്ല. അതുകൊണ്ട് പിന്നെ അതിൻ്റെ വർത്തമാനത്തിന് പ്രസക്തിയൊന്നുമില്ല.
ഇനിയിപ്പോൾ ജിന്നെ ഇറങ്ങി വന്ന് ഞാൻ ജിന്നാന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ജിന്നിൻ്റെ കോലം എന്താണെന്ന് നമുക്കറിയില്ലല്ലോ. നിങ്ങൾക്കാരെങ്കിലും അറിയും നിങ്ങൾ ജിന്നിന്ന രൂപത്തിലാണ് ഉള്ളതെന്നുള്ളത്? ഇനിയിപ്പോൾ ഒരു ആടായിട്ട് വന്നു, പശുവായിട്ട് വന്ന്, ഇനി ഒരു എന്താണ് ചെന്നായോ പുലിയോ ഒക്കെ ആയിട്ട് വന്ന്, ഇനിയിപ്പോൾ ഒരു മനുഷ്യനായിട്ട് വന്ന്, എന്നാലും നമ്മളെങ്ങനെയാണ് ജിന്നാന്ന് വിശ്വസിക്കുക? കാരണം അതൊരു ആടാണ്, അതൊരു പശുവാണ്, അത് അല്ലെങ്കിൽ ഒരു സിംഹമാണ്. അപ്പം അങ്ങനെ അത് വേറെ കഥയാണ്. അതിൻ്റെ ചർച്ചയിലേക്ക് നമ്മൾ കടന്നു പോകണില്ല. ജിന്നുമായി ബന്ധപ്പെട്ട മിനൽ ജിന്നത്തി വന്നാസ് യുവസ്വിസു ഫീ സുദൂരിന്നാസ്, ജിന്നിലും മനുഷ്യരിലും പെട്ട പിശാചുക്കൾ നിർവഹിക്കുന്ന പ്രവർത്തനത്തെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ വളരെ ആഴത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. തെറ്റായ കാര്യങ്ങളെ ശരിയാണ് എന്ന് തോന്നിക്കുമാറ് അത്ഭുതകരമായ പ്രചരണ പ്രലോഭന പ്രീണന തന്ത്രങ്ങൾ ഉപയോഗിച്ച് ആവിഷ്കരിക്കുന്നതിനാണ് അറബിയിൽ വസ്വാസ് എന്ന് പറയാം. നമ്മുടെ വസ്വാസ് എന്ന് പറയൽ ഒതുകൊടുക്കുമ്പോൾ 1 ആണോ 2 ആണോ 3 ആണോ 5 ആണോ, ചിലവർ പിന്നെയും കഴുകിക്കൊണ്ടിരിക്കും, കൈ കെട്ടുന്നോ പിന്നെയും അതൊരു സൈക്കിക് പ്രശ്നമാണ്. അത് വസ്വാസ് ഒന്നുമല്ല, അതൊരു മാനസിക രോഗം. ഖുർആൻ പറഞ്ഞ വസ്വാസ് അതൊന്നുമല്ല. ഖുർആൻ പറഞ്ഞ വസ്വാസ് എന്ന് പറയുന്നു അറബിയിൽ വസ്വസ എന്ന് പറഞ്ഞാല് തൊട്ടും ശരിയല്ലാത്ത കാര്യങ്ങളെ ശരിയാണ് എന്ന് തോന്നിപ്പിക്കുമാറ് എന്ത് ചെയ്യുക? പലിശ വളരെ നല്ലതാണ്, കള്ള് വളരെ നല്ലതാണ്, കുടുംബവും കല്യാണവും വിവാഹമൊക്കെ എന്തിനാ? വ്യഭിചാരവും വേശ്യാവൃത്തിയും ഒക്കെയാണ് നല്ലത്. ഔറത്തൊക്കെ മറച്ചിട്ട് നിങ്ങൾ എന്തിനാ നടക്കുന്നത്? ഒരു വ്യക്തിയുടെ അവകാശമാണ് ധരിക്കലും ധരിക്കാതിരിക്കലും ഒക്കെ. ധരിച്ചത് കൊണ്ടും പ്രത്യേകിച്ച് ഗുണമല്ല, ധരിക്കാതിരുന്നത് കൊണ്ട് പ്രത്യേകിച്ച് അപകടങ്ങളൊന്നും സംഭവിക്കാനില്ല. ഇങ്ങനെയൊക്കെ പറയാം. നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ഒക്കെ ആവാം. ഇതിനാണ് അറബിയിൽ വസ്വാസ് എന്ന് പറയാം. അതുകൊണ്ട് മിനൽ ജിന്നത്തി വന്നാസ്, മനുഷ്യരും ജിന്നുകളും നടത്തുന്ന തെറ്റായ കാര്യങ്ങളെ ശരിയാണ് എന്ന് തോന്നിപ്പിക്കുമാറ് അവതരിപ്പിച്ചുകൊണ്ട് മാസ്മരികമായ പ്രകടനങ്ങൾ നടത്തുന്നവരുടെ ഷെറിൽ നിന്ന് അവന്റെ ഹൃദയങ്ങളിൽ കയറി വന്ന് നമ്മുടെ മൊബൈലിൽ നമ്മൾ വിചാരിക്കാതെ തന്നെ പലതും കയറി വരില്ലേ? അങ്ങനെയാണ് ഹൃദയത്തിലേക്ക് ജിന്നും ശൈത്താനും മനുഷ്യരിലും ജിന്നുകളിലും പെട്ടവര് കയറി വരിക. നമ്മളെ മൊബൈൽ നമ്മൾ കൺട്രോളാന്ന് വിചാരിക്കുമ്പോൾ തന്നെ എന്തുണ്ട്? നമ്മുടെ ഹൃദയം അങ്ങനെയാണ്. ഏകദേശം നമ്മുടെ ഹൃദയത്തിലേക്ക് പ്രവേശനമുള്ളൊരു സാധനമാണ് ജിന്ന്. നമ്മുടെ ഹൃദയത്തിലേക്ക് അല്ലാതെ ജിന്ന് എന്ന് പറയുന്നത് വേറെന്തോ പണിയെടുത്തൊന്നും നിങ്ങൾ പേടിക്കണ്ട കേട്ടോ. മനുഷ്യനെ ഒന്നും ചെയ്യാനുള്ള കഴിവ് ജിന്നിനില്ല. നമ്മളെ അങ്ങനെയൊക്കെ ഉണ്ട്. ജിന്ന് വരും, നമ്മളെ വേറെന്തൊക്കെ ആക്കിയിട്ട് കൈകാര്യം ചെയ്ത് കളയും. അതിനൊന്നും ഒരു വസ്തുതകളും ഇല്ല. കാരണം നമ്മുടെ നിത്യജീവിതത്തിൽ കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലല്ലാതെ ഇടപെടാൻ ഒരു ജീവിക്കും അള്ളാഹു അനുമതി തന്നിട്ടില്ല. പ്രവാചകന്മാരുടെ മുഅ്ജിസത്തുകളിൽ മലക്കുകൾ വരികലും അതുപോലെ തന്നെ അത്തരം കറാമത്തുകളൊക്കെ പ്രവാചകന്മാരുടെ ചരിത്രത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ ഒരു ജിന്ന് വന്നിട്ട് നിങ്ങളിപ്പോൾ ഇവിടുന്ന് കാസർഗോഡ് പോവാണ്, നിങ്ങളെ വണ്ടി എടുത്തിട്ട്. അപ്പൊ ജിന്ന് കയറി വന്നിട്ട് നിങ്ങളെ സ്റ്റിയറിങ് തിരിച്ചിട്ട് നിങ്ങളെ മംഗലാപുരത്തേക്ക് കൊണ്ടുപോകില്ല. നിങ്ങൾ ചിലപ്പോൾ മംഗലാപുരത്തേക്ക് വഴി കാസർഗോഡേക്ക് പോകുന്നതിന് പകരം നിങ്ങളെ മംഗലാപുരത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇബ്ലീസ് എന്ത് ചെയ്യും? നീ ഇങ്ങോട്ട് തിരിഞ്ഞോ, അവിടെ കൊള്ളുണ്ട്, പെണ്ണുണ്ട്, കഞ്ചാവുണ്ട്, ഇങ്ങോട്ട് കാസർഗോഡ് പോയിട്ട് എന്ത് കിട്ടാ? നീ കാസർഗോഡും കിട്ടുമോ എനിക്കറിയില്ല, ഏതാണെങ്കിലും പോട്ടെ. നീ അല്ല മംഗലാപുരത്ത് മാത്രം കിട്ടുന്ന സാധനമാണ് ഇതെന്നുള്ള അഭിപ്രായം നമുക്കില്ല. എവിടെയും കിട്ടും എല്ലാ സാധനവും ഇപ്പോൾ. അതുകൊണ്ട് പക്ഷെ കുറച്ചും കൂടി സൗകര്യമാണ്. കാസർഗോഡ് എൻ്റെ നാടല്ലേ, നിങ്ങളെ മലയാളികളല്ലേ. മംഗലാപുരത്ത് പോയാൽ പിന്നെ ടൗണാണ്. അതുകൊണ്ട് എന്താ അങ്ങോട്ട് തിരിയാൻ പ്രേരിപ്പിക്കും. ആ മംഗലാപുരത്തിന്റെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മംഗലാപുരത്തിന്റെയും ബാംഗ്ലൂരിന്റെയും അതുപോലെ തന്നെ ബോംബെയുടെയും കൽക്കട്ടയുടെയും ന്യൂയോർക്കിന്റെയും ന്യൂസിലാൻഡിന്റെയും ന്യൂഡൽഹിന്റെയും ഒക്കെ വലുപ്പങ്ങൾ ഇബ്ലീസ് വളരെ മനോഹരമായിട്ട് നമുക്ക് തരും അങ്ങോട്ട് തിരിയാൻ. പക്ഷെ തിരിയണമെങ്കിൽ നമ്മൾ തന്നെ തിരിയണം. അല്ല ജിന്ന് നിങ്ങളെ സ്റ്റിയറിംഗ് ഇങ്ങോട്ട് പിടിച്ചിട്ട് നിങ്ങളെ കയ്യമ്മ മസിൽ പിടിച്ച് പ്രയോഗിച്ചിട്ട് തിരിക്കട വണ്ടി എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഒരിക്കലും കാസർഗോട്ടേക്ക് പോകുന്ന നിങ്ങളെ മംഗലാപുരത്തേക്ക് കൊണ്ടുപോകാനുള്ള കഴിവ് ജിന്നിന് അല്ല കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ആ പേടി നിങ്ങൾ പേടിക്കണ്ട. നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ, നമ്മളെ പ്രലോഭിപ്പിക്കാൻ, നമ്മളെ പ്രീണിപ്പിക്കാൻ, നമ്മുടെ ഹൃദയാന്തരങ്ങളിൽ നമ്മുടെ നിയ്യത്തുകളെയും നന്മകളെയും ധാർമ്മികതകളെയും മൂല്യങ്ങളെയും നിലംപരിശാക്കുന്നതിന് വേണ്ടിയുള്ള വളരെ അപകടകരമായ പ്രവർത്തനങ്ങൾ പിശാച് നടത്തും. ഏകദേശം ഇപ്പോഴത്തെ ഒരു മൊബൈൽ ഞാൻ പറഞ്ഞല്ലോ, മൊബൈലിൽ ഖുർആനും ഉണ്ടാവും, അതേപോലെ തന്നെ ഉടുത്ത പുരുഷനും ഉടുക്കാത്ത പുരുഷനും ഉടുക്കാത്ത പെണ്ണും ഒക്കെ ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. അതിൽ തന്നെയാണ് രണ്ടും ഉണ്ടാവുക. നിങ്ങൾ ഏതിനാണോ, അതും മൊബൈൽ നിങ്ങളൊന്നും സ്വന്തം ചെയ്യൂല. നിങ്ങൾക്ക് അതും ഒരു സ്വാതന്ത്ര്യമുണ്ട്. ഇനി ഒന്ന് വന്നാൽ പോലും നിങ്ങൾക്കതിനെ ഓഫാക്കാം, നിങ്ങൾക്കതിനെ ഡിലീറ്റ് ചെയ്യാം, നിങ്ങൾക്കതിനെ വേണ്ടെന്ന് തീരുമാനിക്കാം. അതേസമയം വേണമെന്നും നിങ്ങൾക്ക് തീരുമാനിക്കാം, നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഇബ്ലീസിന് അങ്ങനത്തെ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുള്ളൂ. ആ ഭാഗം നമ്മൾ അവിടെ അവസാനിപ്പിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ അടിസ്ഥാനം, യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള മനുഷ്യരും ജിന്നുകളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന കുഴപ്പങ്ങൾ ഈ മനുഷ്യന്മാരിൽപ്പെട്ട മനുഷ്യർക്കും ജിന്നുകൾക്കും മാത്രമാണ്
അള്ളാഹുവിന്റെ നിയമങ്ങളെ, പ്രവാചകന്മാരുടെ നിയമങ്ങളെ, വേദഗ്രന്ഥങ്ങളുടെ നിയമങ്ങളെ അട്ടിമറിക്കാനും വെല്ലുവിളിക്കാനും എല്ലാ രംഗത്തും, ആരാധനയിൽ, ആഘോഷങ്ങളിൽ, ആചാരങ്ങളിൽ, അനുഷ്ഠാനങ്ങളിൽ, കുടുംബത്തിൽ, സദാചാരത്തിൽ, സമ്പത്തിൽ, രാഷ്ട്രീയത്തിൽ, വിദ്യാഭ്യാസത്തിൽ, കലയിൽ, സാഹിത്യത്തിൽ, കായികത്തിൽ, അങ്ങനെ മനുഷ്യൻ ഏതൊക്കെ മേഖലയിലൂടെ അവന്റെ ജീവിതത്തിൽ കൂടെ കടന്നു പോകേണ്ടതുണ്ടോ അതിലൊക്കെ തന്നെയും വഴിവിട്ട് സഞ്ചരിക്കാൻ കഴിയുക മനുഷ്യന് മാത്രമാണ്. അതിന് ഇബ്ലീസ് പ്രലോഭനങ്ങൾ കൊടുക്കും. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. എല്ലാം നിയന്ത്രിക്കുന്നത് ഞങ്ങളാണ് എന്ന് മതവും രാഷ്ട്രീയവും ഉദ്യോഗസ്ഥനും സമ്പന്നന്മാരും ഒക്കെ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ കയ്യിലാണ് ഈ പ്രപഞ്ചത്തിന്റെ നിയന്ത്രണമുള്ളത് എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. അവരെ വെച്ചിട്ടാണ് ജീവൻ തൊണ്ടക്കുടിയിൽ എത്തുമ്പോൾ അല്ല പറയാണ്, ഫലൗലാ ഇൻ കുന്തും ഗൈറ മദീനീൻ, നിങ്ങൾ ആരാലും നിയന്ത്രിക്കപ്പെടുന്നവരല്ലെങ്കിൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രമാണ് നിങ്ങളെ നിയന്ത്രിക്കുന്നത്, കോൺഗ്രസ് മാത്രമാണ് നിങ്ങളെ നിയന്ത്രിക്കുന്നത്, BJP മാത്രമാണ് നിങ്ങളെ നിയന്ത്രിക്കുന്നത്, അമേരിക്ക മാത്രമാണ് നിങ്ങളെ നിയന്ത്രിക്കുന്നത്, നിങ്ങളുടെ സംഘടന മാത്രമാണ് നിങ്ങളെ നിയന്ത്രിക്കുന്നത്, നിങ്ങളുടെ വാപ്പയും ഉമ്മയും മാത്രമാണ് നിങ്ങളെ നിയന്ത്രിക്കുന്നത്, നിങ്ങൾ മാത്രമാണ് നിങ്ങളെ നിയന്ത്രിക്കുന്നത്. നിങ്ങളെ നിയന്ത്രിക്കാൻ ശേഷിയുള്ള വേറെ ആർക്കും നിയന്ത്രിക്കാൻ അധികാരമില്ല എന്ന് പറയുന്നതിനാണ് ലിബറലിസം എന്നും സെക്യുലറിസം എന്നൊക്കെ പറയുക. അതിന് വേറെ അർത്ഥത്തിൽ നിങ്ങൾ പഠിച്ചാൽ എന്നാരും നിയന്ത്രിക്കാൻ വരണ്ട, ഞാൻ തന്നെ സ്വയം പോന്നവനാണ്, അതുകൊണ്ട് ഞാൻ ജീവിക്കും. അവനെ മുന്നിൽ വെച്ചിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. ഈ സർവാധികാരിയും പരമാധികാരിയും സുപ്രീം സോവററ്റിയും ഏറ്റവും എല്ലാറ്റിനും അർഹ തികഞ്ഞവനും സമ്പൂർണനുമാണ് എന്നൊക്കെ പറയുന്നവനോട്, നിന്റെ ജീവനാണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത്, നിനക്ക് നിന്നിൽ അധികാരമുണ്ടെങ്കിൽ, ആ മദീനീൻ എന്നുള്ള വാക്ക് ദീൻ എന്നുണ്ടായതാണ്. ദീൻ എന്നുള്ള വാക്കെന്നാ എന്താ അതിന്റെ അർത്ഥം? ഒരു നീ ആരുടെയും നിയന്ത്രണത്തിലല്ലെങ്കിൽ, നീ തന്നെയാണ് നിന്നെ നിയന്ത്രിക്കുന്നതെങ്കിൽ, നീ ആരുടെയും നിയന്ത്രണത്തിലല്ല, നീ മാത്രമാണ് നിന്നെ നിയന്ത്രിക്കുന്നതെങ്കിൽ, നിന്റെ ജീവനാണ് പോകുന്നത്. നിനക്ക് നിന്നിൽ നിയന്ത്രണാധികാരം ഉണ്ടെങ്കിൽ നിന്റെ ജീവൻ എന്തിന് പോവണം? ജീവൻ മാത്രമല്ല, എൻ്റെ മുടി നിരക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നിരക്കരുത് എന്ന് പറയാൻ എനിക്കൊരധികാരമില്ല. എൻ്റെ ശരീരത്തിന്റെ ആരോഗ്യമൊക്കെ ദുർബലപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ സമ്മതിക്കില്ല, എൻ്റെ പാർട്ടി സമ്മതിക്കില്ല, എൻ്റെ കുടുംബം സമ്മതിക്കില്ല, ഞങ്ങളുടെ തറവാട് സമ്മതിക്കില്ല, ഞങ്ങൾ ആര് തീരുമാനിച്ചാലും സമ്മതിക്കില്ല. എന്ത് ചെയ്യാനാണ്? രോഗങ്ങൾ, പരീക്ഷണങ്ങൾ, ദുരന്തങ്ങൾ, വേദനകൾ, പ്രകൃതിയുടെ അതിഭീകരമായ കയ്യേറ്റങ്ങൾ, ഇതൊക്കെ സംഭവിക്കുന്ന സന്ദർഭത്തിൽ നിലംപരിശാകുന്ന മനുഷ്യരെ നിങ്ങൾക്ക് കാണാം. ദീന് പറയാനാ ഞാൻ ഈ പറഞ്ഞത്. ദീൻ എന്ന് പറഞ്ഞ മതം, നിങ്ങൾ നിങ്ങൾ ആരുടെയും മതക്കാരനല്ലെങ്കിൽ എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. നിങ്ങൾ ആരുടെ, അപ്പൊ ഒരു വ്യവസ്ഥയ്ക്ക്, ഒരു ദർശനത്തിന്, ഒരു രീതിശാസ്ത്രത്തിന്, ഒരു വഴിക്ക്, ഒരു മതത്തിന് നിങ്ങൾ കീഴ്പ്പെടുക എന്നാണ് ദീൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം. അതാണ് അള്ളാന്റെ ദീൻ നമ്മൾ പറയുന്നത്. ദീനുകൾ കുറെ ഉണ്ടാവും. അതുകൊണ്ടാണ് റസൂലിനെ പരിചയപ്പെടുത്തിയപ്പോൾ ഖുർആൻ പറഞ്ഞത്, റസൂലിന്റെ വ്യത്യസ്തമായ ദൗത്യങ്ങൾ ഖുർആൻ വിശദീകരിച്ചിട്ടുണ്ട്. റസൂൽ തിരുമേനി എന്തിനാണ് വരുന്നത്? നേരത്തെ പ്രഭാഷണത്തിൽ അതിന്റെ ചില ഭാഗങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വന്നിരുന്നു. നിങ്ങൾ ഖുർആൻ എടുത്ത് പരിശോധിച്ച് നോക്കൂ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശുദ്ധ ഖുർആൻ വളരെ മനോഹരമായിട്ട് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഹുവല്ലദീ, അവനാണ്, അർസല റസൂലഹു, ഈ റസൂലിനെ അയച്ചിട്ടുള്ളത്, അള്ളാഹുവിന്റെ റസൂലിനെ അയച്ചിട്ടുള്ളത് അള്ളാഹുവാണ്. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിന്റെ റസൂലൊന്നുമല്ല, ഇത് ഏതെങ്കിലും ഒരു മതസംഘടനയുടെ റസൂലൊന്നുമല്ല, ഇത് അമേരിക്കയുടെയും പാകിസ്ഥാന്റെ ഒന്നും റസൂലല്ല, ഇത് NSSന്റെയും വെള്ളാപ്പള്ളിയുടെയും ഒന്നും റസൂലല്ല, ഇത് സുന്നികളുടെ മുജാഹിദിന്റെ ജമാഅത്തെ ഇസ്ലാമിന്റെ റസൂലൊന്നുമല്ല, ഇത് അള്ളാഹുവിന്റെ റസൂലാണ്. സംഘടനകൾ സംഘടനകളുടെ കാര്യം പറയും, പാർട്ടികൾ പാർട്ടികളുടെ കാര്യങ്ങൾ പറയും, കുടുംബങ്ങൾ കുടുംബങ്ങളുടെ കഥകൾ പറയും, അധികാര കേന്ദ്രങ്ങളുടെ കഥ പറയും. റസൂൽ വരുന്നത് ഏതെങ്കിലും ഒരു അധികാര കേന്ദ്രത്തിന്റെയും മതത്തിന്റെയും പാർട്ടിയുടെയും സംഘടനയുടെയും കഥ പറയാനല്ല. അള്ളാഹു പറയാൻ ഏൽപ്പിച്ചത് എന്താണോ അത് പറയാനാണ് ഈ റസൂൽ വരുന്നത്. അതുകൊണ്ട് അള്ളാഹ് പറഞ്ഞത് ഹുവല്ലദീ. അതിൽ കുറെ അർത്ഥങ്ങളുണ്ട്, അതിലേക്ക് അങ്ങോട്ട് പോകണില്ല. നിങ്ങൾ അയച്ചവന് തോൽക്കുകയും ജയിക്കുകയൊക്കെ ചെയ്യും. ഈ റസൂലിനെ ഞാനാണ് അയച്ചിട്ടുള്ളത്. നിങ്ങൾ തൊടാൻ നിൽക്കണ്ട, നിങ്ങൾ അതിനോട് കളിക്കാൻ നിൽക്കണ്ട, നിങ്ങൾ അതിനോട് പോരാടാൻ നിൽക്കണ്ട. കാരണം നിങ്ങൾക്ക് തമ്മിൽ എന്തുമാകാം, പക്ഷെ അള്ളാഹുവിന്റെ റസൂലിനെ നിങ്ങൾ തൊട്ടാൽ
മുഹമ്മദ് റസൂലുള്ളാഹ്, ഈസാ റസൂലുള്ളാഹ്, മൂസാ റസൂലുള്ളാഹ്, ഇബ്രാഹിം റസൂലുള്ളാഹ്, സുലൈമാൻ റസൂലുള്ളാഹ്, ലോകത്തിലെ ഏത് പ്രവാചകന്മാരാണെങ്കിലും ശരി, ആ പ്രവാചകന്മാരെ അയച്ചത് സമുദായങ്ങളും മതങ്ങളും പാർട്ടികളും സംഘടനകളും ഗ്രൂപ്പുകളുമല്ല, അല്ലാഹുവാകുന്നു. എന്നിട്ട് മുഹമ്മദ് മുസ്തഫ തിരുമേനിയെ സംബന്ധിച്ച് ഖുർആൻ ഖണ്ഡിതമായി ബിൽ ഹുദ, എന്തുമായിട്ടാണ് റസൂൽ വന്നിട്ടുള്ളത്? സന്മാർഗവുമായി. ഹിദായത്ത്, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, നീ ഞങ്ങൾക്ക് നേരായ വഴി തരണം. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. എന്തിനാ അങ്ങനെ പ്രാർത്ഥിക്കുന്നത്? വളഞ്ഞ വഴികൾ അനവധിയുണ്ട്, വളിഞ്ഞ വഴികളുണ്ട്, വഷളായ വഴികളുണ്ട്, അനാശാസ്യവും അധാർമികവും അക്രമപരവുമായ വഴികളുണ്ട്. അതുകൊണ്ട് ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, ഏറ്റവും നേരായ വഴിയിലേക്ക് നീ ഞങ്ങളെ നയിക്കണം. ശരിയുടെ വഴി, നീതിയുടെ വഴി, സത്യത്തിന്റെ വഴി, നേരിന്റെയും നെറിയുടെയും ഒക്കെ വഴി, ഏറ്റവും ശരിയായ വഴിയിലേക്ക്. എന്നിട്ടൊരു അടിക്കുറിപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്, സിറാത്തല്ലദീന അൻഅംത അലൈഹിം. ആരെങ്കിലും വഴിയല്ല, ട്രംപിന്റെ വഴിയല്ല, ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വഴിയല്ല, പിണറായി വിജയന്റെ വഴിയുമല്ല, നരേന്ദ്രമോദിയുടെ വഴിയല്ല, ലോകത്തെ വേറെ ഏതെങ്കിലും വ്യക്തികളോ സംഘങ്ങളോ സംഘടനകളോ ഉണ്ടാക്കിയിട്ടുള്ള വഴികളിലേക്കല്ല. സിറാത്തല്ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ വഴി, അത് മഹാപ്രവാചകന്മാരുടെ വഴിയാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ അവസാനം വരെ, തുടക്കത്തിൽ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൽ നിന്ന് തുടങ്ങുന്ന 1,00,000-ലധികം പ്രവാചകന്മാർ പ്രബോധനം ചെയ്തിട്ടുള്ള വഴിയിലേക്ക്, അല്ലാത്ത വഴിയൊക്കെ അല്ല അംഗീകരിച്ചിട്ടില്ല, വേറെ ആരെ വഴി അത് അംഗീകരിച്ചിട്ടില്ല. ആരെന്ത് പറഞ്ഞാലും ശരി, പ്രവാചകന്മാരുടേതാണ് മാത്രമാണ് വഴി. അതേ സത്യമുള്ളൂ, അതാണ് ശരിയുള്ളൂ. എന്തിൽ? എല്ലാ കാര്യങ്ങളിലും, ആരാധനയിൽ, അനുഷ്ഠാനത്തിൽ, ആചാരത്തിൽ, ആഘോഷത്തിൽ, സമ്പത്തിൽ, സദാചാരത്തിൽ, സാമൂഹിക ക്രമത്തിൽ, രാഷ്ട്രീയത്തിൽ, വിദ്യാഭ്യാസത്തിൽ, കലയിൽ, സാഹിത്യത്തിൽ, സാമൂഹിക ജീവിതത്തിൽ, വ്യക്തി ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ, നാട്ടില്, റോട്ടില്, വീട്ടില്, പള്ളിയില്, പഞ്ചായത്തില്, പാർലമെന്റില്, എവിടെയും ഏത് വഴിയിലൂടെ നിങ്ങൾ നീങ്ങണം എന്ന് ചോദിക്കുമ്പോൾ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, നേരായ വഴി നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണം. അതിന്റെ താഴെ പിന്നെയും പറയുന്നത് വൈരിൽ മഗ്ലൂബി അലൈഹിം, നിന്റെ കോപത്തിന് വിധേയമായവരുടെ വഴിയല്ല. അതിന്റെ വിശദീകരണത്തിൽ ഖുർആനിന്റെ എല്ലാ തഫ്സീറുകളിലും ഉള്ളത് യഹൂദന്മാരുടെ വഴിയല്ല എന്നാണ്. ലോകത്ത് അല്ലാഹുവിന്റെ കോപത്തിന് വിധേയമായിട്ടുള്ള ഏതെങ്കിലും ഒരു സംഘമുണ്ടെങ്കിൽ അതാണ് ഇസ്രായേൽ. നമ്മളിപ്പോൾ കാണുന്ന ഇസ്രായേൽ ഉണ്ടല്ലോ, ഇസ്രായേൽ തന്നെയാണ് അമേരിക്ക. സയണിസം എന്നൊക്കെ പറയും. ഇതിന്റെ വിശദീകരണത്തിലേക്കൊന്നും നമ്മൾ കടന്നു പോകണില്ല. സയണിസം, ഇസ്രായേലിനേക്കാൾ വലിയ ഇസ്രായേലാണ് അമേരിക്ക എന്ന് പറയുന്നത്. ഇസ്രായേൽ നിലനിൽക്കില്ല അമേരിക്കയുടെ പിന്തുണയില്ലെങ്കിൽ. അമേരിക്കയുള്ളത് കൊണ്ട് മാത്രമാണ് ഇസ്രായേൽ നിലനിൽക്കുന്നത്. എന്ന് അമേരിക്ക അതിന്റെ പിന്നിൽ നിന്ന് മാറുന്നു, അമേരിക്കക്ക് മാറാൻ കഴിയില്ല. കാരണം അമേരിക്ക ഇസ്രായേലാണ്. ഇസ്രായേലിൽ ഉള്ളതിനേക്കാൾ യഹൂദന്മാരുള്ള സ്ഥലമാണ് അമേരിക്കയിലേക്ക് നമ്മൾ പോകുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കുറിച്ച് പറഞ്ഞത്, അവരോട് അല്ലാഹു കോപിച്ചിരിക്കുന്നു. കാരണം അല്ലാഹുവിന്റെ എല്ലാ വഴികളെയും വൈകൃതമാക്കിയവരാണവർ, ദുഷിപ്പിച്ചവരാണവർ, നശിപ്പിച്ചവരാണവർ, അതിന്റെ മൂല്യങ്ങളെയും നന്മകളെയും അട്ടിമറിച്ചവരാണവർ. സമ്മാഊന ലിൽ കദിബി അക്കാലൂന ലിസ്സുഹ്തി, പലിശയും അശ്ലീലതയും കട്ടുകേൾക്കലും അതുപോലെ തന്നെ ഹറാമായ ഭക്ഷണങ്ങൾ കഴിക്കലും, ഇതിനൊക്കെ കുറെ വിശദാംശങ്ങളുണ്ട്, അതിലേക്കൊന്നും നമ്മൾ കടന്നു പോകണില്ല. യഹൂദനാണെന്ന് ലോകം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ വേറെ പഠിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മളെ നരേന്ദ്രമോദിനെ നിയന്ത്രിക്കുന്നതും ട്രംപിനെ നിയന്ത്രിക്കുന്നതും ഒക്കെ അവരുണ്ടാവും. ഇപ്പോൾ ട്രംപ് ആണ് ലോകം നിയന്ത്രിക്കുന്നത്, ട്രംപിനെ നിയന്ത്രിക്കുന്നത് യഹൂദനാണ്. അതുകൊണ്ട് എല്ലാറ്റിൻ്റെയും ബേക്കിൽ അവനാണ് ഉണ്ടാവുക. അതിനവന് അല്ലെങ്കിൽ പിന്നെ അല്ലായിരിക്കണം. അള്ളാന്റെ ദീനൊന്നുമല്ല ലോകത്തെ നിയന്ത്രിക്കുന്നത്, യഹൂദന്റെ വഴിയാണ്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞ ഗൈറിൽ മഗ്ലൂബി അലൈഹിം, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ കല. അപ്പൊ നമ്മളെ കുട്ടികളൊക്കെ മുടിയൊക്കെ വെട്ടി വരുന്നുണ്ടല്ലേ? നിങ്ങൾ എവിടുന്നാണ് ഈ മുടി വെട്ടുന്നത്? നിങ്ങൾ മുഹമ്മദ് റസൂലുള്ളാഹിയുടെ സുന്നത്ത്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവും അല്ലെങ്കിൽ സഹാബയെ കിറാമിന്റെ സുന്നത്ത് കണ്ടിട്ട് നമ്മളെ കുട്ടികളെ മുടിയൊക്കെ വെട്ടിയിട്ട് വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ 3-ാം കിട സിനിമകൾ, 4-ാം കിട സിനിമകൾ, കല്യാണം അങ്ങനെയാണ്, തക്കാരം അങ്ങനെയാണ്, അതുപോലെ തന്നെ ആഘോഷം അങ്ങനെയാണ്, വേഷവിധാനങ്ങൾ അങ്ങനെയാണ്. അപ്പൊ സിനിമയില് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, മലയാള സിനിമയിൽ മുടി വെട്ടുന്നത് ആരെ നോക്കിയിട്ടാ? മോളിവുഡിനെ നോക്കും.
ബോളിവുഡ് എന്ന് പറഞ്ഞാൽ മലയാള വുഡും ദക്ഷിണേന്ത്യൻ വുഡിലും ഒക്കെ നടക്കുന്ന സിനിമകൾ. ബോളിവുഡിന്റെ ഇമാമ് ബോളിവുഡാണ്. ഷാറൂഖ് ഖാൻ, അമിതാഭ് ഇപ്പൊ പൊളിവാണെന്നാണ് പറയുന്നത്. അതിനേക്കാൾ മികച്ച ആന്ധ്ര കേരള സിനിമകളൊക്കെയാണ് ഇപ്പം വമ്പിച്ച കവറേജ് എന്ന്. ഉത്തരേന്ത്യൻ സിനിമയിൽ ഹിന്ദി സിനിമ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുക. ഇടയ്ക്ക് ഒരു ഷാറൂഖ് ഖാനെ ഒന്ന് മിന്നിട്ടൊന്ന് പോകുന്നല്ലാതെ ഭൂരിപക്ഷം കോടികളുടെ പ്രൊജക്റ്റും തകർന്ന് തരിപ്പണമായി കൊണ്ടിരിക്കുന്നു എന്നൊക്കെയാണ് ബോളിവുഡ് സിനിമാ ലോകത്തിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആന്ധ്രയിൽ നിന്നാണ് വരുന്നത്. അതിൽ RSS മണവറക്കുന്നതുകൊണ്ട് RR എന്നൊക്കെ പറയുന്ന സിനിമകളൊക്കെ ഉണ്ടല്ലോ. ഇപ്പോ തെലങ്കാന, ആന്ധ്രാപ്രദേശ് പിടിച്ച RSS സിനിമയെ ഉപയോഗിച്ചുകൊണ്ട് അപകടകരമായ ഒരു കളി, ഒരു മനഃശാസ്ത്ര യുദ്ധം, കലായുദ്ധം. നമ്മൾ വിചാരിക്കണ പോലെ സിനിമയായിട്ടൊന്നും ഒരു സിനിമ ഇറങ്ങണില്ല, ഒന്നും വെറുതെ സംഭവിക്കണില്ല. എല്ലാറ്റിന്റെ പിന്നിലും കൃത്യമായ അജണ്ടകളുണ്ട്, പ്രൊജക്ടുകളുണ്ട്. ഞാൻ അതിലേക്ക് പോകണില്ല. അപ്പൊ മലയാള സിനിമയും തെലുങ്ക് സിനിമയും തമിഴ് സിനിമയും ഒക്കെ നോക്കുക ബോംബെ സിനിമനെയാണ്. ബോംബെ സിനിമ ആരാ നോക്കുക? ഹോളിവുഡിനെ നോക്കും, പാശ്ചാത്യ സിനിമകളെ നോക്കും ആ ഇമാമ്. അപ്പൊ ഹോളിവുഡിലെ സിനിമയിലെ മുടി എങ്ങനെയാണോ വെട്ടിയത് അത് വളരെ പെട്ടെന്ന് ഇവിടെ വരും. അത് വന്നാൽ പിന്നെ നിങ്ങൾ അല്ലേ റസൂലും അബൂബക്കർ സിദ്ദീഖും ഇമാം ഷാഫിയും ഇമാം ഹംബലി ഹനഫി മാലിക്കും AP ഈക്കും സുന്നി മുജാഹിദ് ഒന്നും മറന്നിട്ട് കാര്യം ഉണ്ടാവില്ല. നിങ്ങളുടെ മക്കൾ ഇപ്പൊ സുന്നത്ത്, അതാണ് ലോകത്ത് നിയന്ത്രിക്കാൻ അവർക്ക് കഴിവുണ്ട് പറയുന്നത്. അവർ നിയന്ത്രിക്കും കാര്യങ്ങൾ. അത് മുതൽ ബാക്കിയൊക്കെ നിങ്ങൾ എന്ത് കുടിക്കണം, കൊക്കോളയൊക്കെ. ഇപ്പൊ നമ്മൾ ഫലസ്തീന്റെ പ്രശ്നമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഹമാസ്, ഫലസ്തീന്റെ പ്രശ്നമല്ല, ബൈത്തുൽ മുഖദ്ദസ്, മസ്ജിദുൽ അഖ്സ. അപ്പം പറഞ്ഞത് വിശുദ്ധ ഖുർആൻ നമ്മളോട് പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ട്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഖുർആനിൻ്റെ ഉള്ളടക്കങ്ങളെ അതിൻ്റെ ഗൗരവത്തോടു കൂടി തിരിച്ചറിയാത്തതുകൊണ്ട് എന്താണ് ഈ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, എന്താണ് ഈ സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, എന്താണ് ഈ ഗൈറിൽ മഗ്ദൂബി അലൈഹിം, അള്ളാഹുവിൻ്റെ കോപത്തിന് വിധേയമായവരുടെ വഴിയല്ല. ലോകത്തെ ബാക്കി എല്ലാ സംവിധാനങ്ങളെയും നിയന്ത്രിക്കുന്നത് ഇസ്രായേലാണ്. അള്ളാഹുവിൻ്റെ ശാപവും കോപവും ഏറ്റുവാങ്ങിയിട്ടുള്ള യഹൂദനാണ് പെപ്സിയും കോളയും അതുപോലെ തന്നെ ഗൂഗിളും അങ്ങനെ കിட்ட തുടങ്ങിയിട്ടെങ്കിൽ എന്തൊക്കെ സാധനങ്ങളുണ്ടോ. ചിലതൊക്കെ നമുക്ക് അത്യാവശ്യമില്ലാത്തതാ, മാറ്റിവെക്കാം, നമുക്ക് തീരുമാനിക്കാം. ഈ ശൈത്താന് കാശ് കൊടുക്കുന്ന ഒരു പണി നമ്മൾ എടുക്കേണ്ടതില്ല. നിർബന്ധിതമായി ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ടെങ്കിൽ അതൊരു അത്യാവശ്യത്തിന് വേണ്ടി നമുക്ക് സ്വീകരിക്കാം. അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മുടെ എല്ലാ സംവിധാനങ്ങളിലും സാമ്പത്തിക, സാംസ്കാരിക, സാമൂഹിക, വിദ്യാഭ്യാസ, കല, സാഹിത്യ, കായിക എല്ലാ രംഗങ്ങളുടെയും അടിസ്ഥാനം നിയന്ത്രിക്കുന്നത് ഈ യഹൂദന്മാരാണ്. അതുകൊണ്ടാ ഖുർആൻ ഈ ഗൈറിൽ മഗ്ദൂബി അലൈഹിം
അള്ളാഹുവിന്റെ കോപത്തിന് വിധേയമായവരുടെ വഴിയല്ല, വലല്ലാലീൻ, അവരാൽ വഴിപിഴപ്പിക്കപ്പെട്ടവരുടെ വഴിയുമല്ല. യഹൂദന്മാരാൽ വഴിപിഴപ്പിക്കപ്പെട്ടുള്ള ഹൈന്ദവതയും ക്രൈസ്തവതയും ഇസ്ലാമും കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും BJPയും ലിബറലിസവും ക്യാപിറ്റലിസവും സോഷ്യലിസവും ഒക്കെ ഇവിടെ ഉണ്ട്. ഇതൊക്കെ വരുന്നുണ്ടെന്നുള്ള അവരുടെ വഴിപിഴപ്പിക്കലിന് വേണ്ടി. അതുകൊണ്ട് ഞങ്ങൾക്ക് നേരായ വഴി തരണം. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, നേരായ വഴി ഞങ്ങൾക്ക് കാണിച്ചു തരണം. ഇതാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അതാണ് ആ നേരായ വഴിയുമായി വന്നവനാണ് ഈ പ്രവാചകൻ. ശരിയുടെ വഴി പ്രവാചകന്മാരുടെ വഴിയാണ്. ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ, ഈ സന്മാർഗ ദർശനവുമായി ഈ പ്രവാചകനെ അയച്ചത് ഞാനാണ്. ഇത് യഹൂദന്റെ ദർശനമല്ല, ഇത് പാശ്ചാത്യന്റെ ദർശനമല്ല, ഇത് പൗരസ്ത്യന്റെ ദർശനമല്ല, ഇത് അറബികളുടെ ദർശനമല്ല, ഇത് ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ സമുദായത്തിന്റെ സംഘടനയുടെ ജാതിയുടെ കാര്യങ്ങളല്ല. അല്ലാഹു ഈ ഭൂമിയിലെ മനുഷ്യന്, പ്രപഞ്ചത്തിലെ എല്ലാ സംവിധാനങ്ങൾക്കും നേരായ വഴി കൊടുത്തിട്ടുള്ള അല്ലാഹ്. സൂറത്തുൽ അഅലല്ലേ, വെള്ളിയാഴ്ച ഓതൽ വളരെ പ്രധാനപ്പെട്ടതാണ്. വിത്രലൊക്കെ അത് പാരായണം ചെയ്യൽ വളരെ പ്രധാനപ്പെട്ടതാണ്. സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅലാ, തസ്ബീഹിന്റെ അധ്യായങ്ങളുണ്ട്. യുസബ്ബിഹു ലില്ലാഹ്, സബ്ബഹ ലില്ലാഹ് എന്നൊക്കെ പറഞ്ഞ് ആരംഭിക്കുന്ന ഖുർആനിലെ തസ്ബീഹിന്റെ അധ്യായങ്ങൾ അള്ളാഹനെ വാഴ്ത്തുന്നതിന്, അള്ളാഹുവിനെ സ്തുതിക്കുന്നതിന്, അവനെ പുകഴ്ത്തുന്നതിന്. നമ്മൾ വേറെ പലതിനും പുകഴ്ത്തി നടക്കുകയാണ്. സിനിമാ താരങ്ങൾ, അതുപോലെ തന്നെ രാഷ്ട്രീയ നേതാക്കന്മാർ, കേവല മതസംഘടനാ നേതാക്കന്മാർ, പിന്നെ ഏതെങ്കിലും വേറെ വല്ലവരൊക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ വാഴ്ത്തി പുകഴ്ത്തി പറഞ്ഞ് പ്രശംസിച്ച്, അതിന് പകരം ഖുർആൻ പറയുന്നത് സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിനെ നിങ്ങൾ തസ്ബീഹ് ചെയ്യുക. സബ്ബഹ എന്നുള്ള പദത്തിന് കുറേ വിശദീകരണങ്ങളുണ്ട്, അതിലേക്ക് ഇപ്പം ഞാൻ കടന്നു പോകുന്നില്ല. നിങ്ങൾ വെള്ളത്തിൽ നീന്തുന്നത് പോലെ, വെള്ളത്തിൽ അറബിയിലെ സബഹ എന്ന് പറഞ്ഞാൽ നീന്തി എന്നാണ് അർത്ഥം. നീന്തി എന്നാണ് അർത്ഥം. നീന്തുമ്പോഴുള്ളൊരു പ്രശ്നം എന്താണെന്ന് അറിയാം, നിങ്ങൾ ശരീരം മൊത്തം അതിൽ പങ്കെടുക്കണം, മൊത്തം പങ്കെടുക്കണം, അല്ലെങ്കിൽ നിങ്ങൾ താഴ്ന്നു പോകും, നിങ്ങൾ താഴേക്ക് പോകും. ശരീരവും മനസ്സും കൃത്യതയോടുകൂടി നിന്നാലാണ് നിങ്ങൾക്ക് ഒഴുക്കിനെതിരെ നീന്താൻ കഴിയുക. ഇനി ഒഴുക്കിന്റെ താഴേക്ക് പോയി ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തണമെങ്കിൽ പോലും നിങ്ങളുടെ ശരീരവും മനസ്സും ഒരേ കൺട്രോളിൽ, അങ്ങനെ നിങ്ങൾ അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യണം. വെറുതെ എങ്ങനെ എന്നിട്ട് സുബ്ഹാനല്ലാഹ് 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 അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്, എന്ത് സുബ്ഹാനല്ലാഹ്, എന്ത് അൽഹംദുലില്ലാഹ്, എന്ത് അല്ലാഹു അക്ബർ, എന്താണ് ഈ പറയുന്നത്, എന്തിനാണ് ഈ പറയുന്നത്? ആ ഭാഗം വളരെ സൂക്ഷ്മമായിട്ട് നമ്മൾ പഠിക്കണം, വാഴ്ത്തപ്പെടുവാൻ. അതുകൊണ്ട് അള്ളാഹുവിനെ പ്രകീർത്തനം ചെയ്യുന്ന സൂറകളിൽ ഒന്നാണ് സൂറത്തുൽ അഅല. സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല, അത്യുന്നതനായ അള്ളാഹുവിനെ വാഴ്ത്തിക്കൊണ്ട് നിങ്ങൾ തുടങ്ങുക. സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല, അത്യുന്നതനായ അള്ളാഹു. എന്താണ് അള്ളാഹുവിന്റെ അത്യുന്നതയ്ക്കുള്ള കാരണം? അല്ലദീ ഖലഖ, അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. നരേന്ദ്രമോദിയെയും പിണറായി വിജയനെയും അതുപോലെ തന്നെ ഔലിയാക്കളെയും അവതാര പുരുഷന്മാരെയും അമ്പിയാക്കളെയും അത് കള്ളന്മാരെയും കൊള്ളക്കാരെയും തമ്മാടികളെയും എല്ലാം, ദുനിയാവിലുള്ള സകലതിനെയും അല്ലദീ ഖലഖ, ഏറ്റവും സൂക്ഷ്മമായ പരമാണുവും വൈറസും ബാക്ടീരിയയും മുതൽ നിങ്ങളെ കണ്ണിനും മസ്തിഷ്കത്തിനും അത്ഭുതകരമായി പ്രപഞ്ചത്തിൽ കാണുന്ന, പ്രപഞ്ചത്തിന്റെ വലുപ്പമൊന്നും ഇതുവരെ ആരും നിർണയിച്ചിട്ടില്ല. വസ്സമാഇ ബനൈനാഹാ, എൻ്റെ കൈകൾ കൊണ്ട് ഞാനാണ് ഈ സ്പേസ് ഉണ്ടാക്കിയിട്ടുള്ളത്, ഈ അന്തരീക്ഷം ഉണ്ടാക്കിയിട്ടുള്ളത്, സമാ ഉണ്ടാക്കിയിട്ടുള്ളത് ഞാനാണ്. നിങ്ങൾ ഗവൺമെന്റ് ആണോ? നിങ്ങൾ മതക്കാരാണോ? നിങ്ങൾ ശാസ്ത്രജ്ഞന്മാരാണോ? നിങ്ങൾ ബുദ്ധിജീവികളാണോ? നിങ്ങൾ സാങ്കേതിക പ്രവർത്തകരാണോ ഈ ആകാശം ഉണ്ടാക്കിയിട്ടുള്ളത്? ആകാശത്തിന് പറയുന്ന പേരാണ് സ്പേസ്. എല്ലാം നിൽക്കുന്നത് ഈ ആകാശ ലോകത്താണ്, ഈ സ്പേസിലാണ്, ഈ പ്രപഞ്ചത്തിലാണ്. അല്ലദീ ഖലഖ, അവനാണ് അതിനെ ഉണ്ടാക്കിയിട്ടുള്ളത്. സ്റ്റീഫൻ ഹോക്കിംഗ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, രാത്രി നിങ്ങൾ ആകാശത്തേക്ക് നോക്കുക, നിങ്ങളുടെ ചൂണ്ടുവിരൽ കണ്ണിന്റെ മുമ്പിൽ വെക്കുക, എന്നിട്ട് നിങ്ങൾ നോക്കുമ്പോൾ മറയുന്ന സ്ഥലമുണ്ടല്ലോ, നിങ്ങളെ കണ്ണിന്റെ മുമ്പിൽ വെച്ചിട്ട് മുകളിലേക്ക് നോക്കുമ്പോൾ മറയുന്ന സ്ഥലത്ത് 2 ലക്ഷം നക്ഷത്രങ്ങളുണ്ട്. 2 ലക്ഷം നക്ഷത്രങ്ങൾ. എന്താണ് ഈ പ്രപഞ്ചം? എന്താണ് ഇതിന്റെ വലുപ്പം? എന്താണ് ഇതിന്റെ അളവ്? എന്താണ് ഇതിന്റെ ആഴം? ഇവിടെ കിടക്കുന്ന ഇതിലെ പൊടിയുണ്ടല്ലോ, അവസാനത്തെ പൊടി, പന്തൊക്കെ കളിക്കുമ്പോൾ പൊങ്ങുന്ന പൊടി, പാറുന്ന പൊടി, ആ പൊടിയിലെ ഏറ്റവും നിസ്സാരമായ ആ പൊടിയുടെ വലുപ്പം പോലും ഈ മഹാപ്രപഞ്ചത്തിൽ ഭൂമിക്കില്ല. ഇത്രയും നിസ്സാരമാണ് ഭൂമി. അപ്പോഴല്ലേ നമ്മളെ മൊഗ്രാൽ എന്താണ്, കാസർഗോഡ് എന്താണ്, കർണാടക എന്താണ്, കേരളം എന്താണ്, ഇന്ത്യ എന്താണ്, ഏഷ്യ എന്താണ്, ഭൂമി എന്താണ്? നിങ്ങൾ ആലോചിച്ച് നോക്കുന്നുണ്ടോ? ഈ മഹാപ്രപഞ്ചത്തിൽ നമ്മുടെ ശരീരത്തിൽ ഒരു മുടിക്കുള്ള സ്ഥാനം എന്താ? എൻ്റെ ശരീരത്തിൽ എൻ്റെ ഈ ഒരു മുടിക്കുള്ള സ്ഥാനം എന്താ? വളരെ നിസ്സാരമാണ് ഒരു മുടി എന്ന് പറയുന്നത്.
കോടാനുകോടി മനുഷ്യരുടെ തലയിലുള്ള മുടി വെച്ച് നോക്കുമ്പോൾ എൻ്റെ ഒരു മുടി വളരെ നിസ്സാരമാണ്. ശരീരത്തിന്റെ വലുപ്പത്തിൽ മുടി വളരെ നിസ്സാരമാണ്. അതിനേക്കാൾ നിസ്സാരമാണ് ഈ മഹാപ്രപഞ്ചത്തിൽ. അതുകൊണ്ട് അള്ളാഹ് പറഞ്ഞ വസ്സമാഇ ബനൈനാഹാ, നാമാണ് ഈ സ്പേസ്, ആകാശത്തെ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിലാണ് സൗരയൂഥങ്ങൾ, അതിലാണ് ഗാലക്സികൾ, അതിലാണ് മിൽക്കി വേകൾ, അതിലാണ് ഉപഗ്രഹങ്ങളും ഗ്രഹങ്ങളും ഒക്കെ. കുല്ലും ഫീ ഫലകിൻ യസ്ബഹൂൻ, ഇടതടവില്ലാതെ നീന്തി തുടിച്ചുകൊണ്ടിരിക്കുന്നത്. മത്സ്യങ്ങൾ കടലിൽ നീന്തുന്നത് പോലെ മഹാഗോളങ്ങൾ അതിവേഗതയിൽ. നമ്മളിപ്പോ ഒന്ന് പറയുമ്പോഴേക്കും ഒരു സെക്കൻഡ്, ഒരു മിനിറ്റ്, ഒരു സെക്കൻഡിൽ 1300 കിലോമീറ്റർ വേഗതയിലാണ് ഭൂമി കറങ്ങുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഒന്ന് നമ്മൾ പറയുമ്പോഴേക്കും 1300 കിലോമീറ്റർ വേഗതയിൽ ഭൂമി സഞ്ചരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിവേഗതയിൽ. സൂര്യൻ അതിൻ്റെയും എത്രയോ വേഗതയിലാണ് സഞ്ചരിക്കുന്നത്. ഈ സൂര്യനും സൗരയൂഥങ്ങളും ഒക്കെ ഉൾക്കൊള്ളുന്ന ഗാലക്സി എന്ന് പറയുന്നത് നമുക്കൊരിക്കലും സങ്കല്പിക്കാൻ കഴിയാത്ത അത്രയും വേഗത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, അതിവേഗതയിൽ. ഭൂമി സൂര്യനെ ചുറ്റാൻ എടുക്കുന്ന ദിവസമാണ് ഒരു കൊല്ലം എന്ന് പറയുന്നത്. 365 ദിവസം സൂര്യന് ചുറ്റും ഭൂമി ഒരു കറക്കങ്ങനെ പൂർത്തീകരിച്ച് സ്വന്തം ഇങ്ങനെ കറങ്ങുന്നതിന് 24 മണിക്കൂർ. അപ്പോഴാണ് ഒരു ദിവസം ഉണ്ടാവുക. കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതിങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ സ്വയം കറങ്ങുകയും കറങ്ങുമ്പോൾ തന്നെ സഞ്ചരിക്കുകയും ചെയ്തുകൊണ്ട് 365 ദിവസം എടുത്തിട്ടാണ് സൂര്യന് ചുറ്റും ഭൂമി കറങ്ങി വരുന്നത്. അപ്പോൾ ഒരു കൊല്ലം പൂർത്തിയാവും. എന്നാൽ വ്യാഴം എന്ന് പറയുന്ന ഗ്രഹമുണ്ട്. വ്യാഴവട്ടം എന്നൊക്കെ നമ്മൾ പറയലില്ലേ? ഇപ്പം വ്യാഴവട്ടം ആയി മൂപ്പർക്ക് എന്നൊക്കെ പറയും. 12 കൊല്ലാണ് വ്യാഴത്തിന് സൂര്യനെ ചുറ്റാനുള്ള സമയം. ഒരു പ്രാവശ്യം സൂര്യനെ വ്യാഴം ചുറ്റാനെടുക്കുന്ന സമയം 12 വർഷമാണ്. 12 വർഷമാണ്. ഇപ്പോൾ ചന്ദ്രന് പ്രത്യക്ഷപ്പെട്ടില്ല, എപ്പോഴും ഉണ്ടാവും. ചന്ദ്രന്റെ മറുഭാഗത്ത് എപ്പോഴും ഇരുട്ടാ. കാരണം അത് ഉദിച്ചു വരുമ്പോഴൊക്കെ സൂര്യൻ ഈ ഭാഗത്തേക്കേ ചെല്ലുള്ളൂ. മറുഭാഗം എപ്പോഴും ഇരുട്ടിലായിരിക്കുന്ന പറയണത്. അല്ലാഹു സൂറത്ത് സുമറിൽ പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് ഇരുട്ട് തന്നെയാക്കിയാൽ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്താ ചെയ്യുക? കോൺഗ്രസ് എന്താ ചെയ്യുക? മുസ്ലിങ്ങളും ഹിന്ദുക്കളും എന്താ ചെയ്യുക? അമേരിക്കയും അറബികളും ഇന്ത്യക്കാരനും ഇറാഖിയും ഒക്കെ എന്ത് തീരുമാനിക്കും? ഇസ്രായേലൊക്കെ നിങ്ങൾക്ക് ഞാൻ ഇരുട്ട് മാത്രമാക്കിയിരുന്നെങ്കിൽ. ചന്ദ്രന്റെ ഈ ഭാഗം എപ്പോഴും വെളിച്ചം തന്നെയാണ്. എപ്പോഴും സൂര്യന്റെ വെളിച്ചം അങ്ങോട്ട് ചെന്നിട്ട് അത് അടിക്കണം അങ്ങോട്ട്, മറ്റേ ഭാഗം ഭൂമി മറക്കണം. അതുകൊണ്ടാണ് ആ ഭാഗത്തേക്ക് വെളിച്ചതല്ല, ഈ ഭാഗത്തേക്ക് മാത്രം സൂര്യന്റെ വെളിച്ചം അങ്ങോട്ട് എന്നിട്ട് റിഫ്ലക്ട് ചെയ്യണം. നമ്മൾ കണ്ണാടിയിലേക്ക് ടോർച്ചടിച്ചാൽ അതിൽ നിന്ന് വെളിച്ചം ഇങ്ങോട്ട് വരുന്ന പോലെ. ഇതൊക്കെ ഇങ്ങനെയൊക്കെയുള്ളൊരു പ്രപഞ്ചം നമ്മുടെ മുമ്പിൽ. അല്ലദീ ഖലഖ, അവനാണ് ഇതൊക്കെ സൃഷ്ടിച്ചത്. ഫസവ്വ, എല്ലാറ്റിനെയും ശരിപ്പെടുത്തുകയും ചെയ്തു. അതിൻ്റെ ഒന്നും വിശദീകരണത്തിലേക്ക് നമ്മൾ പോണില്ല. ഭൂമിയിലെ എല്ലാ ചരാചരങ്ങളെയും ഏറ്റവും മനോഹരമായിട്ടാണ് അള്ളാഹ് സൃഷ്ടിച്ചിട്ടുള്ളത്. ആനയ്ക്ക് ആനയുടെ ഒരു ചന്തമുണ്ട്, കാക്കയ്ക്ക് കാക്കയുടെ ഒരു സൗന്ദര്യമുണ്ട്, കറുപ്പിന്റെ ഒരു സൗന്ദര്യമുണ്ട്. ഒരു പർവ്വതത്തിന് പോലും, അത് വനമുള്ള പർവ്വതമാണെങ്കിലും വെറും തരിശു പർവ്വതമാണെങ്കിലും ഏതെങ്കിലും പാറക്കെട്ടാണെങ്കിൽ പോലും എന്തൊരു ഗാംഭീര്യമാണതിന്. ആ പർവ്വതത്തിന്റെ തലയെടുപ്പ് നിങ്ങൾ കണ്ടാൽ, സമുദ്രത്തെ നോക്കൂ നിങ്ങൾ, അത്ഭുതപ്പെട്ട്. ആനനെയും കടലൊന്നും കണ്ടാൽ മതിവരില്ല എന്നാണ് പറയുന്നത്. കടൽ എങ്ങനെ ആവാൻ പാടില്ലായിരുന്നു, അതിന്റെ ഷേപ്പും രീതിയൊക്കെ മാറ്റേണ്ടിയിരുന്നു. നമുക്ക് തോന്നിയിട്ടില്ലല്ലോ. കാക്കയ്ക്ക് വെളുപ്പായിരുന്നു നല്ലത്, കൊക്കിന് കറുപ്പായിരുന്നു നല്ലത്, ആനയുടെ തുമ്പിക്കൈ ആ മോഡലിൽ വേണ്ടിയിരുന്നില്ല. നമ്മുടെ സ്റ്റീവൻ സ്പിൽബർഗ് സംവിധായകനുണ്ടല്ലോ, ഹോളിവുഡിൽ ഏറ്റവും മികച്ച കോടികൾ മുടക്കി പണമെടുക്കുന്ന ആളാണ് മുമ്പിൽ. അദ്ദേഹത്തിന്റെ അവതാർ, ജുറാസിക് പാർക്കൊക്കെ പിടിച്ചിരുന്നു. അതേപോലെ ഇപ്പോൾ അവതാർ 2 ഘട്ടങ്ങളിൽ വന്നിരുന്നു. അവതാറിൽ മനുഷ്യന് പകരം അന്യഗ്രഹ ജീവികളുടെ ശേഷിയുള്ള ഒരു മനുഷ്യനെ സംവിധാനിക്കുന്നുണ്ട്. കുറെ അതും ഇതൊക്കെ നടത്തി സെല്ലുകളും DNA ഒക്കെ മാറ്റിപ്പണിത് ഒരു പ്രത്യേക രീതി, ഒരു വാലും അതുപോലെ തന്നെ മൂക്കൊക്കെ ഒരു കൂർപ്പിച്ച് എന്ന് പറഞ്ഞാല് മനുഷ്യനേക്കാൾ മികച്ച മനുഷ്യനുണ്ടാക്കിയാ നോക്കിയതാ. പക്ഷെ നിങ്ങളത് നോക്കുന്നുണ്ടോ? ഈ കാണുന്ന ഷാറൂഖ് ഖാന്റെയും മമ്മൂട്ടിയുടെയും ഒന്നും ഫിഗറിനോട് ഒരു നിലക്കും ലോകത്തിലെ നമ്മളൊക്കെ തന്നെ എല്ലാ മനുഷ്യരും, ആഫ്രിക്കയിലെ ബുഗാണ്ടയിലും ബറൂണ്ടിയിലുള്ള മനുഷ്യനുണ്ടല്ലോ, എല്ലാ മനുഷ്യരുടെയും ഒരു ഫിഗറിനോടും യോജിക്കാൻ, അതായത് അള്ളാഹു സൃഷ്ടിച്ചതിനപ്പുറമുള്ള സൗന്ദര്യത്തോടെ മനോഹാരിതയോടെ സൃഷ്ടിക്കാൻ ലോകത്തിലെ ഏറ്റവും മികച്ച തിരക്കഥാകൃത്തിനും സംവിധായകനും കലാകാരന് പോലും കഴിയുന്നില്ല. എല്ലാം ഫൽ തറാമിൻ തഫാവുത്ത്. നിങ്ങളൊന്ന് നോക്കി, എന്തെങ്കിലും പോരായി കണ്ടോ എന്തെങ്കിലും ഒരു സാധനത്തിന്? എല്ലാം വളരെ ഭംഗിയായി സൃഷ്ടിക്കുകയും സംരക്ഷിക്കുകയും ചെയ്തു, ശരിപ്പെടുത്തുകയും ചെയ്തു. വല്ലദീ ഖദ്ദറ, അവൻ നിർണയിച്ചു തന്നു, നിയമമാക്കി തന്നു. എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്?
സൃഷ്ടിച്ചു, അതിനെ ശരിപ്പെടുത്തി, ഇനി അതിന് ചെയ്യാനുള്ള ദൗത്യവും കൊടുത്തു. നിങ്ങൾക്ക് എന്താണ് ഇവിടെ ചെയ്യാനുള്ളത്? പ്രപഞ്ചത്തിലെ എല്ലാ ചരാചരങ്ങൾക്കും എന്ത് നിർവഹിക്കണമെന്ന് നിയമിച്ചു കൊടുത്തത് അല്ലാഹുവാണ്. കടലിന് കടലിന്റെ ദൗത്യം, വനങ്ങൾക്ക് വനങ്ങളുടെ ദൗത്യം, പർവ്വതങ്ങൾക്ക് പർവ്വതങ്ങളുടെ ദൗത്യം, അഗ്നിപർവ്വതങ്ങൾക്ക് അഗ്നിപർവ്വതങ്ങളുടെ ചുമതല, സമതലങ്ങൾക്ക് സമതലങ്ങളുടേതായ ചുമതല, മരുഭൂമിക്ക് മരുഭൂമിയുടേതായ ചുമതല. അതൊക്കെ നിങ്ങൾ ശാസ്ത്രീയമായിട്ട് പഠിച്ചാൽ അത്ഭുതപ്പെട്ടു നമ്മൾ. സഹാറ ഏറ്റവും വലിയ മരുഭൂമിയാണ് സഹാറ. ഈ സഹാറയിൽ ചിലപ്പം ഭയങ്കര കൊടുങ്കാറ്റുണ്ടാകും. കൊടുങ്കാറ്റുണ്ടായിട്ട് മണല് ഒന്നായിട്ട് ആകാശത്തേക്ക് അടിച്ചു പൊന്തും, അതിഭീകരമായ സ്വഭാവത്തിൽ, മറുഭാഗം കാണാൻ കഴിയാത്തവണ്ണം. മരുഭൂമിയിലൂടെയൊക്കെ സഞ്ചരിക്കുന്നവൻ ഇടങ്ങറായിട്ട് പോകും. നമ്മളൊക്കെ ഗൾഫിലൊക്കെ പോയാൽ തന്നെ മരുഭൂമിയിൽ പെട്ടുപോയാൽ കാറ്റടിച്ചു കഴിഞ്ഞാൽ വണ്ടിയൊക്കെ നിർത്തി നിൽക്കാന്നല്ലാതെ അപ്പുറത്തേക്ക് പോകാൻ ലൈറ്റ് ഇട്ടിട്ട് പോലും പോകാൻ കഴിയില്ല ചില സമയത്ത്. സഹാറയിൽ വീശിയടിക്കുന്ന കൊടുങ്കാറ്റ്. സഹാറ കിടക്കുന്നത് എവിടെയാ? അറ്റ്ലാന്റിക്കിന്റെയും പസഫിക്കിന്റെയും ഒക്കെ അപ്പുറം, ആയിരക്കണക്കിന് മൈലുകൾക്കപ്പുറത്താണ് ആമസോൺ. ലാറ്റിൻ അമേരിക്കയിലെ ഏറ്റവും വലിയ മഴക്കാടുകളാണ് ആമസോൺ കാട്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മഴക്കാട്. സൂര്യന്റെ വെളിച്ചം പോലും ഭൂമിയിൽ വീഴാത്ത വണ്ണമുള്ള വലിയ വനങ്ങൾ, നിബിഡമായ വനങ്ങൾ, അത്ഭുതകരമായ വനങ്ങൾ. ഈ സഹാറയിലെ കൊടുങ്കാറ്റ് കൊണ്ട് ഉയരുന്ന പൊടിപടലങ്ങൾ പിന്നീട് കടലിന്റെ മുകളിലൂടെ സഞ്ചരിച്ച് ആമസോണിലെത്തി, അത് ആമസോൺ വനങ്ങളിൽ ആ പൊടിപടലങ്ങൾ അമരുകയും ആമസോണിന്റെ വളർച്ചയ്ക്ക്, അവിടുത്തെ വനങ്ങളുടെ വളർച്ചയ്ക്ക് ഏറ്റവും വലിയ വളക്കൂറായി സഹാറയിലെ മരുഭൂമിയിലെ പൊടി മാറുന്നു എന്ന് പറയുമ്പോൾ ഇതിൽ അമേരിക്കക്ക് പങ്കൊന്നുമില്ല, ലാറ്റിൻ അമേരിക്കക്കും പങ്കില്ല. ഇവിടെ ഇരുന്നിട്ട് നിയമങ്ങൾ പാസാക്കുന്ന ഒരു പാർട്ടിക്കും ഒരു മതത്തിനും ഇതാണ് ഈ പ്രപഞ്ചം. നമ്മൾ വിചാരിക്കുന്നതിനപ്പുറമുള്ള അത്ഭുതകരമായ ഘടനയിൽ കിലോമീറ്ററുകൾ കടലിന്റെ മുകളിലൂടെ ഈ പൊടികൾ പാറി അത്രയും ഉയരത്തിൽ അത് താഴേക്ക് വരാതെ വീശിയടിച്ചതിനെ കൊണ്ടുപോയി ഒരു പ്രത്യേക സമയത്ത് ആമസോണിലെ വനമേഖലകളിൽ അതിനെ കൊണ്ടുപോയി അമർത്തി. അതൊക്കെയാണ് അല്ലാഹു പറഞ്ഞത്, അല്ലദീ ഖലഖ ഫസവ്വ. എല്ലാറ്റിനെയും കൂടുതൽ അഗ്നിപർവ്വതങ്ങൾ ഉള്ളത് കടലിലാണ്. എല്ലായിടത്തും അഗ്നിപർവ്വതമാണെങ്കിൽ എന്ത് ചെയ്യും? മൊഗ്രാപുത്തൂരിലെ അഗ്നിപർവ്വതം, കർണാടക എന്താണ് കുമ്പളത്തെ വേറെ അഗ്നിപർവ്വതം, ബന്തെടുക്കയിലും പതിയെടുക്കയിലും വേറെ അഗ്നിപർവ്വതം, സുള്ളിയിലും അങ്ങോട്ട് മാണ്ടിയിലേക്കും പോയ അവിടെ അഗ്നിപർവ്വതം. അനങ്ങാൻ പറ്റുമോ നിങ്ങൾക്കും? ഭൂമിയിൽ അഗ്നിപർവ്വതം പൊട്ടണ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? നരകം കാണാം നിങ്ങൾക്ക്. നരകത്തിൽ ഉരുകി ഒലിക്കൽ എന്താണെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. എന്താണ് കാനത്ത് വർദ്ധതൻ കദ്ദിഹാൻ? പനിനീറിന്റെ കളറിൽ തീയിന്റെ ലാവകൾ ഉരുകി ഒഴിക്കുന്ന കാഴ്ചകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും അഗ്നിപർവ്വതങ്ങൾ പൊട്ടുമ്പോൾ. ലോകത്തിലെ 90% അഗ്നിപർവ്വതങ്ങളും ഉള്ളത് കടലിനടിയിലാണ്. അതുകൊണ്ട് സുനാമി ഒക്കെ ഉണ്ടായത് അങ്ങനെയാണ്. കടലിലെ വലിയ അഗ്നിപർവ്വതം പൊട്ടി കുലുങ്ങുകയും അങ്ങനെ കടലിലെ വെള്ളം അതിഭീകരമായിട്ട് മുകളിലോട്ട് ഉയരുകയും എന്നിട്ട് 2.5 ദിവസം കൊണ്ട് ഇന്തോനേഷ്യയിലെ കടലിലുണ്ടായ സുനാമി ഭൂകമ്പത്തിൽ അഗ്നിപർവ്വത സ്ഫോടനത്തിൽ ഉണ്ടായ തിരമാല 2.5 ദിവസം കൊണ്ട് സഞ്ചരിച്ചാണ് നമ്മുടെ കന്യാകുമാരിയിലും നമ്മുടെ അമൃതാനന്ദമയുടെ കൊല്ലത്തും ഒക്കെ അടിച്ചു കയറി. മദ്രാസിലും ഒഡീഷയിലും ഒക്കെ 3.5 ലക്ഷം മനുഷ്യരെ, ഔദ്യോഗിക കണക്കാണ്, 10 ലക്ഷത്തോളം ആളുകളെ ആ തിരമാല സഞ്ചരിച്ച് ദക്ഷിണാഫ്രിക്കയുടെ കേപ്പ് ഹോപ്പ് മുനമ്പ് വരെ കടലിലൂടെ 2.5 ദിവസം ഒരു തിരമാല സഞ്ചരിക്കണം. അപ്പൊ കൂടുതൽ അഗ്നിപർവ്വതങ്ങൾ കടലിലാണ്. വലിയ കൊടുങ്കാറ്റുകൾ ഉള്ളത് കടലിലാണ്. ആ കാറ്റ് മുഴുവൻ കരയിലേക്ക് വന്നാൽ കര നിമിഷം കൊണ്ട് പൊട്ടിപ്പോകും. ഭൂമിയുടെ 70% സമുദ്രമായി അല്ല വെച്ചത്. എന്തൊക്കെ ഇതിലൊക്കെ നമുക്ക് വല്ല പോകും. അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത് ഖലഖ ഫസവ്വ അല്ലദീ ഖദ്ദറ. ഓരോന്നിന്റെയും ദൗത്യം അള്ളാഹു വിശദീകരിച്ചു കൊടുത്തു. ഫഹദ, ഹിദായത്തും കൊടുത്തു. നിങ്ങൾക്ക് തോന്നിയതുപോലെ ചെയ്യില്ല. കടലിന് തോന്നിയ പോലെ, കാടിന് തോന്നിയതുപോലെ, സൂര്യന് തോന്നിയതുപോലെ, ചന്ദ്രന് തോന്നിയതുപോലെ, CPM തോന്നിയതുപോലെ, BJPക്ക് തോന്നിയതുപോലെ, അമേരിക്കക്ക് തോന്നിയതുപോലെ, അറബിക്ക് തോന്നിയതുപോലെ, മുസ്ലിമിന് തോന്നിയതുപോലെ, ഹിന്ദുവിന് തോന്നിയതുപോലെ പറ്റില്ല. പ്രപഞ്ചത്തിലെ ഒന്നിനും അങ്ങനെ ഹിദായത്ത് കൊടുത്തു. ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്, ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്, അതാണ് ശരി, അതിനാണ് ഹിദായത്ത് എന്ന് പറയാം. ബാക്കി വിശദീകരണത്തിലേക്ക് നമ്മൾ പോകണില്ല, നിങ്ങൾ എടുത്തോ. അല്ലദീ ഖലഖ ഫസവ്വ വല്ലദീ ഖദ്ദറ ഫഹദ. പ്രപഞ്ചത്തിന് മുഴുവൻ ഹിദായത്ത് കൊടുത്ത അല്ലാഹു മനുഷ്യന്റെ ഹിദായത്തിന് വേണ്ടിയാണ് പ്രവാചകന്മാരെ, നബിമാരെ അയച്ചത്. അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ്. സന്മാർഗവുമായിട്ടാണ് നബി വന്നിട്ടുള്ളത്. ഏറ്റവും ശരിയായ വഴി,
ദീനിൽ ഹക്ക് എന്നും പറയുന്നുണ്ട്. സത്യത്തിലുള്ള ദീൻ. വ്യാജദീനപ്പം വേറെ ഉണ്ടാവും, കള്ളദീനുകൾ ഉണ്ടാവും, കപടദീനുകൾ ഉണ്ടാവും, കള്ളത്തരത്തിന്റെ ദീനുകൾ ഉണ്ടാവും, കാപട്യത്തിന്റെ ദീനുകൾ ഉണ്ടാവും. മനുഷ്യനെ ഒറ്റുന്ന, മനുഷ്യനെ വശീകരിക്കുന്ന, മനുഷ്യനെ മലിനമാക്കുന്ന, മനുഷ്യനെ തകർക്കുന്ന, മനുഷ്യൻ തകരാന്ന് പറഞ്ഞാൽ മൊത്തം തകരും, എല്ലാ ഘടനയും തകർക്കാൻ പറ്റുന്ന ദീനുകൾ. ഈ ദീനുകൾക്കൊക്കെ പകരം സത്യത്തിലുള്ള ദീൻ, നിങ്ങൾ യഥാർത്ഥത്തിൽ പുലർത്തേണ്ട ദീനുമായി ഈ പ്രവാചകനെ അയച്ചത് ഞാനാകുന്നു. ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ്. എന്നിട്ടൊന്നും കൂടി പറയുന്നുണ്ട്, ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി. ലോകത്ത് നിലനിൽക്കുന്ന അല്ലാഹുവിന്റെ ദീനല്ലാത്ത എല്ലാറ്റിന്റെ മുകളിലും ഈ പ്രവാചകന്റെ ദീൻ വിജയിക്കുന്നതിന് വേണ്ടിയാണ് ഈ റസൂലിനെ ഞാൻ അയച്ചിട്ടുള്ളത്. വലൗ കരിഹൽ മുശ്രികൂൻ. ജീവിതത്തെ മുറിച്ച് കഷണമാക്കി ഓരോ രംഗത്തും ഓരോരുത്തർക്ക് ഓഹരി വെച്ച് കൊടുത്ത മുശ്രിക്കുകളുണ്ടെങ്കിൽ അതിനാണ് ശിർക്ക് എന്ന് പറയാം. എല്ലാം അല്ലാഹ്ക്ക് കൊടുക്കണം. അതിന് പകരം കുറച്ച് ഇവിടെ കൊടുക്കുക, കുറച്ച് അപ്പുറത്ത് കൊടുക്കുക, കുറച്ച് അങ്ങേപ്പുറത്ത് കൊടുക്കുക, കുറച്ച് ഇങ്ങനെ കൊടുക്കുക. മതം ഒരാൾക്ക്, രാഷ്ട്രീയം വേറെ ഒരാൾക്ക്, കല വേറെ ഒരാൾക്ക്, സമ്പത്ത് വേറെ ഒരാൾക്ക്, കുടുംബം വേറെ, സദാചാരം വേറെ, ഓരോ രംഗത്തും വേറെ വേറെ ആളെ എന്ത് ചെയ്യുക? ഇലാഹായിട്ട് നമ്മൾ സ്വീകരിക്കുക. അങ്ങനെ ഇന്നത്തെ മനുഷ്യൻ അതിന്റെ കാലം. അതാണ് ഈ മതം രാഷ്ട്രീയം വേറെ എന്നൊക്കെ പറഞ്ഞിട്ട് പുകിലുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും നമ്മൾ കടന്നു പോകണില്ല. അല്ലാഹ് ഈ കളി എന്ന് പറയുക, മതവും രാഷ്ട്രീയവും രണ്ട് എന്ന്. അല്ലാഹ് രാഷ്ട്രീയം എന്നുള്ള വാക്ക് തന്നെ ഖുർആനിലില്ല. നിങ്ങൾ അങ്ങനെ ഒരു വാക്ക് കണ്ടിട്ടുണ്ടോ? മതം എന്ന് പറഞ്ഞിട്ടുള്ള വാക്കുള്ള ദീനാണുള്ളത്. ദീനി എന്ന് പറഞ്ഞാൽ അള്ളാന്റെ വ്യവസ്ഥയാണ്. നമ്മളിപ്പോ പറഞ്ഞല്ലോ, ഒന്നിന്റെ കീഴിലാവുക, ഒന്നിന് വിധേയപ്പെടുക, ഒന്നിന്റെ താഴെയാവുക. അതിനാണ് ഞാൻ ഫലൗലാ ഇൻ കുൻതും ഗൈറ മദീനീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ എന്തെങ്കിലും അധികാരമുണ്ടെങ്കിൽ, അതല്ല നിങ്ങൾ മറ്റൊരാളുടെ കീഴിലല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങളുടെ ആത്മാവ് പോയിക്കൊണ്ടിരിക്കുന്നത്? മദീന എന്നുള്ള വാക്കും ദീനെന്നുണ്ടായതാ. മദീന അള്ളാഹുവിന്റെ ദീനിന് കീഴ്പ്പെട്ടിട്ടുള്ള നഗരം, യഹൂദന്റെ നഗരമല്ല അത്. ഔസിന്റെയും ഗസ്റജിന്റെയും വംശീയ സംഘടനകളുടെ നഗരമല്ല അത്. ഖുറൈശികളുടെയും അറബികളുടെയും താന്തോതിത്തരങ്ങൾ നടത്താനുള്ള മദീനയല്ല അത്. മറിച്ച് അല്ലാഹുവിന്റെ ദീനിന്റെ ഹിദായത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യക്തിയെയും കുടുംബത്തെയും സമൂഹത്തെയും രാജ്യത്തെയും സംസ്കരിക്കുന്നതിന് വേണ്ടി, നിർമ്മിക്കുന്നതിന് വേണ്ടി, നിശ്ചയിക്കുന്നതിന് വേണ്ടി അല്ലാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാക്കിയിട്ടുള്ള മദീന. അതിന് യഹൂദന് ഉറപ്പാണെങ്കിലും വലൗ കരിഹൽ മുശ്രികൂൻ. റസൂൽ മദീനയിലെത്തിയപ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടായത് ആർക്കാന്നറിയാം? നിങ്ങൾ യഹൂദന്മാർക്കായിരുന്നു. നിങ്ങൾ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാവും. യഹൂദന്മാർ, കാരണം അവിടുത്തെ മതവും രാഷ്ട്രീയവും സമ്പത്തും കൃഷിയൊക്കെ പോലെ കയ്യിലായിരുന്നു. അവരുടെ മന്ത്രവാദങ്ങൾ, അവരുടെ സിഹിർ, അതുപോലെ തന്നെ അവരുടെ വ്യാജ കൾട്ടുകള്, കുറെ ആൾദൈവങ്ങള്, വലിയ വലിയ ഷെയ്ഖന്മാര്, അങ്ങനെ ഈ ഔസും ഗസ്റജിലും പെട്ട ആളുകളൊക്കെ അവരുടെ അടുത്തേക്കാണ് പോവുക. പ്രശ്ന പരിഹാരങ്ങൾക്കൊക്കെ അവരുടെ അടുത്താ ചെല്ലുക. പൈസയും കടം വാങ്ങാൻ അവിടെ പോവുക. എന്നിട്ട് കൃഷിയുടെ കലപ്പ മുതൽ അവനവന്റെ ഒട്ടകത്തിനെ അവിടെ പണയപ്പെടുത്തിയിട്ട് എന്നും അവര് കടക്കണിയിലാണ്. ഇന്ത്യയെ പോലെ, കേരളത്തെ പോലെ യസ്രിബിലെ ഔസും ഗസ്റജും നിരന്തരമായി കടത്തിന്റെ കീഴിലായിരുന്നു. മതം ആ യഹൂദൻ പറയുന്നതാണ്, രാഷ്ട്രീയം യഹൂദൻ പറയുന്നതാണ്, സമ്പത്ത് യഹൂദൻ പറയുന്നതാണ്, കൃഷിയുടെ നിയന്ത്രണവും യഹൂദനായിരുന്നു. അങ്ങനെ എല്ലാം അവിടേക്കാണല്ലോ റസൂൽ വരുന്നത്. നിങ്ങൾ പഠിക്കേണ്ടതാണ്. എന്തുകൊണ്ടാണ് ഗസ ഇസ്രായേൽ നരകമാക്കും എന്ന് അമേരിക്ക പറയുന്നത്? വെറുതെ പറയുന്ന വർത്താനൊന്നുമല്ലാതെ. അള്ളാഹുവിന്റെ റസൂലിന്റെ ആദ്യത്തെ ഇസ്ലാമിക രാഷ്ട്രീയ സാമൂഹിക ക്രമം വരുന്നത് യസ്രിബിലെ യഹൂദന്റെ ആധിപത്യത്തെ നശിപ്പിച്ചുകൊണ്ടാണ്, തകർത്തെറിഞ്ഞുകൊണ്ടാണ്. നമ്മൾ പഠിക്കേണ്ടതാണ്. ഇന്ന് ന്യൂഡൽഹിയിലും ന്യൂയോർക്കിലും ന്യൂസിലാൻഡിലും യഹൂദന്റെ മേധാവിത്വമാണ് നിലനിൽക്കുന്നത്. അറബ് രാജ്യങ്ങളിലടക്കം യഹൂദന്റെ മേധാവിത്വത്തെ രാഷ്ട്രീയ, സാമ്പത്തിക, മത, വിദ്യാഭ്യാസ, കലാ, സാഹിത്യ, സാമ്പത്തിക ഘടനയിൽ നിന്ന് എന്നാണോ നിങ്ങൾ നിഷ്കാസനം ചെയ്യുന്നത്, അതിനുവേണ്ടി പോരാട്ടം നടത്തുന്ന സംഘങ്ങളാണ് ഇസ്ലാമിക സമൂഹങ്ങൾ, അല്ലെങ്കിൽ ഇസ്ലാം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഒരു ഇസ്ലാമിനെ ഭീകരമായിട്ട് അവതരിപ്പിക്കുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഞാൻ പറഞ്ഞത് വലൗ കരിഹൽ മുശ്രികൂൻ. ജീവിതത്തിന് പലതായി പലർക്ക് മുറിച്ച്, ആരാധന ഒരാൾക്ക്, മതപരമായ കാര്യങ്ങളിൽ വേറൊരാൾക്ക്, രാഷ്ട്രീയ കാര്യങ്ങളിൽ വേറൊരാൾക്ക്, സാമ്പത്തിക കാര്യങ്ങൾ വേറൊരാൾ പറയുന്നത് കേൾക്കുക, അതുപോലെ തന്നെ സദാചാരം, കുടുംബമൊക്കെ വേറൊരാൾ പറയുന്നത് കേൾക്കുക. അതൊക്കെ അടക്കണുണ്ടല്ലോ. ലിബറലിസ്റ്റുകൾ പറയുന്നതാണ് ഇപ്പം നമ്മളെ കുട്ടികൾ കേൾക്കുന്നത്. അതുകൊണ്ട് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട്, ഇവിടെ കാസർഗോഡൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, അപ്പം മലപ്പുറത്തും കോഴിക്കോടും ഒക്കെ നമ്മളെ പെൺകുട്ടികളൊക്കെ ചുണ്ടൊക്കെ ചോപ്പിച്ച് മറ്റേ മുടന്തം കാലൊക്കെ ഇട്ട്, എന്നിട്ട് പിന്നെ മുറിയും കുപ്പായൊക്കെ ഇട്ട്, അങ്ങനെ ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ കൂടിക്കുഴഞ്ഞ് പരസ്പരം കയ്യൊക്കെ കൊടുത്ത് ഊരയിലും തോളിലും ഒക്കെ കൈയിട്ട്, എന്താപ്പം തൊട്ടാല്, എന്താപ്പം അങ്ങനെ ഒന്ന് കൈയിട്ടാല്
എന്താ ഇങ്ങനെ കെട്ടിപ്പിടിച്ചാല് എന്താ സംഭവിക്കാൻ പോണത്? ഒന്നും സംഭവിക്കാൻ പോണില്ല. അതൊക്കെ ആവാം. സിനിമയിൽ നിന്ന് ആദ്യം കാണും, പിന്നെ മൊബൈലിൽ നിന്ന് കാണും. ഇതൊക്കെ കൂടി പിന്നെ സ്കൂളിലെത്തിയാൽ സ്കൂളിലെ വിദ്യാർത്ഥി സംഘടനകൾ പറയും, SFIനെ പോലത്തെ വിദ്യാർത്ഥി സംഘടനകൾ പറയുന്നുണ്ട്, പ്രണയപ്പെട്ടി എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു കോളേജില്. നിങ്ങൾ പ്രേമിക്കുന്ന പെണ്ണിന് കത്തുകൊടുക്കാൻ, പ്രേമിക്കുന്ന ആണിനും കത്തുകൊടുക്കാൻ. നിങ്ങൾക്ക് പേടിയാവും സ്വന്തം കൊണ്ടേക്ക് കൊടുക്കാൻ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഇപ്പൊ പ്രേമം ഹറാമാണോ ഹലാലാണോ? അപ്പൊ SFIക്ക് അത് ഹലാലാണ്, ഹറാമല്ല. പ്രേമിക്കാതിരിക്കുന്നതാണ് ഹറാം. നിങ്ങൾ സ്നേഹിക്കണം. എന്നാ പിന്നെ പോലെ പറയണം ആരൊക്കെയാണ് പ്രേമിക്കാൻ പറ്റുക എന്നുള്ളത്. പ്രേമിക്കേണ്ട ആളുകളെ, ഉമ്മാനെ പ്രേമിക്കാൻ പറ്റുമോ? ആരാൻ്റെ ഉമ്മാനെ? ആരാൻ്റെ പെണ്ണിനെ പ്രേമിക്കാൻ പറ്റുമോ? ആരാൻ്റെ മക്കളെ പ്രേമിക്കാൻ പറ്റുമോ? ആരാൻ്റെ സഹോദരിമാരെ പ്രേമിക്കാൻ പറ്റുമോ? ടീച്ചറെ പ്രേമിക്കാൻ പറ്റുമോ? പ്രേമം ആരെയാണ്? എട്ടും പൊട്ടും തിരിയാത്ത എന്തെങ്കിലും കുട്ടികളെ കൊണ്ടിട്ടാണ് പ്രണയിക്കാൻ പറയുന്നത്. SFI പഠിപ്പിച്ച പ്രണയത്തിന്റെ ഭാഗത്തിൽപ്പെട്ടതാ ആ പ്രണയം. അപ്പോ സ്നേഹവും പ്രണയവും ഒക്കെ ഊല് പറയണതനുസരിച്ച്, കല്യാണം എന്തൊക്കെ ഓരോക്കെ സിനിമയിൽ കാണുന്നതനുസരിച്ച്. നിങ്ങളിപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ കല്യാണമൊക്കെ നടക്കാനുണ്ടിട്ടില്ലേ? വിവാഹത്തിനെ കുറിച്ചൊക്കെ ഖുർആൻ പറഞ്ഞ വർത്താനുണ്ട്. മഹാപ്രവാചകന്മാർ അള്ളാഹുവിനോട് ചെയ്ത കരാറ് പോലെയാണ് വിവാഹത്തിന്റെ കരാറ് എന്ന് പറയുന്നത്. ആഭാസമായി, അഭ്യാസമായി, അനാശാസ്യമായി, അതുപോലെ തന്നെ ആഘോഷങ്ങളുടെ ആഭാസങ്ങളായിട്ട് മാറേണ്ടതല്ല വിവാഹം എന്ന് പറയുന്നത്. മുസ്ലിം കല്യാണത്തിനൊക്കെ പോയപ്പോൾ പേടിയാട്ടോ സത്യത്തില്. നിക്കാഹ് കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കാന്ന് പറയാം, ഒറ്റ പൊട്ടലാണ്. പൊട്ടിയിട്ട് പിന്നെ ആടാൻ തുടങ്ങും, പാടാൻ തുടങ്ങും, ചാടാൻ തുടങ്ങും. എന്താണ് ആടുന്നത്, എന്താണ് പാടുന്നത്, എന്തിനാണ് ചാടുന്നത്, എന്തൊക്കെയാണ് ഇവർ പാടി പറയുന്നത്, ആരൊക്കെയാണ് പാടുന്നത്, ഒന്നും പറയാൻ പറ്റില്ല. എല്ലാ അശ്ലീല പാടുന്നതിനൊന്നും ഇസ്ലാം എതിരല്ലോ. ഈ മുഗ്രാൽ പുത്തൂരിന് എനിക്ക് തോന്നുന്നത് ഇശലുമായിട്ട് മാപ്പിളപ്പാട്ടുമായിട്ടൊക്കെ നല്ല ബന്ധങ്ങളുണ്ട്. മാപ്പിളപ്പാട്ട് എന്ന് പറയുന്നത് എല്ലാ പാട്ടും മാപ്പിളപ്പാട്ടാവില്ല. മാപ്പിള എന്ന് പറയുന്നത് മുസ്ലിം സമുദായത്തെ മുന്നിൽ വെച്ചുകൊണ്ടാണല്ലോ. അതൊരു ഇസ്ലാമിക കലയുടെ പാട്ട് ഇസ്ലാമിൽ നിഷിദ്ധമൊന്നുമല്ല. അതിൽ നമ്മൾ ഇടങ്ങേറേണ്ട കാര്യം ഒന്നും ഇസ്ലാം ഹറാമുകളായിട്ട് പറഞ്ഞ കാര്യങ്ങളല്ലാത്തൊന്നും നിഷിദ്ധങ്ങളല്ല. സംഗീതം നിഷിദ്ധമാണെന്നൊന്നും അല്ല. അങ്ങനെ നിഷിദ്ധാക്കുകയാണെങ്കിൽ നിഷിദ്ധാക്കേണ്ട സാധനം എന്താണെന്ന് അറിയാം നിങ്ങൾ? സ്ത്രീ പുരുഷന്മാരുടെ ശാരീരിക ബന്ധം അതല്ല നിഷിദ്ധാക്കിയിട്ടില്ല. അത്രത്തോളം മനുഷ്യനെ നശിപ്പിക്കാൻ സാധ്യതയുള്ള വേറെ ഒരു സാധനമില്ല. അപ്പൊ നോമ്പ് വരുന്നുണ്ട്. നോമ്പില് ആകെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 2 സാധനങ്ങൾ എന്താ? സൂര്യാസ്തമയം മുതൽ സൂര്യോദയം വരെ ഭക്ഷണം കഴിക്കൂല. ഭക്ഷണം ഹറാമാണ്, ഹലാലാണ്. ഹറാമല്ലല്ലോ ഭക്ഷണം നിങ്ങൾക്ക് കഴിക്കാം. പക്ഷെ നോമ്പിന്റെ പകലിൽ ഹലാലായ ഭക്ഷണം നിങ്ങൾ കഴിക്കാൻ പാടില്ല. രണ്ടാമത്തത് എന്താ? നിങ്ങളുടെ ഇണകളുമായിട്ട് ശാരീരിക ബന്ധം പുലർത്താൻ പാടില്ല. ശാരീരിക ബന്ധം റമദാനിന്റെ രാത്രിയിൽ പോലും സ്ത്രീയും പുരുഷനും ബന്ധപ്പെടുന്നതിൽ ഇസ്ലാമിൽ വിരോധമില്ല. റസൂലിന്റെ അടുത്ത് വന്നിട്ട് സഹാബികൾ ചോദിക്കുന്നുണ്ട്. അപ്പൊ റസൂൽ പറഞ്ഞ്, നിങ്ങൾ ഇണയുമായി ബന്ധപ്പെടുന്നതിനും കൂലിയുണ്ട്, സംയോഗം നടത്തുന്നതിനും കൂലിയുണ്ട്. അപ്പോൾ അതൊക്കെ ഇപ്പം അങ്ങനത്തെ കേസാണ്, അതിനൊക്കെ ഇപ്പം എന്ത് കൂലിയാ തരുന്നത്? ഇതൊക്കെ ഒരു ചടപട ഏർപ്പാടല്ലേ. അപ്പോൾ റസൂൽ പറഞ്ഞത് നിങ്ങൾ വളഞ്ഞ വഴിയിൽ ചെയ്താൽ, അശ്ലീലമായ രീതി എന്ന് പറഞ്ഞാൽ വിവാഹ ഉടമ്പടിയിലൂടെ അല്ലാതെ വന്നിട്ടുള്ള അന്യ സ്ത്രീയും അന്യ പുരുഷനും, അല്ലെങ്കിൽ പുരുഷനും പുരുഷനും തമ്മിലും പെണ്ണും പെണ്ണും തമ്മിലും ആണിത് നടക്കുന്നതെങ്കിൽ അതിന് ശിക്ഷയുണ്ട്. അതിന് ശിക്ഷയുണ്ട്. അത് തെറ്റാണ്. അപ്പൊ അനുവദനീയമായ മാർഗത്തിൽ അത് ചെയ്യുന്നത് അതിന് പ്രതിഫലമുണ്ട്. അതടക്കം അതല്ല തടഞ്ഞിട്ടില്ലല്ലോ. പിന്നെ ഇപ്പോൾ പാട്ട് തടഞ്ഞു, സംഗീതോപകരണങ്ങൾ തടഞ്ഞു. അതൊക്കെ പെരുകുന്നൊക്കെ പറഞ്ഞു. പള്ളി പെരുകും, കിണറ് പെരുകും, സംഗീതോപകരണങ്ങൾ പെരുകുന്നൊക്കെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ അതുകൊണ്ട് പള്ളിയൊക്കെ വേണ്ട നമ്മൾ വെക്കലില്ലല്ലോ, കിണറ് വേണ്ട നമ്മൾ വെച്ചിട്ടുണ്ട്. ആരെങ്കിലും അതിൻ്റെയൊക്കെ പൊരുള് പരിശോധിച്ചിട്ട് എന്താണ് ഈ പറയാനുള്ള കാരണം എന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. ആ കാരണങ്ങളുണ്ടെങ്കിൽ ഇത് പ്രശ്നമാണ്. ആ കാരണങ്ങളില്ലെങ്കിൽ അത് അനുവദിക്കപ്പെടും. അതിൻ്റെ വിശദീകരണത്തിലേക്ക് ഞാനിപ്പോൾ പെടുന്നില്ല. സംഗീതം എപ്പോഴും പാട്ട്, മരിച്ചോടത്തും പാട്ട്, എന്താണ് ജനിച്ചോടത്തും പാട്ട്, കല്യാണത്തിനും പാട്ട്, തക്കാരത്തിനും പാട്ട്, റോട്ടിലും പാട്ട്, നാട്ടിലും പാട്ട്, വണ്ടിയിലും പാട്ട്, വിമാനത്തിലും പാട്ട്, എല്ലായിടത്തും പാട്ട്. അതിന് നല്ല എപ്പോഴും നിസ്കരിക്കാൻ പറ്റൂലല്ലോ. അബൂദറിനെ കുറിച്ച് സഹാബിമാരെ, അതെ റളിയല്ലാഹുവിനെ കുറിച്ച് പെണ്ണുങ്ങൾ കേസ് പറഞ്ഞു. റസൂലെ, ഇയാള് അന്തിപാതര നേരം വിളിക്കണവരെ മൂപ്പർ നിസ്കാരത്തിനേക്കാൾ നല്ല സൽക്കർമ്മം വേറെന്താള്ളത്? അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവർത്തനം. അതിൽ റസൂൽ സാദബ് നബി വക്കാസ്ലാഹുവിനെ പറഞ്ഞയച്ചു, അവനോട് ചെന്നിട്ട് പറയും, പെണ്ണ് ഓരോ ശരീരത്തിന്റെ അവയവങ്ങൾക്കും ഓരോ അവകാശങ്ങളുണ്ട്. കണ്ണിന് ഉറക്കമുണ്ട്, അതുപോലെ തന്നെ ചെവിക്ക് കേൾക്കാനുള്ള സംഗതികളുണ്ട്, നാവിന് സംസാരിക്കണം, ചുണ്ടിനും വായക്കൊക്കെ ഭക്ഷണം കഴിക്കണം, കാലിനും കയ്യിനും ഒക്കെ അതിന്റെ കർമ്മങ്ങൾ നടക്കണം. ശരീരത്തിലെ ഓരോ അവയവങ്ങളുടെയും കർമ്മങ്ങൾ അതിന്റെ അളവനുസരിച്ച് നടക്കണം.
ഞാൻ ഒന്നും കേൾക്കൂല, ഞാനൊന്നും പറയില്ല, ഞാൻ ഒന്നും നടക്കൂല, ഞാനൊന്നും ചെയ്യൂല, എനിക്കൊന്നിലും ഒരു താല്പര്യമില്ല. റസൂൽ അത് ക്യാൻസൽ ചെയ്യാനാ പറഞ്ഞത്. എന്നിട്ട് അവനോട് വിളിച്ചിട്ട് പറഞ്ഞു അതിലൊന്നും പുണ്യമില്ല. നിസ്കരിക്കല് പുണ്യാന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ നിസ്കരിക്കാൻ പറ്റുമോ? ഉമ്മാനെ നോക്കണില്ല, മകളെ നോക്കണില്ല, മക്കളെ നോക്കണില്ല, ഒന്നും ചെയ്യണില്ല, മൂപ്പര് നമസ്കാരത്തിലാണ്. ആ നമസ്കാരം ഒന്നും ശരിയാവില്ല. അങ്ങനെയൊക്കെ റസൂലിന്റെ അടുത്തൊക്കെ ആള് വന്നിക്കണ്. ആയിഷ ബീവി റളിയല്ലാഹുവിന്റെ അടുത്ത് വന്നിട്ട് അവർക്ക് റസൂലിനെ തെരഞ്ഞു വരുന്നുണ്ട് 3 ആളുകൾ. ഇതൊക്കെ നിങ്ങൾ കേട്ട അരിത്രയായിരിക്കും. ആ 3 ആളുകളും ചോദിച്ചു റസൂലുണ്ടോ ഇവിടെ ചോദിച്ചു. ആയിഷ ബീവി റളിയല്ലാഹു പറഞ്ഞു റസൂലില്ല, ഇവിടെ പോയി പുറത്തോടെ പോയതാണ്. അപ്പോൾ വന്നാലേ ഇങ്ങനെ പറഞ്ഞു എന്തിനാ വന്നതെന്ന് ചോദിച്ചു ആയിഷ ബീവി. അപ്പോൾ അവര് പറഞ്ഞു ഞങ്ങൾ റസൂലിനോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു. എന്നിട്ട് പോലെ റസൂലിന്റെ സ്വഭാവം പഠിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. റസൂലിന്റെ നിസ്കാരമൊക്കെ എങ്ങനെയാണ്, നമസ്കാരമൊക്കെ നമുക്ക് എങ്ങനെയാണെന്ന് ചോദിച്ചു. അപ്പോൾ ആയിഷ ബീവി പറഞ്ഞു റസൂൽ ചിലപ്പോൾ നിസ്കരിക്കേണ്ട നിസ്കാരം ഇപ്പം നിർത്തൂല തോന്നും. രാത്രി നിസ്കാരത്തിനെ കുറിച്ചാട്ടോ ഈ പറയുന്നത്, സുന്നത്ത് നിസ്കാരങ്ങളെ കുറിച്ചൊക്കെ അല്ല, ഫർദ് നിസ്കാരത്തിനെ കുറിച്ചല്ല. ഫർദ് നിസ്കാരം അതിൻ്റെ സമയത്ത് അതങ്ങോട്ട് നടത്തിയിട്ട് പോകും. ഫർദ് നിസ്കാരങ്ങൾ പള്ളിയിലും മറ്റേ നമസ്കാരങ്ങൾ വീട്ടിൽ നിസ്കരിക്കലാണ് ഏറ്റവും കൂടുതൽ കൂലിയുള്ളത്. അറിയോ നിങ്ങൾ? എൻ്റെ സഹോദരിമാരും ഉമ്മാരൊക്കെ ഇവിടെ ഉണ്ട്. ഇനിയിപ്പോൾ റമദാനൊക്കെയാണ് വരുന്നത്. റമദാൻ 1-ാം തീയതി സുബഹിക്ക് നിങ്ങളെ പള്ളിയിലൊക്കെ ഞാൻ തിരക്ക് കൂടുമെന്ന് എനിക്കറിയില്ല. നാട്ടിലുള്ള പള്ളികളിലൊക്കെ കുത്തിബ അലൈക്കും സ്വലാത്തു 5 മർറാത്തിൻ 5 നേരത്തെ നമസ്കാരം പള്ളിയിൽ വെച്ച് നമസ്കരിക്കൽ നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്ന് ആയത്തിറങ്ങിയതുപോലെ ഇനി നോമ്പിന്റെ സുബഹിക്ക് തുടങ്ങിയിട്ട് പെരുന്നാളിന്റെ ഇശാക്ക് അവസാനിക്കുന്ന ഒരു നിസ്കാരം സമുദായം തുടങ്ങാൻ പോകുന്നുണ്ട്. റമദാൻ മാസത്തിൽ പെരും തിരക്കായിരിക്കും പള്ളിയിൽ. ഇപ്പോഴൊന്നും പള്ളിയിലേക്ക് വരാത്തതുണ്ട്. നമ്മളെ പള്ളിയിലേക്ക് എപ്പോഴാണ് ഏറ്റവും കൂടുതൽ നമുക്ക് നിസ്കരിക്കാൻ കിട്ടേണ്ട നിസ്കാരം സുബഹിയാണ്. ഏറ്റവും കൂടുതൽ പ്രതിഫലമുള്ള നിസ്കാരം സുബഹിയാണ്. ഇശാ നമസ്കാരവും ളുഹ്റും മഗ്‌രിബും ഒക്കെ പറഞ്ഞിട്ട് അല്ലാഹ് പറയാണ് സുബഹി നമസ്കാരം നിനക്ക് പ്രത്യേകമായ സാക്ഷിയാണ്. ഇന്ന ഖുർആനൽ ഫജ്രി കാന മശ്ഹൂദ, സുബഹി നമസ്കാരത്തിലെ ഖുർആൻ പാരായണം നിനക്ക് അല്ലാഹുവിന്റെ അടുത്ത് കൂലിയുള്ളതാണ്. ആളെ മശ്റയിൽ റെക്കമെൻഡ് ചെയ്യുന്ന സാധനമാണ്. ഇശാ നമസ്കാരവും സുബഹി നമസ്കാരവും ജമാഅത്തായി ലഭിച്ചവൻ രാത്രി മുഴുവൻ നമസ്കരിച്ചവനെ പോലെയാണ്. ഇതൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം ഇത് രണ്ടും ഭയങ്കര നിസ്കാരമാണ്. അപ്പൊ ഇതില് കിട്ടാം. ളുഹറിന് നമ്മൾ പരക്കം പോയിരിക്കും, പീടിയ, അങ്ങാടി, റോഡ്, നാട്, വീട്, കുടുംബം, ആശുപത്രി. അപ്പോൾ അതിൻ്റെ സമയത്ത് പള്ളിയിൽ കയറിയിട്ട് ജമാഅത്ത് കിട്ടൂല. അസറും അങ്ങനെയൊക്കെ തന്നെയാണ്. അവിടെ പോയി തിരിച്ചു വരാൻ പറ്റിയിട്ടില്ല, അങ്ങോട്ട് എത്തിയിട്ടുമില്ല, അവിടെ നിന്ന് ഇങ്ങനെ തിരിച്ച് അങ്ങനെയാണെന്ന് പറയും. മഗ്‌രിബിനെ നമ്മൾ ഇവിടെയല്ല ഒക്കെ കൂടി പൂട്ടി കെട്ടിപ്പിടുക്കി തിരിച്ചു പോകാനുള്ള ഒരുക്കത്തിലാണ്. ഇശാക്ക് നമ്മളെ വീട്ടിൽ എത്തിയിട്ടില്ല, പള്ളിയിൽ നിന്നാണ് വിടുകയും ചെയ്തേക്കുന്നത്. പിന്നെ നമ്മൾ എപ്പോഴാണ് വീട്ടിലെത്തുക? ഒരു 12 മണിക്ക് 11 മണിക്കൊക്കെ വീട്ടിലെത്തും. അങ്ങനെയൊക്കെ എത്തുന്നത്. ഇവിടേക്ക് എങ്ങനെ ആൾക്കാർ വരും? ഇപ്പോൾ നമ്മളെ മുസ്ലിം വീടുകളിലൊക്കെ കാണുന്ന ഏറ്റവും വലിയ പ്രവണതകളിൽ ഒന്നാണത്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ വളരെ പെട്ടെന്ന് ഇശാ നിസ്കരിച്ച് കഴിഞ്ഞാൽ പിന്നെ അധികം ഒന്നും നിൽക്കരുത്, ഇശാന്റെ മുമ്പ് ഭക്ഷണം കഴിക്കുക. ഇപ്പം ഞങ്ങളുടെ മലപ്പുറം ജില്ലയിൽ ഇപ്പോൾ റിപ്പോർട്ട് വരുന്നുണ്ട്, ഈ കുഴഞ്ഞ വീടുകളുണ്ടല്ലോ, കോവിഡിൻ്റെ മറ്റേ മരുന്ന് കൊടുത്തതിന് ശേഷമാണെന്നൊക്കെ ഒരു റിപ്പോർട്ട് അങ്ങനെ ഉണ്ട്. ആ സൂചി വെച്ചിട്ട് കോവിഡ് കയറ്റാനാണെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കോവി വാക്സിൻ നമ്മളെ പ്രധാനമന്ത്രിൻ്റെ ചിത്രമൊക്കെ വെച്ചിട്ട് നമ്മൾ വാങ്ങിയ സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ മഹാനവറുകളുടെ. ഇപ്പം അയാളത് അവിടെ നിന്ന് ഡിലീറ്റ് ചെയ്ത്. കാരണം മൂപ്പർക്ക് തോന്നി ഇതത്ര അനുഗ്രഹീതല്ലാതെ. നമ്മളെ തലയിൽ ചാപ്പ കുത്തിയ മാതിരി നമ്മളൊന്നും ഒരിക്കലും കാണാൻ ആഗ്രഹിക്കാത്ത ചിത്രം അത്. എന്നിട്ട് ആ ഫോമിൽ അയാൾ വെപ്പിച്ച് ഇപ്പൊ അതുകൊണ്ട് ആളുകൾ മരിച്ചു വീഴാന്ന് പറഞ്ഞപ്പോൾ മൂപ്പര് കാലന്റെ ചിത്രം ഇത് നീക്കം ചെയ്ത് പോട്ടെ വണ്ടി അങ്ങോട്ട് പോട്ടെ എന്ന് പറഞ്ഞിട്ട് അത് എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അങ്ങനെയെന്ന് പറയുന്നുണ്ട്. മഞ്ചേരി മെഡിക്കൽ കോളേജ് ഉണ്ട് മലപ്പുറം ജില്ലയിലെ. അവിടുത്തെ ഒരു പറ്റം ഡോക്ടർമാർ പഠിച്ചിട്ട് പറഞ്ഞ വികാരം അർദ്ധരാത്രി സമയത്ത് നമ്മുടെ ചെറുപ്പക്കാർ കുഴഞ്ഞു വീഴുന്നതിന്റെ കാരണം വൈകിയുള്ള ഭക്ഷണമാണ്, ശരിയില്ലാത്ത ഭക്ഷണമാണ്. വൈകി ഭക്ഷണം കഴിയുക 10 മണിക്കും 11 മണിക്കും 12 മണിക്കും 1 മണിക്കുമൊക്കെ വളരെ കനമുള്ള ഭക്ഷണങ്ങൾ. ഈ മരിച്ചു വീണവരുടെ വയറുകളിലൊക്കെ തന്നെയും ദഹിക്കാത്ത ഭക്ഷണങ്ങൾ നിറഞ്ഞു കവിഞ്ഞ് കിടക്കായിരുന്നു എന്നാണ് പറയുന്നത്. അതിന്റെ ശാസ്ത്രം വിശദീകരിക്കാൻ ഞാനിപ്പോൾ ആളല്ല. യുവത്വം എന്തിനേയും ഒരു പരിധിവരെയൊക്കെ തടുക്കും, പെട്ടെന്ന് അറിയില്ല, അതാണ് യുവത്വം എന്ന് പറയുന്നത്. പക്ഷേ ഒരു 30 വയസ്സ് പിന്നിടുന്നതോടുകൂടി ശരീരത്തിന്റെ എല്ലാ മെഷീനറികളും തിരിച്ചു നടക്കാൻ തുടങ്ങും. അതിലേക്ക് ഈ രാത്രി അന്തിപ്പാതിര നേരത്തെ കനമുള്ള ഭക്ഷണങ്ങൾ, ദഹിക്കാത്ത ഭക്ഷണങ്ങൾ, അതിനെ ദഹിപ്പിക്കണമെങ്കിൽ ഹൃദയത്തിന് ആകെ റെസ്റ്റ് കിട്ടുന്ന സമയം നമ്മളൊന്ന് കിടക്കുക. പിന്നെ സുജൂദിലാണ് കിട്ടും. സുജൂദ് ചെയ്താൽ ഹൃദയത്തിന് ഏറ്റവും നല്ല എക്സർസൈസാണ്. തലയ്ക്കും ഹൃദയത്തിനും ഏറ്റവും നല്ല എക്സർസൈസാണ് സുജൂദ് എന്ന് പറയുന്നത്. തലയിലേക്ക് ആവശ്യത്തിന് ബ്ലഡും ഹൃദയം ഏറ്റവും കൂടുതൽ ബ്ലഡ് എത്തിക്കാൻ വേണ്ടിയിട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് തലയിലേക്കാണ്. തലയുള്ള മുകളിൽ നിങ്ങളെ ചെവിയിൽ ഇങ്ങനെ 2 കയ്യും വെച്ച് പൂട്ടിയാൽ മതി നിങ്ങൾ. അപ്പോൾ ഒരു വെള്ളം, ഈ മലയിൽ നിന്നൊക്കെ വെള്ളം ഒലിക്കുന്നത്, ചാടുന്നത് പോലുള്ള ഒരു ശബ്ദം കേൾക്കാം നിങ്ങൾക്ക്. പഴയ കാലത്തൊക്കെ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തൊക്കെ പോയാലുള്ളൊരു സൗണ്ട് കേൾക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇതിലെയും ശരീരത്തിലേക്ക് ഞരമ്പിലൂടെ ഹൃദയം പമ്പ് ചെയ്യുന്നതിൻ്റെ ശബ്ദമാണത്. ശരീരത്തിൽ ഏറ്റവും കൂടുതൽ രക്തം എത്തി. കാരണം തലയാണ് ഏറ്റവും മുകളിലുള്ളത്. ഇപ്പൊ തല ഏറ്റവും താഴെ വരെ എപ്പോഴാ?
നിങ്ങൾ സുജൂദ് ചെയ്യുമ്പോൾ. അപ്പൊ ഹൃദയം മേലെയാണ്. അപ്പൊ ഹൃദയത്തിന് എന്താണ് പമ്പ് ചെയ്യുമ്പോൾ ശക്തി. ഹൃദയത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാം. മൂപ്പര് 1-ാം തീയതി തുടങ്ങിയതാ പണി, ഇന്ന് വരെ നിർത്തിയിട്ടില്ല. അവസാനത്തെ അന്ത്യശ്വാസം വലിക്കണത് വരെ വിശ്രമമില്ലാതെ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ആന്തരിക അവയവമാണ് ഹൃദയം എന്ന് പറയുന്നത്. ഭയങ്കര ശുശ്രൂഷ ആവശ്യമുള്ളതാണ്. യാ മുസരിഫൽ ഖുലൂബ്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനെ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കാനൊക്കെ അതിന്റെ ഭൗതികമായ അർത്ഥത്തിലും അതുപോലെ തന്നെ ധാർമ്മികമായ അർത്ഥത്തിലൊക്കെ പ്രധാനപ്പെട്ടതാണത്. ഹൃദയത്തെ ഹൃദയത്തെ നീ ശുദ്ധീകരിക്കണം, സംസ്കരിക്കണം, ശരിയായ നിലയിൽ സംവിധാനിച്ചു വെക്കണം. അന്ത വലിയുഹാ വ മൗലാഹാ, നീയാണല്ലോ അതിന്റെ ഉടമസ്ഥൻ, നീയാണല്ലോ അതിന്റെ സംരക്ഷകൻ. എനിക്കെന്റെ ഹൃദയത്തിനെ കൈകാര്യം ചെയ്യാനുള്ള കഴിവൊന്നുമില്ലല്ലോ അല്ലാന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കണം എന്നാ. എന്റെ ഹൃദയത്തിന് ധാർമ്മികത മൂല്യങ്ങൾ തഖ്വ നൽകി അനുഗ്രഹിക്കണം. ഈ ഹൃദയം ഏറ്റവും ആശ്വാസം കിട്ടപ്പെടാതെ ഞങ്ങൾ സുജൂദ് ചെയ്യുമ്പോഴാണ്. പിന്നെ കിടന്നാലെന്താ, തലയും ശരീരമൊക്കെ ഒരേ നിരപ്പിലാണ്. അതുകൊണ്ട് ഹൃദയത്തിന് അധികം സ്ട്രെസ് എടുക്കാതെ, ശക്തി പ്രയോഗിക്കാതെ സ്വാഭാവികമായിട്ട് രക്തം വരാം. പക്ഷെ എന്ത് ചെയ്യും, നിങ്ങൾ പള്ള നിറച്ച് ഭക്ഷണം കഴിച്ച് വന്നാൽ ഇങ്ങോട്ട് പോകേണ്ട രക്തത്തിന് ഹൃദയത്തിന് വഴി തിരിച്ചിട്ട് എങ്ങോട്ട് വിടണം? ആമാശയത്തിലേക്ക് വിടണം. അപ്പം മസ്തിഷ്കവും അതിന്റെ വിശ്രമവേളയായിട്ട് രാത്രിയിലും വർക്ക് ചെയ്യുന്ന സാധനമാണ് മസ്തിഷ്കവും ഹൃദയവും. ആ മസ്തിഷ്കത്തിനും വിശ്രമം കിട്ടപ്പെടാം. അപ്പം മസ്തിഷ്കത്തിന് എന്ത് ചെയ്യൂല, ശരീരത്തിൽ തലച്ചോറിലേക്ക് വരേണ്ട രക്തത്തെ ഹൃദയം ആമാശയത്തിലേക്ക് തിരിച്ചുവിടേണ്ട ഗതികേട് വരികയും എന്നിട്ടും അവിടെ അത് മതിവരാതെ വരികയും ഒക്കെ ചെയ്തിട്ട്. കാരണം ഇരുമ്പാണ് കഴിച്ചിരിക്കുന്നത്. ഇതിപ്പോ നോമ്പിനടക്കം നമ്മൾ ചെയ്യുന്ന എവിടെയുണ്ട്, 5 നേരം തിന്നുന്ന സാധനം 2 നേരം കൊണ്ട് തിന്നിട്ട് അത്ഭുതം കാണിക്കണ പരിപാടിയാണ് നോമ്പ് എന്ന് പറയുന്നത്. അങ്ങനെ ഉണ്ടല്ലോ. ഇനിയിപ്പോ നോമ്പെടുക്കാൻ പോയാൽ എങ്ങനെയായിരിക്കും? കരിച്ചത്, പൊരിച്ചത്, നീണ്ടത്, ഉരുണ്ടത്, വട്ടത്തിലുള്ളത്, മധുരം, പുളി, അതുപോലെ തന്നെ ചെമ്മീൻ നിറച്ചത്, ചിക്കൻ പൊരിച്ചത്, അത് നിറച്ചത്, അങ്ങനെ എമ്മാതിരി തീറ്റയോ. ഇതെല്ലാം കൂടി തിന്നിട്ട് എന്ത് ഇബാദത്തെടുക്കാറ് ഞാനുങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുള്ളത്? ഓതാൻ പറ്റുമോ ശരിക്കും? തലയിലും കണ്ട് സുജൂദിലൊക്കെ പോയാൽ പിന്നെ ഓൻ കണ്ട് വരൂല. നമ്മൾ വിചാരിക്കും തൗബി ഇസ്തിഗ്ഫാറും നടത്തിയിട്ട് കിടക്കായിരിക്കും അവിടെ നിന്ന്. ഓൻ അവിടെ പോയിട്ട് സുജൂദിക്കടെ വീണിട്ട് പിന്നെ പൊന്താൻ കഴിയണ്ടേ? അത്രമാത്രം വയറെ ഇമാമായിട്ടുണ്ട്. പള്ള ഇമാമായി കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യുക? നല്ല ഭക്ഷണം കഴിക്കുക. മിനറലും പ്രോട്ടീനും വൈറ്റമിനും ഒക്കെ കിട്ടുന്ന നല്ല ഭക്ഷണം കുറച്ച് കഴിക്കുക. കൂടുതൽ ഭക്ഷണം ഒരു ഫലമില്ലാത്ത കൂടുതൽ. ഈ ഞാൻ പറഞ്ഞത് ആരോഗ്യശാസ്ത്ര നിയമത്തിൽ ഹൃദയത്തെയും മസ്തിഷ്കത്തെയും ആമാശയത്തെയും ഒക്കെ തകർക്കുന്ന ഈ ഭക്ഷണം. എന്നിട്ട് ഇവരുടെ ഹൃദയം തകരുകയാണ്, മസ്തിഷ്കത്തിന്റെ പ്രവർത്തനങ്ങൾ മന്ദീഭവിക്കുകയാണ്, ആമാശയത്തിന്റെ ദഹന പ്രക്രിയക്കുള്ള ശേഷി നഷ്ടപ്പെടുകയാണ്. അങ്ങനെയാണ് കൂടുതൽ കുഴഞ്ഞു വീഴലുകൾ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ഒരു റിപ്പോർട്ട് ഒരയക്കാനുണ്ട്. നമ്മുടെ മലബാർ മേഖലയിൽ സംഭവിക്കുന്ന ആ മധ്യവയസ്കരും യുവാക്കളുമായ ആളുകൾ കളിക്കളങ്ങളിലും അങ്ങാടിയിലും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും ഒക്കെ ദമോണേ എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് ഭക്ഷണം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ റമദാനില് നമസ്കരിക്കാൻ ഞാൻ പറഞ്ഞത് ആ സമയത്ത് ഭക്ഷണം കഴിച്ച് എന്നിട്ട് എപ്പോഴാണ് കിടന്നുറങ്ങുക? 1 മണിക്ക് 2 മണിക്ക്. ടർഫൊക്കെ അല്ലേ നാട്ടിലൊക്കെ ഉണ്ട് കേട്ടോ. ടർഫ് കളിക്കണം കേട്ടോ. നമ്മള് കൊണ്ട് മുഗ്രാലിനും നല്ല കളിയുടെ ഒരു പക്ഷെ എൻ്റെ മുമ്പാടും ഭയങ്കര കളിയാണ്. ആസിഫ് സഹീർ, പടയ ഷബീർ അലി, അതുപോലെ തന്നെ ഷഫീഖ്, അബ്ദുറഹ്മാൻ, ഭയങ്കര താരങ്ങളൊക്കെ ഉണ്ടായിരുന്നു നല്ല സ്റ്റേറ്റ് ലെവലിലൊക്കെ. ഇപ്പം ആരെയും വല്ലാതെ ഒന്നും കൊടുക്കാൻ കഴിയണില്ല. ഇപ്പം എന്താ സംഭവം എന്ന് വെച്ചാൽ ഒക്കെ ഒന്ന് ട്രൗസറൊക്കെ ഇട്ട് ബൂട്ടൊക്കെ ഇട്ട് കളി തുടങ്ങുമ്പോഴേക്കും ഓന് 2 കളിയൊക്കെ കളിച്ച് ലേശം പൈസ. ഈ സെവൻസിലൊക്കെ പോയാൽ നല്ല കാശ് കിട്ടുപോയി. 2000, 1000, 1500. അത് ഈ സീസണിലൊക്കെ ഭയങ്കരമാണ്. ഇപ്പം ഈ നോമ്പൊന്നുകൊണ്ടാണ്. അല്ലെങ്കിൽ ഏപ്രിലും കൂടി മാർച്ചൊക്കെ അതിൻ്റെ സുവർണ്ണ സമയമാണ്. അതുകൊണ്ട് ഇപ്പം എളുപ്പം തീർക്കുന്നുണ്ട് നമ്മളവിടെയൊക്കെ ഈ ടൂർണമെന്റുകൾ. നമുക്കിഷ്ടം. നമ്മളെ കുട്ടികളൊക്കെ കളിയൊക്കെ പഠിപ്പിക്കണം, നല്ലതാ. കാരണം കായികമായും മാനസികമായും മസിലും മസ്തിഷ്ക ഇതൊക്കെ കരുത്തു നേടാൻ വേറെ കുറേ വൃത്തികേടുന്ന് രക്ഷപ്പെടാനൊക്കെ പറ്റും. നിരന്തരമായി ഇതിനെ പ്രാക്ടീസ് ചെയ്യുമ്പം കുറെ മൊബൈലുമ്പോൾ കളിച്ചിട്ട് കുറെ വേണ്ടാധീനങ്ങൾ ചെയ്തിട്ട് വേറെ അശ്ലീല പ്രവർത്തനങ്ങളൊക്കെ കണ്ടും കേട്ടും ഒക്കെ ഇരിക്കണീന്നൊക്കെ നിരന്തരമായി. ഇപ്പൊ ഈ ആസിഫ് സഹീറൊക്കെ ഉണ്ട്, നമ്മളെ മുമ്പാടുണ്ടായിരുന്നത്. മറ്റേ മലപ്പുറം മറാഡോണ എന്നാണ് അവന് പേരൊക്കെ പറഞ്ഞിരുന്നത്. അവൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വേറെ ആരും ഗ്രൗണ്ടിലില്ലെങ്കിൽ എൻ്റെ വീടിൻ്റെ അടുത്താണ് ഫ്രമാട് ഫണ്ട്സ് ഗ്രൗണ്ട് എന്ന് പറയുന്നത്. ആ ക്ലബ്ബൊക്കെ പോയി, ആ ക്ലബ്ബൊക്കെ വിറ്റു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവൻ കളിക്കാൻ വന്നാൽ ഇവൻ രാവിലെ ഏത് മഴയാണെങ്കിലും തണുപ്പാണെങ്കിലും ഗ്രൗണ്ടിലുണ്ടാവും, പ്രാക്ടീസ് ചെയ്യും നന്നായിട്ട്. അതുകൊണ്ട് തന്നെ അവനെന്തായി കേരളത്തിൽ അറിയപ്പെടുന്ന
ഫുട്ബോൾ കളിക്കാനുള്ള ഒരാളായിട്ട്. എൻ്റെ കൂടെ കളിച്ചവരൊക്കെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ ഓലെന്ത് ചെയ്യും, നമ്മൾ നിസ്കരിക്കാൻ വരുന്ന മാതിരിയാണ്. ചിലപ്പം വരും, ചിലപ്പം വന്ന്, ചിലപ്പം വന്നിട്ടില്ല, ചിലപ്പോൾ കിട്ടിയിട്ടില്ല. അങ്ങനെ പോയിട്ട് ഓൽക്ക് അതും കിട്ടിയില്ല ഇതും കിട്ടിയില്ല. എന്നാൽ പോലെ എവിടെയെങ്കിലും എത്തിയോ. പിന്നെ അവർ സെവൻസ് കളിക്കാൻ പോകും. സെവൻസ് കളിക്കാൻ പോകും, ഒരു ഗ്യാങ് ഉണ്ട്, ഒരു ഗ്രൂപ്പ് ഉണ്ട്. ഓല് നേരം തെറ്റിയും സമയം തെറ്റിയൊക്കെ എല്ലായിടത്തും എത്തും. ഇപ്പാണെങ്കിൽ ഇനിയും വല വീശാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് മയക്കുമരുന്ന് ലോബിയൊക്കെ. എന്നിട്ട് ഇവർ വറക്കാൻ തുടങ്ങുകയാണ്. 4 കളിയൊക്കെ കഴിയുമ്പോൾ ആദ്യം നല്ല 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 എന്താ പറയാ, ഇതൊക്കെ നല്ല ഉറച്ച ഇത്, പിന്നെ ബലൂണ് ചപ്പിയ മാതിരിയുള്ള മസിലും ഇറച്ചിയൊക്കെ ഇട്ട് ഇവനിങ്ങനെ വരുന്ന, പിന്നെ അവനെ കളിക്കാനും വയ്യ, മുഖമൊക്കെ ആകെ കൂടി കായികമായി പ്രാക്ടീസ് ചെയ്യാനൊന്നും കഴിയാതെ രണ്ടും ഒരു 2, 3, 4 കൊല്ലം കൊണ്ട് തന്നെ ഇതൊക്കെ നിങ്ങളെ മൊഗ്രാൽപുത്തൂരിൽ എനിക്കുണ്ട് നല്ല ഗ്രൗണ്ടും നല്ല കളിക്കാരൊക്കെ ഉണ്ട്. നിങ്ങളെ ഇവിടുത്തെ പഞ്ചായത്തിനോടൊക്കെ പറയണം കുട്ടികളൊക്കെ നിരന്തരമായിട്ട് പ്രാക്ടീസ് ചെയ്യുക. നന്നായിട്ട് ഇപ്പം ഭയങ്കരമായ വരുമാനം. ഇപ്പം സൽമാൻ നിസാറൊക്കെ കളിച്ചല്ലേ കാസർഗോഡ്, ആ 1 റൺസിന് സെമി ഫൈനലും 2 റൺസിന് ഫൈനലും കിട്ടി. ക്വാർട്ടർ ഫൈനലിൽ 1 റൺസിനാണ്, 2 റൺസിനാണ് ഇപ്പോൾ രഞ്ജി ട്രോഫിയിൽ അത്ഭുതകരമായി. ഹെൽമെറ്റ് അടക്കം ഭയങ്കര പങ്കുവഹിച്ചു എന്നൊക്കെയാണ് ഇപ്പോൾ പറയുന്നത് രഞ്ജി ട്രോഫിയിൽ. ആ ഹെൽമെറ്റ് KCB സൂക്ഷിക്കാൻ കേരള ക്രിക്കറ്റ് ബോർഡ് ഇത് വെക്കാൻ പോവുകയാണെന്നാണ് പറയുന്നത്. കളിക്കുമ്പോൾ എന്ത് ചെയ്യണം, നന്നായിട്ട് കളിക്കണം. അപ്പം നിങ്ങൾ മയക്കുമരുന്നും കഞ്ചാവും പെണ്ണും സ്വവർഗരതിയും ഒക്കെ പോയാലുണ്ടല്ലോ, കള്ളുഷാപ്പിലും ബീറോ ഒക്കെ കയറാൻ പോയാൽ നിങ്ങൾക്ക് കളിക്കാനും കഴിയില്ല. കളി നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ എന്താണ്, മനോഹരമായിട്ട് കളിക്കണം. നല്ല കളിക്കാരുണ്ട് അവിടെ. നിങ്ങൾ മെസ്സിനെയും റൊണാൾഡോനെയൊക്കെ നോക്കണം. മമ്മൂട്ടി ഒരു സുരേഷ് ഗോപി പറയുന്നുണ്ടല്ലോ, കഴിയൂലട്ടാ, മമ്മൂക്കാനെ പോലെ എനിക്ക് കഴിയൂല. മമ്മൂക്ക തിന്നുന്ന സാധനങ്ങളുടെ ഒരു ലീസ്റ്റ് ഉണ്ട്, അതിൽ പെടാത്ത ഒരു സാധനം വന്നാൽ മമ്മൂക്ക തൊടുക. അതുകൊണ്ട് മമ്മൂക്ക എപ്പോഴും 90 വയസ്സായിക്കണം. എന്നാലും ഇപ്പോൾ 18 വയസ്സുള്ള നായകന്റെ കൂടെ അത് ശരിയാ തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്, അത് വേറെ ചർച്ചയാണ്. പക്ഷേ മൂപ്പർക്ക് അഭിനയത്തിനോട് എന്തെന്നില്ലാത്തൊരു സംഗതി ഉണ്ട്. അതുകൊണ്ട് പുതിയ പരീക്ഷണങ്ങൾ, പുതിയ അഭിനയ പ്രവണതകൾ ഇതൊക്കെ നടത്താൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഭയങ്കര കൺട്രോൾഡാണ്. നടത്തം, ഇരുത്തം, കിടത്തം, ഭക്ഷണം, വ്യായാമം ഒക്കെ. അതുകൊണ്ട് എന്തുണ്ട്, പലരും മോഹൻലാൽ അടക്കം പരാജയപ്പെടും. മോഹൻലാലിന്റെ ഇറങ്ങുന്ന സിനിമയൊക്കെ മൂക്കുത്തി വീഴണം. ഇയാളതൊക്കെ ഏത് ഇറക്കിയാലും ഇതൊക്കെ അടിച്ചു കയറണം. ഇപ്പോൾ ഈ കഴിഞ്ഞ കൊല്ലമൊക്കെ ഏറ്റവും കൂടുതൽ തിളങ്ങിയത് മൂപ്പരുടെ സിനിമകളാണെന്നാണ് പറയുന്നത്. കാരണം അതിന് എന്താ പറയാ, പാഷൻ, അതിന് കൊടുക്കുന്നൊരു സമർപ്പണമുണ്ട്. അത് കൊടുത്തു കഴിഞ്ഞാൽ എന്തുണ്ടാവും, ഒന്നിന് നമ്മൾ സമർപ്പിച്ചു കഴിഞ്ഞാൽ. ഇപ്പം നമ്മളെ കുട്ടികളൊക്കെ നമ്മൾ കരാട്ടെ, കുങ്ഫു, ഫുട്ബോള്, കായിക മത്സരങ്ങൾ ഇതിലൊക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം എന്താണെന്ന് പറയുന്നത്, നല്ല ഫിസിക്കൽ ഫിറ്റ്നസ് ഉണ്ടാകും, മാനസികമായ ഫിറ്റ്നസ് ഉണ്ടാകും. പക്ഷേ പ്രൊഫസറും കുപ്പായൊക്കെ ഇട്ട് 2 ദിവസം കൊണ്ട് ലേശം പൈസയൊക്കെ കീശയിൽ വരുമ്പോഴേക്ക് പിന്നെ ഗ്യാങ്ങായി, സംഘമായി, പിന്നെ സമയവും കാലമൊക്കെ തെറ്റിയിട്ട് ഈ രീതിയിലൊക്കെ പോകാൻ തുടങ്ങി. എന്നിട്ട് കയറി ഇറങ്ങി നിരങ്ങി അവസാനം നമ്മൾ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഫുട്ബോൾ താരങ്ങളൊക്കെ അതിൻ്റെ ചരിത്രത്തിലൊക്കെ നമ്മൾ പോകണില്ല. പഴയ ഫുട്ബോൾ കളിക്കാരിലൊക്കെ മറ്റേ ഗാരിൻസ എന്നൊക്കെ പറഞ്ഞിട്ട് ബ്രസീലിൻ്റെ ഒക്കെ പെലയുടെ ഒക്കെ ടീമിലുണ്ടായിരുന്നു. കുടിച്ച് കൂത്താടി അവസാനം തകർന്ന് തരിപ്പണമായി. ലോക നക്ഷത്രമായിരുന്നു മറഡോണ. അവസാനം ഒരു സെമി ഫൈനലിൽ വെച്ചിട്ട് മയക്കുമരുന്ന് ഉപയോഗിച്ചതിന് പുറത്തിയാടേണ്ടി വന്നു മറഡോണനെ. ഏറ്റവും മികച്ച കളിക്കാരിൽ ഒരാൾ. ആളുകളെ തകർക്കാൻ, വ്യക്തികളെയും സംഘങ്ങളെയൊക്കെ. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ പ്രത്യേകിച്ച് നിങ്ങൾ സൂക്ഷിക്കണം. മലബാറിൽ കാസർഗോഡ് മുതൽ പാലക്കാട് വരെ, പാലക്കാട് മുതൽ തിരുവനന്തപുരം വരെ എല്ലായിടത്തും MDM ആണ്. ആൺകുട്ടിയും പെൺകുട്ടിയും ഒക്കെ ആടിയിട്ടും പാടിയിട്ടും തൊട്ടിട്ടും ചാടിയിട്ടും മറിഞ്ഞിട്ടും ഒക്കെ ആയിട്ട് മയക്കുമരുന്നിന്റെ വമ്പിച്ച ഉപഭോഗം. പാപ്പാക്കും ഉമ്മാക്കും ഒന്നും മനസ്സിലാവില്ല. ഞാനിപ്പോൾ മിനിഞ്ഞാന്നൊരു സ്ഥലത്തൊരു പരിപാടിക്ക് വരുന്നു. അപ്പോൾ അവിടുത്തെ ഇതേപോലെ യാത്ര അയക്കാൻ വന്ന സുഹൃത്തുക്കൾ പറഞ്ഞ് മിനിഞ്ഞാന്ന് ഞങ്ങളൊരു കേസ് പിടിച്ച് ഒരു ചങ്ങായി ബൈക്ക് ആക്കാൻ വന്നിരിക്കണം. ബൈക്ക് ആക്കാം. അപ്പോൾ CCTV ക്യാമറകളുണ്ട്. അതിൻ്റെ കണ്ട് ഒരു ചക്കര 17-18 വയസ്സുള്ളതാണ് ബൈക്ക് എടുക്കാൻ വരുന്നത്. അപ്പോൾ ഇവരെ ഇറങ്ങി ആൾക്കാരൊക്കെ വിളിച്ച് ഇവരെ തടഞ്ഞപ്പോൾ ഇവൻ പറയണമെന്ന് പറയാം, എന്നെ തൊട്ടാ വിവരം അറിയും, പോക്സോക്ക് കേസ് കൊടുക്കും ഞാൻ. നിങ്ങൾ പോക്സോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ലേ, ഈ ചെറിയ കുട്ടികളെ ഇതിന് വേണ്ടാത്ത കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുന്നതിനാണ് പോക്സോ. അതാണ്ട് പിടിച്ചാണ്ടല്ലോ. ഇവൻ ഇങ്ങോട്ട് വരട്ടെ, കക്കാൻ വന്ന ഇവൻ പറയാണ്, എൻ്റെ മേലെങ്ങാനും നിങ്ങൾ കൈ തൊട്ടാല് പോക്സോക്ക് ഞാൻ കേസ് കൊടുക്കും. അതുകൊണ്ട് എന്നെ തൊടാങ്ങൾ നിൽക്കണം. ഒരു 16-17 വയസ്സുള്ള കുട്ടി അധ്യാപകനോട് പ്രിൻസിപ്പാള് അത് ചാനലിലൊക്കെ വന്നു, എൻ്റെ മൊബൈല് തന്നിട്ടില്ലെങ്കിൽ റോട്ടിലിറങ്ങിയ വെട്ടു ഞാൻ, എനിക്ക് യാതൊരു കൂസലുമില്ല. +2 പഠിക്കണ വിദ്യാർത്ഥി ഉസ്താദിനോട്, ഷെയ്ഖിനോട്, മൗലാനയോട്, പ്രൊഫസറോട്, പ്രിൻസിപ്പാളോട്, അതൊക്കെയുള്ള ഈ പറയുന്ന സാധനം. 12, 16, 17 വയസ്സുള്ള കുട്ടി. അപ്പോൾ എൻ്റെ ഫോണിന് ദുരൂഹത ഉണ്ട്. ഫോണിൻ്റെ വിശുദ്ധിയൊന്നും ഞാൻ അപ്പം അതിലേക്ക് കടന്നു പോകണില്ല. അതിലേക്കാണ് കയറിയാൽ പിന്നെ തറാവിയും തഹജ്ജുദും ഇത്തികാഫും ഒക്കെ ഫോണിലാണ് നടക്കുക. നമ്മൾ ഇരുന്നാൽ പിന്നെ ആണല്ലേ ഞങ്ങൾ എവിടേക്കാണ് പോണത് നമ്മളറിയില്ല, എവിടെയാണ് ലാൻഡ് ചെയ്യാൻ നമുക്ക് പറയാൻ കഴിയില്ല. അശ്ലീലതയും അനാശാസ്യതയും സംഘടനാ തർക്കങ്ങളും മതരാഷ്ട്രീയ തർക്കങ്ങളും അതുപോലെ ആ വഷള് കേസ് 99%
നല്ലതിനൊക്കെ ഉപയോഗിക്കട്ടോ. ഖുർആനൊക്കെ അതിൽ ഫീഡ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ബസ്സിൽ പോകുമ്പോതാ, നിങ്ങൾക്ക് വെറുതെ ഇരിക്കുമ്പോതാ, ഒറ്റയ്ക്കിരിക്കുമ്പോതാ മികച്ച സഹകാരിയാണ്. പക്ഷേ 90% ആളുകളും സാവറ വൃത്തികേടുകൾ, മയക്കുമരുന്ന് സുലഭമായിട്ടുണ്ട്. വാപ്പാരും ഉമ്മാരും ഒക്കെ നന്നായിട്ട് സൂക്ഷിച്ചാലല്ലാതെ. വിരിഞ്ഞാന്നപ്പോൾ ഞാനൊരു റീൽസ് കണ്ടു. ഒരു പത്രപ്രവർത്തകൻ 12 മിനിറ്റുള്ള റീൽസാണ്. കൊച്ചിയിൽ നടക്കുന്ന അശ്ലീലതകൾ, ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ കഞ്ചാവ് അടിച്ചിട്ടും, കഞ്ചാവൊന്നുമല്ല, നമ്മൾ അതിനേക്കാളൊക്കെ വില കൂടിയ മാസ്മരികമായ സാധനങ്ങൾ, ഉടുതുണിയൊന്നുമില്ലാതെ പെൺകുട്ടി 6 മണിക്ക് രാവിലെ 6 മണിക്ക് അന്തിപ്പാതരാക്ക് വന്നതാ. നമ്മളെ കുട്ടി, ആൺകുട്ടിയും പെൺകുട്ടിയൊക്കെ ആരൊപ്പൊക്കെയാണ് പോണത്? ആരാണ് ഇവളുടെ കൂട്ടുകാരൻ, കൂട്ടുകാരി? കയറുന്നതും പോകുന്നതും വരുന്നതും ഒന്നും നോക്കാനാവില്ല. ഇത് മംഗലാപുരത്തുണ്ട്, ബാംഗ്ലൂരുണ്ട്, മൈസൂരുണ്ട്, പുറത്തൊക്കെ കിടക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾ ഗൗരവത്തിൽ പ്രാർത്ഥിച്ചോളൂ നല്ലോണം കേട്ടോ. അള്ളാനോട് പറഞ്ഞു, നിങ്ങൾ അങ്ങോട്ട് വിട്ടിട്ട് നന്നായി വരുന്ന ഒരു തീരുമാനം വെക്കണ്ട. റബ്ബനാ ഹബലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുൻ. അല്ലാഹുവേ, ഞങ്ങളുടെ ഇണകളിൽ നിന്നും കുട്ടികളിൽ നിന്നും ഞങ്ങളുടെ കണ്ണിന് കുളിർമ നൽകുന്ന കാഴ്ചകൾ നൽകി നീ ഞങ്ങളെ സന്തോഷിപ്പിക്കണം എന്ന് പ്രാർത്ഥിക്കേണ്ട ആളുകളാണ് നിങ്ങൾ. അത് നിങ്ങൾ പ്രാർത്ഥിക്കലുണ്ടോ അള്ളാനോട്? കുട്ടികൾ വഴിവിടുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യല്? കൗൺസിലർ എടുത്ത്. കൗൺസിലർ ആരാ? ഇതിനേക്കാൾ നശിച്ചവനായിരിക്കുവാണ്. ഓൻ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രം കൗൺസിലറായിട്ട് ഇരിക്കുകയും അതിന് 2000, 3000, 5000 ഒക്കെ വേറെ ഫീസ് കൊടുക്കണം. എന്നിട്ട് അവിടെ ചെന്നിട്ട് പരാതി പറയാൻ, ഓൻ്റെ പരാതി ഓന് വേറെ സ്ഥലത്ത് പോയിട്ട് പറയും. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ കൗൺസിലിംഗ് എന്ന് പറയുന്നത്. അതിന് പകരം നിങ്ങൾ എന്ത് ചെയ്യണം? അള്ളാൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യ്. അടച്ചോൻ എൻ്റെ കുട്ടിയാണത്, എൻ്റെ ഇസ്മായിലാണത്, എൻ്റെ ഹസനും ഹുസൈനുമാണത്, എൻ്റെ ഇബ്രാഹിമാണിത്, എൻ്റെ കുട്ടികളെ രക്ഷിക്കണം. കുടുങ്ങിയിട്ടുണ്ടോള്, അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. അതാണ് ഈ റബ്ബന അല്ല പറഞ്ഞതാ സൂറത്തുൽ ഫുർഖാനിൽ, വഇബാദുർ റഹ്മാനില്ലദീന യംശൂന. അള്ളാന്റെ അടിമകൾ ക്യാപിറ്റലിസത്തിന്റെയും ലിബറലിസത്തിന്റെയും കമ്മ്യൂണിസത്തിന്റെയും ഒക്കെ അടിമകളായി എല്ലാ വൃത്തികേടും ചെയ്ത് തകർന്ന് തരിപ്പണമാകുന്നതിന് പകരം അള്ളാന്റെ അടിമകളാകണം. വഇബാദുർ റഹ്മാനില്ലദീ യംശൂന അലൽ അർളി ഹൗന. വിനയത്തോടെയും താഴ്മയോടെയും മൂല്യങ്ങളോടെയും സംസ്കാരത്തോടെയും സൽസ്വഭാവത്തോടെയും സഞ്ചരിക്കുന്ന അള്ളാഹുവിന്റെ വിനീതന്മാരായ അടിമകൾ. ആ അടിമകളുടെ ഗുണം പറഞ്ഞിട്ട് ഖുർആൻ പറഞ്ഞു, അവർ പ്രാർത്ഥിക്കും. എൻ്റെ ഇടകളിൽ നിന്നും നിങ്ങളെ പുതിയാപ്പിളക്കോ പുതിയെണ്ണക്കോ കുഴപ്പമുണ്ടായി, എൻ്റെ പെണ്ണിന് കുഴപ്പമുണ്ടെങ്കിൽ ഞാൻ ചെയ്യേണ്ട പണി എന്താ? ഓളെ കുറ്റം പറഞ്ഞ് പിന്നെ കൗൺസിലെടുത്ത് കൊണ്ടുപോയി അങ്ങോട്ട് പോയല്ല. പഠിച്ചോൻ എൻ്റെ പെണ്ണാണ് ഇവിടെ, ഞാനും ഓളും തമ്മിൽ പിണങ്ങിയാൽ തീർന്നു ജീവിതത്തിൻ്റെ രസം. കരുണാവാരി അള്ളാഹുവേ, എന്നെ സന്തോഷിപ്പിക്കണ കാഴ്ചകൾ നൽകി അവളെ ഇനിയൊക്കെ അനുഗ്രഹിക്കണം. അള്ളാഹിനോട് രണ്ടിട്ട് കണ്ണീരെ കൊലിപ്പിച്ചിട്ട് നിങ്ങൾ പറയും, നിങ്ങളെ പുതിയാപ്പിളാരെ അടുത്തുനിന്ന് പറ്റാത്ത ഒരു സംഗതി കണ്ടു, എന്താ ചെയ്യേണ്ടത്? കുറച്ചേരം സമയം എടുത്തിട്ട് അള്ളാഹിനോടൊന്ന് പറയും, അള്ളാഹു എൻ്റെ ഇണയാണത്, എൻ്റെ കുട്ടികളെ വാപ്പയാണത്, ഞങ്ങൾ ജീവിതത്തിൽ 15-20 കൊല്ലമായി ഒരുമിച്ചാണ് ഞങ്ങൾ ജീവിക്കണത്, ഞങ്ങളെ മാനം കെടുത്തല്ലേ, എൻ്റെ പുതിയാപ്പിളനിൽ നിന്ന് എനിക്ക് കണ്ണിന് കുളിർന്നു. ഇത് പ്രാർത്ഥിക്കാനൊന്നും എനിക്കും നിങ്ങൾക്ക് അതിന് വരണ്ടേ പള്ളിക്ക്, പോണ്ടേ പള്ളിക്ക് നിസ്കരിക്കാൻ. അതുകൊണ്ട് ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കുക. പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ ഇശ വരെ കിട്ടൂല, വൈകി 1 മണിക്കൊക്കെ കിടന്നുറങ്ങുക. ഏറ്റവും നേരത്തെ ഉറങ്ങണം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സുന്നത്ത്. അറിയോ നിങ്ങൾ? പിന്നെ വർത്താനം പറഞ്ഞിരിക്കേണ്ട കുടുംബങ്ങളോട് കൂടിയാണ്, അവനാൻ്റെ പെണ്ണുങ്ങളെ കൂടെ, അവനാൻ്റെ ഉമ്മാൻ്റെ കൂടെ, അവനാൻ്റെ മക്കളുടെ കൂടെയൊക്കെ ഇശാസ്കരിച്ചിട്ട് കുറച്ചു നേരം വേണമെങ്കിൽ വർത്താനം പറയാം. കാരണം വേറെ നേരം കിട്ടണില്ലല്ലോ. ഇത് അതിന് പകരം കുറേ നേരം മൊബൈലിൽ, കുറേ അങ്ങാടിയിൽ വട്ടം കറങ്ങി തിരിഞ്ഞ് മറിഞ്ഞ്, എന്നിട്ട് 11 മണിക്കും 12 മണിക്കും 1 മണിക്കും റസൂല് പറയണം, ഇശ കഴിഞ്ഞാൽ നിങ്ങൾ വളരെ പെട്ടെന്ന് കിടന്നുറങ്ങണം, എന്നിട്ട് നേരത്തെ എണീക്കുക. കിടത്ത എത്ര നേരത്തെ ആക്കുക, എണീക്കൽ എത്ര നേരത്തെ ആക്കുക. നമ്മളോ ഏറ്റവും വൈകി കിടക്കും, ഏറ്റവും വൈകി എണീക്കും. അപ്പം നമ്മൾ എണീക്കൂല എന്നുള്ളതൊക്കെ ബോധ്യമുള്ളതുകൊണ്ടാണ് അത്താഴം പറഞ്ഞത്. ഭക്ഷണം നമ്മൾ എണീക്കും, നിസ്കരിക്കാൻ പറഞ്ഞ് എണീക്കൂല. അതുകൊണ്ടാണ് നോമ്പിന് അള്ളാഹ് നിർബന്ധിതമായിട്ട് അങ്ങനെ ഒരു ഫംഗ്ഷൻ അവിടെ ചെയ്തേ. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പോഴും കിടന്നുറങ്ങും. അള്ളാഹ് പറഞ്ഞതാ ഭക്ഷണം കഴിക്കാൻ എണീക്കണം കേട്ടോ. ഇന്ന സഹൂറ ബറക്കത്തുൻ, അതിൽ അനുഗ്രഹമുണ്ട്. നിങ്ങൾ സുബൈക്ക് എണീച്ചാ സുബൈന്റെ മുമ്പ് സുബൈസ്കരിക്കാൻ എണീക്കാൻ പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ എണീക്കൂല, ഭക്ഷണം കഴിക്കാൻ. അതുകൊണ്ട് ഇപ്പം എല്ലാ വീട്ടിലും എണീക്കും സുബൈക്ക്. എന്നിട്ട് നമ്മൾ പള്ളിയിൽ വരും. നമുക്ക് നമസ്കരിക്കാൻ സൗകര്യം കിട്ടുന്ന ഏറ്റവും നല്ല നമസ്കാരമാണ് സുബഹി. ആ നമസ്കാരം ലഭിക്കാത്തിടത്ത് ഇന്നുണ്ട്. മൂടി യോഗി 168 കൊല്ലം മുമ്പുള്ള പള്ളി തകർത്തിരിക്കുന്നു. JCBകൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഏത് പള്ളിക്കും വരും. സുരേഷ് ഗോപിയൊക്കെ പറയുന്നുണ്ട്, ആദിത്യനാഥിന്റെ ഭരണം വരണം ഇവിടെ, യോഗിയുടെ ഭരണം വരണം. എവിടെ? കേരളത്തിൽ വന്നാൽ മുഗലാലിലെ ഈ പള്ളിയും റോഡിന്റെ അപ്പുറത്തുള്ള മറ്റേ പള്ളിയും സുന്നി മുജാഹിദ് തബ്ലീഗ് EKAP ഒന്നും ഓൽക്ക് ബാധകമല്ല. പള്ളികൾ ബുൾഡോസറുകൾ ഉപയോഗിച്ച് നശിപ്പിക്കാൻ തീരുമാനിച്ചവർ, അത് നശിപ്പിക്കപ്പെടാതിരിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട പണി എന്താ? ഉള്ള പള്ളിയിൽ മനോഹരമായി നമസ്കരിക്കുക. സുബഹി നമസ്കാരത്തിന് നിങ്ങൾ മുഗറാലിൽ മുസ്ലിങ്ങളാണ് ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് അല്ലേ? ഈ മുസ്ലിം സാമൂഹിക ജീവിതം നേരത്തെ പറഞ്ഞിരുന്നത്, അതിന്റെ ഭംഗി എന്താ?
സുബഹി നമസ്കാരത്തിന് പള്ളിയിൽ ഇഷ്ടം പോലെ ആളുകൾ. അതാണ് ഈ നാടിൻ്റെ പുരോഗതി. അവിടെ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ സുന്നി ഉഷാറാണ്, മുജാഹിദ് ഉഷാറാണ്, ജമാഅത്ത് ഇസ്ലാമി ഉഷാറാണ്, മുസ്ലിങ്ങൾ ഭയങ്കര സംഭവമാണ്, ഒരു ഗതിയില്ല. പള്ളി അലങ്കാരമുള്ളതാണെങ്കിലും പള്ളി വളരെ മനോഹരമാണെങ്കിലും എല്ലാമാണെങ്കിലും നിങ്ങളെ വയതും ഖുതുബയും പ്രസംഗവും പ്രവർത്തനവും ഒക്കെ ഭയങ്കരമാണെങ്കിലും സുബഹിക്ക് പള്ളിയിൽ നോക്കുമ്പോൾ വിരലിലെണ്ണാവുന്ന കാരണവന്മാരും പിന്നെ വരുന്ന അല്ലറ ചില്ലറക്കാരുമൊക്കെ ആണെങ്കിൽ അത് വിജയത്തിൻ്റെ ലക്ഷണമല്ല. അതുകൊണ്ട് നമസ്കാരം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. സുബഹി നമസ്കാരത്തെ പ്രത്യേകിച്ചും എൻ്റെ ഉമ്മാരും പങ്ങന്മാരും ഒക്കെ നന്നായിട്ട് ശ്രമിക്കുക. ഭർത്താക്കന്മാരെ പറഞ്ഞയക്കുക, വാപ്പാനെ പറഞ്ഞയക്കുക, മക്കളെ പറഞ്ഞയക്കുക. നിങ്ങൾക്കും പറ്റുവാണെങ്കിൽ പോവാം, അല്ലെങ്കിൽ വീട്ടിൽ ആദ്യത്തെ സമയത്ത് നമസ്കരിക്കുക. ബാങ്ക് കൊടുത്ത ഉടനെ കുട്ടികളെയും മക്കളെയും പേരക്കുട്ടികളെയും ഒക്കെ ചേർത്ത് വെച്ചിട്ട് നമസ്കരിക്കുന്ന സംവിധാനങ്ങൾ നമ്മുടെ വീട്ടിലും നാട്ടിലും കുടുംബത്തിലും ഒക്കെ ഉണ്ടാവണം. ഞാൻ അവസാനിപ്പിക്കുകയാണ് ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട്. നിങ്ങൾക്കൊക്കെ ഇനി റമദാൻ വരാൻ പോകണം. സന്തോഷകരമായ സമയമാണ് റമദാൻ എന്ന് പറയുന്നത്. റമദാനിൻ്റെ ഏറ്റവും വലിയ സവിശേഷത, റമദാൻ എന്ന് അറബിയിൽ പറഞ്ഞാൽ നനക്കുക ഉണക്കുക എന്നാണ്. നനക്കുക ഉണക്കുക. ആദ്യം നന്നായിട്ട് കഴുകുക, എന്നിട്ട് അതിനെ ഉണക്കാൻ വെച്ച് കൊടുക്കുക. അപ്പോൾ എന്താവും? അഴുക്കും മാലിന്യമൊക്കെ പോയി അത് നല്ല ഉണങ്ങി ഫ്രഷായി നമുക്ക് കിട്ടും. രണ്ടർത്ഥം ഉള്ള പദമാണ് അറബിയിൽ റമദാൻ എന്ന് പറയുന്നത്. പഴയ കാലത്ത് മുറിവൊക്കെ ആയ നമ്മളെന്താ ചെയ്യുക? ഡോക്ടറെ അടുത്ത് കൊണ്ടായാലും നന്നായിട്ട് വെള്ളമൊഴിച്ച് ചുടുവെള്ളം ഒഴിച്ച് അതിനുണ്ട് കഴുകും. എന്നിട്ട് പിടിച്ച് കെട്ടിയിട്ട് പറയും ഇനി നനക്കരുത്, ഉണക്കണം എന്ന് പറയും. ഇനി വെള്ളം നനക്കരുത് എന്ന് പറയും. ഓപ്പറേഷനൊക്കെ ചെയ്താൽ ആദ്യം അവിടെയൊക്കെ നല്ലോണം തുടച്ച് ശരിയാക്കി നല്ല മരുന്നൊക്കെ ഇട്ടിട്ട് കെട്ടിയിട്ട് പറയും ഇനി ഉണക്കാൻ വെക്കണം എന്ന് പറയും. റമദാൻ എന്നുള്ള അറബി പാക്കൽ ഇത് രണ്ടും ഉണ്ട്, നനക്കലും ഉണക്കലും. ഉണങ്ങിക്കഴിഞ്ഞാൽ ചിലത് ഉണങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? തൊടാൻ പറ്റൂല അതിൻ്റെ അടുത്തേക്ക്. അതിങ്ങനെ ഇങ്ങനെ ഉറച്ച് കിടക്കേക്കാരം. അപ്പം അതിനൊന്നും നനച്ചാൽ അതെന്താവും? അതൊന്നും മീനസുള്ളതാവും. നമ്മുടെ മനസ്സ് പാറ പോലെ ഉറച്ചിട്ടുണ്ടാവും. തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ചെയ്തിട്ട് എല്ലാ വിഷസർപ്പങ്ങളും ശൈത്താനും ഇവിടെയാണല്ലോ. നമ്മളൊക്കെ അങ്ങോട്ടാ ചൂണ്ടുക, പക്ഷെ 3 പേരിലും ഇങ്ങോട്ട് ചൂണ്ടുന്നുണ്ട് നമ്മളെ നെഞ്ചത്തേക്ക്. ഇബ്ലീസ് അവിടെയാണ്, അപ്പുറത്താണ്, മറ്റോനാണ്, വാപ്പാൻ്റെ അടുത്താണ്, ഉമ്മാൻ്റെ അടുത്താണ്, ഏട്ടനാണ്, അനിയനെയാണ്, പാർട്ടിയിലാണ്, സംഘടനയിലാണ്. എല്ലാവരും ഇബ്ലീസിനെ നമ്മൾ കാണും, പക്ഷെ നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ഇബ്ലീസിനെ അതുകൊണ്ട് ചൂണ്ടുമ്പോൾ 3 പേരിൽ ഇവിടെ വൃത്തിയാവണം. ഹൃദയത്തെ നനച്ച് തുടച്ച് ഉണക്കിയെടുത്ത് എല്ലാ വിഷസർപ്പങ്ങളെയും പടിയടച്ച് വലിച്ച് പിടിച്ച് പറിച്ച് പുറത്ത് കൊണ്ടുവന്ന് വെച്ചിട്ട് ഹൃദയത്തെ ശുദ്ധീകരിക്കുന്ന, ഹൃദയത്തെ നനയ്ക്കുന്ന, ഹൃദയത്തെ ഉണക്കിയെടുക്കുന്ന എല്ലാ വൈറസുകളെയും ബാക്ടീരിയകളെയും, അസൂയ, പക, വിദ്വേഷം, ചതി, വഞ്ചന, പലിശ, കള്ളുകച്ചവടം, കൈക്കൂലി, കഴിമതി എല്ലാം ഒക്കെ ഉണ്ടാവും. നേരത്തെ ഒക്കെ പറഞ്ഞതാ, പാപ്പാനോടും ഉമ്മാനോടും ഒക്കെ ഷണ്ടയില്ലേ, പെണ്ണുങ്ങളെ ഓളെ പെരയെ കൊണ്ടാക്കിയിട്ടുണ്ട്. മക്കളൊക്കെ എന്തൊക്കെ എങ്ങനെയൊക്കെ ആയിട്ട് ഇതൊന്നും നോക്കണില്ല. എന്നിട്ട് നോമ്പിന് പള്ളിക്ക് സംഭാവന, മദ്രസക്ക് സംഭാവന, ഓൻ തറാവീഹ്, തഹജ്ജുദ് എവിടെയും കൊള്ളില്ല. എല്ലാം ശരിയാക്കുക. വീട് വൃത്തിയാക്കുമ്പം ഒരു ഭാഗത്ത് മാത്രം മാലിന്യം ഉണ്ടെങ്കിൽ ബാക്കി എവിടെ സ്പ്രേ അടിച്ചിട്ടും കാര്യമില്ല. ആ മാലിന്യം സ്പ്രേ പോയി കഴിഞ്ഞ ഉടനെന്താവും? ആ മാലിന്യത്തിൻ്റെ വടം ഉണ്ടാവും. അപ്പം എന്ത് ചെയ്യണം? എല്ലാ കുഴികളും എല്ലാ ആഴങ്ങളിലും ദുർഗന്ധം കെട്ടി നിൽക്കുന്ന മാലിന്യങ്ങളെ ഓപ്പറേഷൻ ഈ എന്താണ് ഇതിനുണ്ട് ഈ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഇങ്ങനെ കുത്തി ചൂന്നെടുക്കുന്ന ഒരു സാധനമുണ്ട്. അതിനും അല്ല, അത് വേറെ സാധനം. ഈ നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലൊക്കെ ഉള്ള പഴുപ്പിനും അതിലെ ചെലവും ചോരയൊക്കെ നമ്മൾ എന്ത് ചെയ്യും? കുറച്ച് വേദന സഹിച്ചിട്ടാണെങ്കിലും ഇങ്ങോട്ട് എടുക്കേണ്ടി വരും. ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് എല്ലാ മാലിന്യങ്ങളെയും നമ്മൾ പുറത്ത് ചാടിക്കുക. അതിനാണ് റമദാൻ. അങ്ങനെ റമദാൻ വന്നാൽ ഞാനും നിങ്ങളും അള്ളയും തമ്മിലൊരു ബന്ധം ഉണ്ടാവും. അള്ളാൻ്റെ അടുത്തേക്ക് അടുക്കാൻ ഇതിനേക്കാൾ നല്ലൊരു സമയമല്ല. നമ്മുടെ ആയുസ്സിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും അവിസ്മരണീയമായ സമയമാണ് റമദാൻ എന്ന് പറയുന്നത്. പിന്നെ ഹജ്ജിൻ്റെ സമയങ്ങളാണ്, അത് പോകുന്നവർക്കാണ് കിട്ടുക. നമുക്കത്ര നമ്മളെ സ്ഥലവും സമയവും ഒക്കെ ഒത്താലാണ് ഹജ്ജ് ഏറ്റവും മനോഹരമാവുക. റമദാൻ അള്ളാഹു അനുഗ്രഹങ്ങൾ കൊണ്ട് നടക്കുന്ന കാലമാണ്. റമദാനിലെ ഹീറോ റമദാനാണ്, ഖുർആനാണ്. റമദാനിലെ പുതിയാപ്പിള, പുതുവെണ്ണ് ഖുർആനാണ്. ആ ഖുർആനിനെ എടുത്ത് കയ്യിലും കണ്ണിലും കരളിലും ഒക്കെ ഖുർആനിനെ നിറച്ച് ഖുർആൻ അനുസരിച്ച് വേണ്ടി ജീവിക്കുന്നതിന് ഞാൻ സന്നദ്ധനാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ധാരാളം നമസ്കാരങ്ങൾ, ധാരാളം പ്രാർത്ഥനകൾ, ധാരാളം തസ്ബീഹുകൾ, തഹ്ലീലുകൾ, തദ്കീറകൾ, ഏറ്റവും പ്രത്യേകിച്ച് ഇസ്തിഗ്ഫാറും തൗബയും ഒക്കെ നിർവഹിച്ചുകൊണ്ട് അള്ളാഹുവിനോട് കണ്ണിലെണ്ണയൊഴിച്ച് പ്രാർത്ഥിച്ച് കണ്ണുനീരിങ്ങനെ കുടുകുടോ ചാടണം. ശരിക്ക് നിങ്ങൾക്ക് രക്തസാക്ഷിയുടെ രക്തവും അള്ളാഹുവിനെ ഓർത്ത് കരഞ്ഞവന്റെ കണ്ണുനീരും നരകത്തിൽ പോവില്ല എന്നാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. റജുലൻ സക്കറല്ലാഹു ഖാലിയൻ വഫാദത്ത് ഐനാഹു. ഒരാളിങ്ങനെ ഇരിക്കുകയാണ്, ഒരാണും പെണ്ണും ഒക്കെ ഒറ്റയ്ക്ക് ഇരുന്ന്.
അള്ളാഹിനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചപ്പോൾ എൻ്റെ കണ്ണിലേക്ക് വെള്ളം നിറഞ്ഞു, വളരെ സങ്കടങ്ങൾ വരാൻ തുടങ്ങി. അങ്ങനെ കണ്ണ് നിറഞ്ഞ് പ്രാർത്ഥിച്ച് ആ കണ്ണ് നരകത്തിൽ പോകില്ല. നമുക്കെന്തെങ്കിലും ചിലവുണ്ടോ കരയാൻ? നിങ്ങൾ പലതിനും കരയിലില്ലേ? ആണുങ്ങൾക്കൊന്നും പ്രത്യേകിച്ചും, പെണ്ണുങ്ങൾക്ക് പിന്നെയും കുറേയൊക്കെ കരഞ്ഞിട്ട് റിലാക്സ് ആകാം. നമ്മളെങ്ങനെയാണ് കരയാ? നമുക്ക് കരയാനുള്ള സന്ദർഭമാണ് പ്രാർത്ഥനകൾ, നമ്മുടെ സുജൂദുകൾ, നമ്മളുടെ തറാവിഹുകൾ, നമ്മുടെ തഹജ്ജുദുകൾ. അള്ളാഹുവിൻ്റെ മുന്നിൽ എല്ലാ ഭാരങ്ങളും ഇറക്കി വെച്ച്, അള്ളാഹുവേ പറ്റിയിട്ടുണ്ട്, പതറിയിട്ടുണ്ട്, വീണിട്ടുണ്ട്, ഞാനാകെ തകർന്നിട്ടുണ്ട്, എന്നോട് പൊറുക്കണം, എന്നെ അനുഗ്രഹിക്കണം, എല്ലാ വിഷയങ്ങളും പറയാൻ. അള്ളാഹിൻ്റെ മുമ്പിൽ കരയണീന് എന്താ നാണക്കേട്? എന്തെങ്കിലും ഉണ്ടോ? ഈ മൂസാ നബിയുടെ ചരിത്രം പറയുന്നിടത്ത് രസകരമായ സംഗതി പറയുന്നുണ്ട്. ഈ മഴയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നടക്കുകയാണ്. അപ്പോൾ മൂസാ നബി എല്ലാവരും മൈതാനത്തേക്ക് വിളിച്ചു എന്നാണ്. ഇസ്രായേലിയത്താന്നൊക്കെ പറയേണ്ട ആ സംഭവം, എങ്കിൽ പോലും ആ കഥയിലൊരു രസമുണ്ട്. അതുകൊണ്ട് മാത്രം ഞാനത് പറയുന്നത്. അവിടെ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആൾക്കാരെയൊക്കെ വിളിച്ച് പ്രാർത്ഥന നടത്തുകയാണ്. അപ്പോൾ എങ്ങനെ പ്രാർത്ഥിച്ചിട്ട് മഴ പെയ്യണില്ല. അവസാനം ഒരു മലക്ക് വന്നിട്ട് മൂസാ നബിനോട് പറഞ്ഞ്, ഈ കൂട്ടത്തിൽ വളരെ വൃത്തിയിട്ട ഒരുത്തനുണ്ട്, ഓൻ ഉള്ളത് കൊണ്ടാണ് നിങ്ങളെന്നും പ്രാർത്ഥന എവിടെയും കൊള്ളാത്തത്. അതുകൊണ്ട് ഓന് പുറത്തു പോയാൽ എന്ത് ചെയ്യുള്ളൂ? മഴ ഇവിടെ പെയ്യുള്ളൂ. അതിൽ അവസാനം മൂസാ നബി അനൗൺസ് ചെയ്തു, ഇതാ ഇവിടെ നമ്മളെ കൂട്ടത്തിൽ അള്ളാഹുവിനോട് തെറ്റും കുറ്റവും ഏറ്റുപറയാത്തൊരു തമ്മാടി ഇവിടെ ഇരിക്കുന്നുണ്ട്. ഓന് ഇവിടുന്ന് എണീച്ചു പോയാൽ നമുക്ക് അനുഗ്രഹം കിട്ടുന്നു. ആരെങ്കിലും എണീച്ചു പോകും? നമ്മളിപ്പോൾ ഇവിടുന്ന് പ്രസംഗിക്കുമ്പോൾ പള്ളിയിൽ നിന്ന് കത്തീവ് പറയണം, ഇവിടുത്തെ വൃത്തിയായിട്ട് ഇരിക്കേണ്ട, ഓനൊന്ന് എണീച്ച് പോകണം. അപ്പോൾ പിന്നെ എല്ലാവരും മൊബൈലിലും ഓനെടുക്കും, ഇതാ ഓട് വരെയെന്ന് പറഞ്ഞിട്ട്. പിന്നെ അവൻ്റെ കുടുംബമായി, തറവാടായി, അവൻ്റെ ബാക്ക്ഗ്രൗണ്ടായി. അത് പിന്നെ നാളെ സോഷ്യൽ മീഡിയയിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ കൂടി നിറഞ്ഞ് കവിഞ്ഞ് ഒരാളും എണീക്കൂല, ഒരുത്തനും എണീക്കൂല. ഇവനുണ്ടോ പോണേ? എണീക്കണില്ല. അതിലെ മൂസാ നബി പിന്നെയും മൂസാ നബി, അള്ളാഹുവേ ചങ്ങായി ഇവിടെ ആരും ഇല്ലാന്നാ തോന്നുന്നത്, ഞാൻ പറഞ്ഞിട്ട് ആരും എണീച്ചിട്ടില്ല, എൻ്റെ അനുഗ്രഹം എനിക്ക് കൊണ്ടാ. അതിൽ മഴയാണ് പെയ്യാൻ തുടങ്ങി. അതിൽ അള്ളാൻ്റെ മലക്ക് വന്നിട്ട് മൂസാ നബിനോട് പറഞ്ഞോളൂ, അവന് മനസ്സുരുകി തൗബ നടത്തിയിട്ടുണ്ട്, മനസ്സിൽ പശ്ചാത്തപിച്ച് അള്ളാഹിനോട് കാര്യം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് മഴ പെയ്തത്. അപ്പോൾ പിന്നെ മൂസാ നബിക്ക് ഭയങ്കര ആകാംക്ഷ. ഈ ഒരൊറ്റ തൗബ കൊണ്ട് അള്ളാഹ് പ്രാർത്ഥന കേട്ടവനാണെങ്കിൽ ഓൻ മഹാൻ തന്നെയാണല്ലോ. ഓൻ ആരാണ്? എനിക്കൊന്ന് പറഞ്ഞോണ്ടാ, ഞാൻ ആരോടും പറയണില്ല, എനിക്കൊന്ന് പറഞ്ഞു തന്നാൽ മതി, അള്ളാഹിനോട് ഓനൊന്ന് പറഞ്ഞു തരാൻ പറയിക്കെന്ന് പറഞ്ഞു. അങ്ങനെ മലക്ക് അള്ളാഹിൻ്റെ അടുത്ത് പോയി ഈ ആളാരാന്ന് ചോദിക്കുന്നുണ്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. അപ്പോൾ അള്ളാഹ് പറഞ്ഞ്, ഓൻ എല്ലാ വൃത്തിയേട് ചെയ്തപ്പോഴും ഞാൻ ഓനെ പബ്ലിഷ് ആക്കിയിട്ടില്ല, ഓനെ പരസ്യമാക്കിയിട്ടില്ല. പിന്നെ ഓൻ തൗബി ഇസ്തിഗ്ഫാറും ചെയ്ത് നന്നാവുമ്പോഴാണോ ഞാൻ ഇനി ഓനെ വഷളാക്കാൻ തീരുമാനിക്കുന്നത്. നാട്ടുകാരോടൊക്കെ പറഞ്ഞിട്ട്, ഇതാണ് അള്ളാഹ്, നിങ്ങൾ എന്ത് ചെയ്താലും അള്ളാഹ് പുറക്കും. പക്ഷെ അള്ളാഹിൻ്റെ മുമ്പിൽ എന്ത് ചെയ്യണം? കയ്യ് ഒന്തിക്കണം, കണ്ണുരുകണം, കൽബ് നിറയണം. കണ്ണുനീർത്തുള്ളികൾ താഴേക്ക് ചാടിയാൽ ആ കണ്ണുനീർത്തുള്ളികൾ രക്തസാക്ഷിയുടെ രക്തത്തെ പോലെയാണ്. ഇത് പറയുമ്പോൾ നമുക്ക് എളുപ്പമാണ് കരുതും. നിങ്ങളൊന്ന് ഇരുന്ന് നോക്കൊണ്ടൊന്ന് കരയാൻ, ചിലവൊന്നുമില്ലല്ലോ. നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞ് അള്ളാഹുവിനെ ഓർത്ത്, ഞാൻ പറഞ്ഞത് റമദാൻ അതിന് പറ്റുന്ന ദിവസങ്ങളാണ്. എനിക്കും നിങ്ങൾക്കൊക്കെ നാളെ മറ്റന്നാളൊക്കെ കണ്ണടച്ച് പോകണ്ടേ? ഇവിടുന്ന് ഒരു ദിവസം കൊണ്ട് പുറപ്പെടണമല്ലോ, കബർക്ക് പോകണ്ടേ. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. റമദാന് ഇസ്ലാം കാര്യങ്ങളിൽ നാലാമത്തതാണ് റമദാൻ. ഒന്നാമത്തതല്ല. ഒന്നാമത്തെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹിയാണ്. മുസ്ലിം സമുദായത്തിലെ വ്യക്തികൾക്കും സംഘടനകൾക്കും ഗ്രൂപ്പുകൾക്കും രാഷ്ട്രങ്ങൾക്കൊക്കെ എന്തെങ്കിലും പിഴച്ചിട്ടുണ്ടെങ്കിൽ അവിടെയാണ് പിഴച്ചിട്ടുള്ളത്. ഞാൻ അതിൻ്റെ വിശദീകരണത്തിലേക്ക് പോകാൻ പാടില്ല. ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്, അള്ളാഹുവിൻ്റെ ഉലൂഹിയത്തും പ്രവാചകന്റെ റിസാലത്തും, അതാണ് ഇസ്ലാം കാര്യങ്ങളിലെ ഒന്നാമത്തത്. അതാണ് ജീവൻ. ഒരാൾ മരിച്ചെന്ന് എഴുതിക്കോ. നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ എന്താ? കയ്യ അവിടെ അല്ലേ, കാലില്ലേ, കണ്ണില്ലേ, കാതില്ലേ, നാക്കും മൂക്കും തലയും ഹൃദയമൊക്കെ അവിടെ അല്ലേ? പിന്നെന്താ അയാൾ മരിച്ചു എന്ന് പറയണത്? അയാളെ ജീവൻ പോയിട്ടുണ്ട്, ജീവനില്ല. ജീവനാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്. അത് പോയിട്ട് പിന്നെ നിസ്കാരം, നോമ്പ്, ഹജ്ജ്, സക്കാത്ത് ഒന്നും ഉണ്ടായിട്ടൊരു കാര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൻ്റെ ഇന്ത്യങ്ങളെയും കുട്ടികളെ, കുടുംബങ്ങളെ, ഇണകളെ, വാപ്പാനെ, ഉമ്മാനെ ഒക്കെ എന്താണ് അല്ലാഹ് ഇലാഹ എന്ന് പറഞ്ഞാൽ, എന്താണ് പ്രവാചകന്റെ റിസാലത്ത് എന്ന് പറയുന്നത് നമ്മൾ പഠിപ്പിക്കണം. രണ്ടാമത്തെ നമസ്കാരമാണ്. അതിനെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു. സുബഹി നമസ്കാരമെങ്കിലും ജമാഅത്ത് കിട്ടുന്ന വ്യക്തികളും കുടുംബങ്ങളും സംഘടനകളുമാണ് നമ്മളെങ്കിൽ ഒരു RSSനും ഒരു യഹൂദനും, ഇസ്രായേലൊക്കെ ഗസക്കാരങ്ങനെ കേട്ടോ, ചെറിയ കുട്ടി, ആ ചെറിയ കുട്ടിയുടെ വർത്തനം കേട്ടോ നിങ്ങള്. പണ്ട് വലിയ വമ്പനൊക്കെ ഉണ്ടായിരുന്നു, ഫറോവ പറഞ്ഞിട്ട്. ഞങ്ങളൊക്കെ കൊല്ലാൻ വിധി പറഞ്ഞ ആളായിരുന്നു. അവസാനം അള്ള മുക്കി, നീന്താൻ പോലും ഓനെ വെച്ചിട്ടില്ല. പിന്നെയല്ലേ ട്രംപ് ഞങ്ങളെ കരിക്കുമെന്ന് പറയണത്. ഇതിനേക്കാൾ വലിയവരൊക്കെ
അവരോട് പറയണം, നിങ്ങളെ ഉമ്മ മരിച്ചില്ലേ, നിന്റെ ഉമ്മ മരിച്ചില്ലേ? ആ ഉമ്മി ഫിൽ ജന്ന, നിന്റെ ഉമ്മ മരിച്ചിട്ടില്ല, ഉമ്മ സ്വർഗത്തിലാണ്. അഖീ ഫിൽ ജന്ന, അബീ ഫിൽ ജന്ന, നിഅമൽ മൗലാ വ നിഅമൻ നസീർ. അള്ളയാണ് ഞങ്ങൾക്ക് വലുത്, അള്ളയുടെ ഏറ്റവും വലിയ സഹായി. ചെറിയ കുട്ടികൾ മുതൽ ഖുർആൻ കൊണ്ട് നമസ്കാരം കൊണ്ട് പ്രാർത്ഥനകൾ കൊണ്ട് അതിജീവനം നേടിയെടുക്കുന്ന ഗസ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ? അവര് വെടിനിർത്തൽ കരാറ് കഴിഞ്ഞ് വന്ന ഉടനെ നമ്മളൊക്കെ ഇപ്പോൾ ഇവിടെ പൊളിഞ്ഞ് നമ്മൾ ആദ്യം വന്നാലോ, ഓ എൻ്റെ പേര് എവിടെ, എൻ്റെ കച്ചവടം എവിടെ, എൻ്റെ മറ്റേ അനിയൻ്റെ വീട് എവിടെ, മകൾക്ക് ഉണ്ടാക്കാന്ന്, അതല്ലേ നമ്മൾ നോക്കുക. ഗസക്കാരൻ അതല്ല നോക്കിയത്. വന്നിട്ട് ആദ്യം പള്ളി നിൽക്കുന്ന സ്ഥലം ഉടനെ സീറ്റുകൾ കൊണ്ടുവന്നു, കാലുകൾ കൊണ്ടുവന്നു, അത് പന്തലിട്ടു. എന്നിട്ട് അവിടെ അത് നിൽക്കാത്തോടത്ത് ആ സ്ഥലത്ത് പോയിട്ട് ബാങ്ക് വയ്ക്കാമത്തൊക്കെ കൊടുത്തു. എന്തൊരു നമസ്കാരമാണെന്ന് പറയാം നിങ്ങളതൊക്കെ. ഇന്ത്യങ്ങളിൽ സുഖശീതളമായ നമസ്കാരം ഉണ്ടല്ലോ, വിപ്ലവത്തിന്റെ, വിമോചനത്തിന്റെ, ത്യാഗത്തിന്റെ എല്ലാം നിറഞ്ഞു നിൽക്കുന്ന അതിമനോഹരമായ നമസ്കാരം. മയ്യത്ത് നമസ്കാരത്തിന് പോലും മടുത്തു വരുന്നവരാണ് നമ്മൾ. അപ്പം അങ്ങനത്തെ കാലാണ്. അല്ലെങ്കിൽ കാഴ്ചക്ക് വേണ്ടി വരുന്നവരാണ് നമ്മൾ. അവിടുന്ന് മാറിയിട്ട് നമസ്കാരത്തെ ഇസ്ലാമിക ജീവിതത്തെ നിലനിർത്തുന്നതിന്റെ അടയാളമായിട്ട് നമസ്കാരം മാറണം. ഇതാണ് രണ്ടാമത്തത്. ആ നമസ്കാരം ഉണ്ടോ അല്ലോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം. ഇസ്ലാമിക ജീവിതത്തെ നിലനിർത്തുന്ന നമസ്കാരം. മദ്യമില്ല, പലിശയില്ല, കള്ളക്കച്ചവടമില്ല, അഴിമതിയില്ല. മൂന്നാമത്തത് സക്കാത്താണ്. ഞാനതിൻ്റെ എല്ലാ ഭാഗവും പറയണില്ല. ഇപ്പം ഭയങ്കര വിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നില്ല നമ്മൾ മനസ്സിലാക്കുന്നത്. സംഘടിത സക്കാത്ത് ആരാണ് കൊടുക്കേണ്ടത്, എവിടെയാണ് എടുക്കേണ്ടത്? സക്കാത്ത് എന്ന് പറഞ്ഞാൽ ശരിക്കർത്ഥം ശുദ്ധീകരിക്കുക, സംസ്കരിക്കുക, വളർത്തുക എന്നൊക്കെയാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഒരിക്കലും ഒരു സാമ്പത്തിക പദാവലിയിൽപ്പെട്ട പദമല്ല അത്. അറബിയിലും അങ്ങനെയല്ല. അറബിയിൽ ഈ സക്ക എന്നുള്ള പദപ്രയോഗമൊക്കെ മനസ്സിന്റെ ശുദ്ധീകരണമായിട്ടാണ് ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത്. ഖദ് അഫ്ലഹ മൻ സക്കാഹ മാ സക്കാ മിൻകും മിൻ അൻഫുസിഹിം, നിങ്ങൾ ആരും നന്നാകുമായിരുന്ന മനസ്സിന്റെ ശുദ്ധീകരണമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് വന്നിട്ടുള്ളത്. അതേ പ്രയോഗമാണ് സക്കാത്ത് എന്നുള്ളത്. പണം ശുദ്ധിയുള്ളതാവണം, പണം ശുദ്ധിയുള്ളതാവണം. ലാ തസൂലു ഖദമ അബ്ദിൻ ഹത്താ യുസ്അലു അൻ ഉംരിഹി, ആയുസിനെ കുറിച്ച് ചോദിക്കാതെ അല്ലാഹു വിടൂല. വൻ ശബാബിഹി, അവന്റെ യുവത്വത്തെ കുറിച്ച് ചോദിക്കാതെ അല്ലാഹു വിടില്ല. വൻ ഇൽമിഹി, അവന്റെ അറിവിനെ കുറിച്ച് ചോദിക്കാതെ അല്ലാഹു വിടില്ല. വൻ മാലിഹി, സമ്പത്തിനെ കുറിച്ച് ചോദിക്കാതെ അല്ലാഹു വിടില്ല. മിൻ ഐന ഇക്തസബഹു, എങ്ങനെയാണ് അത് ഉണ്ടാക്കിയെന്ന് ആദ്യം പറയണം. വഫീമാ അൻഫഖഹു, എങ്ങനെയാണ് ചെലവഴിച്ചതെന്ന് പറയണം. ബാക്കിയുള്ളതിനൊക്കെ ആയുസ്സും ആരോഗ്യമൊക്കെ അങ്ങനെയാണ് പറഞ്ഞാൽ മതി. പക്ഷേ സമ്പത്ത് സമ്പാദിച്ച രീതിയും ചിലവഴിച്ച രീതിയും അള്ളാഹുവിനോട് പറയണം. അതുകൊണ്ട് ഹലാലായ സമ്പത്ത്, സത്യസന്ധമായ സമ്പത്ത്, കള്ളക്കടത്തും കൈക്കൂലി അഴിമതിയും കള്ളപ്പടവും പലിശയും ഒന്നുമില്ലാതെ ഏറ്റവും ഹലാലായ സമ്പത്ത് സമ്പാദിക്കുകയും നിർണിതമായ അവകാശികൾക്ക് ആ സമ്പത്ത് വിതരണം ചെയ്യുകയും ചെയ്യുക. സംഘടിതമായിട്ട് സക്കാത്ത് കൊടുക്കാൻ പറ്റുമെന്നാണ് ഇപ്പോൾ ആൾക്കാർ പറഞ്ഞുകൊണ്ടേ. സംഘടിതമായിട്ടാണ് കൊടുക്കേണ്ടത്. നിസ്കാരം സംഘടിതമായിട്ടല്ലേ? നോമ്പ് നമ്മളെല്ലാം സംഘടിതമായിട്ട് തന്നെയല്ലേ? മാസം കാണുന്ന ഇമാമ് പ്രഖ്യാപിക്കും, ഖാദി പ്രഖ്യാപിക്കും, അപ്പം നമ്മളെല്ലാവരും നോമ്പെടുക്കും. അല്ല ഞാൻ മാസം കണ്ടിട്ട് ഞാൻ എടുക്കാന്നല്ല തീരുമാനിക്കുക. ആണോ? നിങ്ങൾ ഓരോരുത്തരും മാസം കണ്ടിട്ട് എടുക്കാനാണ് തീരുമാനിക്കല്? ഖാദി പറയാണ് സംഘടിതമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഹജ്ജ് സംഘടിതമായിട്ടാണ്. ഇസ്ലാമിലെ എല്ലാ കാര്യങ്ങളും സംഘടിതമായിട്ടാണ്. വളരെ അപൂർവം കാര്യങ്ങളാണ് ഒറ്റക്കൊറ്റൊക്കെ പറഞ്ഞിട്ടുള്ളത്. അതിലൊക്കെ മുസ്ലിങ്ങൾ ബാക്കിലാണ് കേട്ടോ. ഇഖ്റ വായിക്കുക എന്ന് പറഞ്ഞില്ലേ? ആരാ വായിക്കല്? നിങ്ങളുടെ വീട്ടിലാരെങ്കിലും വായിക്കലുണ്ടോ? മൊബൈൽ കാണുന്നല്ലാതെ, TV കാണുന്നല്ലാതെ വായിക്കാനല്ല പറഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് ആദ്യത്തെ വഹയാണത്. നീ വായിക്കൂ, വായിച്ചാലേ വിവരം ഉണ്ടാവുള്ളൂ. ഖുൽ, നീ പറയൂ, അധർമ്മത്തിനെതിരെ, അനാശാസ്യതകൾക്കെതിരെ അല്ലാഹു ഇലാഹാണെന്നും മുഹമ്മദ് നബി റസൂലാണെന്നും നീ പറയൂ, നിങ്ങൾ പറയൂ എന്നല്ല. അതിനൊന്നുള്ള കരുത്തൊന്നും ഇപ്പം നമുക്കില്ല, വ്യക്തികൾക്കില്ല. ഉസ്താദ് പ്രസംഗിക്കുക, പണ്ഡിതൻ പ്രസംഗിക്കുക, ഖത്തീബ് പ്രസംഗിക്കുക, നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് കഴിവുണ്ടോ? ഇതിന് അള്ളാഹുവിന്റെ ഉലൂഹിയത്തിനെ കുറിച്ച് പറയാൻ, റസൂലിന്റെ റിസാലത്തിനെ കുറിച്ച് പറയാൻ, മരണാനന്തര ജീവിതത്തെ കുറിച്ച് പറയാൻ വ്യക്തിപരമായിട്ട് ആവശ്യപ്പെട്ട കാര്യങ്ങളുണ്ട്. അതേസമയം മറ്റതൊക്കെ നമസ്കാരം നിലനിർത്തുവിൻ, സക്കാത്ത് നൽകുവിൻ, മുഖീമൂന സ്വലാ. അപ്പൊ നമസ്കാരം നിലനിർത്താൻ പള്ളിയുണ്ട്, പള്ളി കമ്മിറ്റി ഉണ്ട്, ഖത്തീബുണ്ട്, ഇമാമുണ്ട്, മുഅദ്ദിനുണ്ട്. സക്കാത്തിനോ ഒന്നുമില്ല. ആരോ ഒരാൾ കവറിലിട്ട് കൊടുക്കേണ്ട പരിപാടിയാണത്. കവറിലിട്ടിട്ട് മുതലാളി കൊടുക്കേണ്ട സാധനമാണിത്. അങ്ങനത്തെ ഒരു സാധനമല്ല സക്കാത്ത്. അത് ദാനധർമ്മം എന്ന് പറയാം. സക്കാത്ത് എന്ന് പറഞ്ഞാൽ വ്യക്തി കൊടുക്കേണ്ടതല്ല. അതിൽ തന്നെ ഖുർആൻ ഖുദു മിൻ അംവാലിഹിം, അവരുടെ പണം നീ എടുക്കുക. ഉദ്യോഗസ്ഥ, ഈ സെയിൽ ടാക്സ് എന്നൊക്കെ ആള് വരുമല്ലോ, നികുതി അടപ്പാരൊക്കെ ഓല് വന്നിട്ട് നമ്മളോട് പറയും ഇത്രയാണ് കേട്ടോ നിങ്ങളെ നികുതി. സെയിൽ ടാക്സുകാരെ വന്നിട്ട് പറയും ഇത്രയാണ് നിങ്ങൾ കെട്ടേണ്ടത്. ED വന്നിട്ട് പറയും ഇത്രയാണ് ഫൈന് കെട്ടേണ്ടത് എന്ന് പറഞ്ഞാലേ നമ്മളതാണ് കെട്ടിക്കൊടുക്കല. എന്നതുപോലെ സക്കാത്തിന് നിശ്ചയിക്കപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ വന്നിട്ട് നമ്മുടെ വീട്ടിലെ സമ്പത്തിന്റെ കണക്കെടുത്തിട്ട് എന്ത് ചെയ്യണം? ഇതിന് ഇത്രയാണ് നിങ്ങൾ കൊടുക്കേണ്ടത്.
എന്ന് പറഞ്ഞിട്ട് അവരെ കയ്യിൽ ഏൽപ്പിച്ച് സംഘടിതമായി, അതിൻ്റെ വേറെ കുറേ തലങ്ങളുണ്ട്, അതിലേക്കൊന്നും ഞാനിപ്പോൾ കടന്നു പോകണില്ല. സംഘടിതമായിട്ട് കൊടുക്കുന്നതുകൊണ്ടല്ല ഗുണം എന്താ? ഓരോ കുറേ 1000 ആളുകൾക്ക് 100 രൂപ കൊടുക്കുന്നതിനേക്കാൾ ഫലപ്രദമാണ് 1,00,000 രൂപ കൊണ്ട് ഒരാൾക്ക് ഒരു ഓട്ടോറിക്ഷ വാങ്ങി കൊടുത്താൽ പിറ്റത്തെ കൊല്ലം ഓന് സക്കാത്ത് കൊടുക്കേണ്ടി വരില്ല. സംഘടിത സക്കാത്തിൻ്റെ ഗുണം അതാണ്. മറ്റത് 1000 റുപ്യ മുതലാളികൾ കാണുമ്പോൾ ഒരാൾക്ക് 1000 കൊടുത്ത്, വേറെ ആൾക്ക് 2000 കൊടുത്ത്, കുടുംബത്തിൽ ഒരാൾക്ക് 5000 കൊടുത്ത്, മറ്റാൾക്ക് ഒരു 500 റുപ്യ കൊടുത്ത്, പിന്നെ 27,000 50ൻ്റെ പുതിയ നോട്ടൊക്കെ ഇട്ട് കണ്ട് അന്ന് പ്രത്യേകിച്ച് പുണ്യം കിട്ടുന്ന തന്നെ ബദരീങ്ങളാണ്ടിനും അതുപോലെ തന്നെ 27,000 ഒക്കെ നല്ല കവറും നല്ല നോട്ടും ഒക്കെ വെച്ച് ബാങ്കിൽ നിന്ന് കൊണ്ടുവന്നിട്ട് പുതിയ നോട്ടൊക്കെ വാങ്ങി ചില മുതലാളിമാർ അന്ന് കൊടുക്കാനൊക്കെ വെക്കലുണ്ട്. കാസർഗോഡൊക്കെ അതുണ്ടോന്ന് അറിയില്ല, നമ്മുടെ നാട്ടിലൊക്കെ പണ്ടുണ്ടായിരുന്നു. 27,000 ഇരക്കാൻ ഇറങ്ങും നമ്മുടെ പെണ്ണുങ്ങൾ, യാചിക്കാൻ, സക്കാത്ത് പിരിക്കാനായി. സക്കാത്ത് പിരിക്കാൻ പെണ്ണുങ്ങളോടും കുട്ടികളോടും ഇറങ്ങി വരാൻ ആരെങ്കിലും പറഞ്ഞിരിക്കണം? എവിടെ പറഞ്ഞിരിക്കണത്? ആരാ പറഞ്ഞിരിക്കണത്? വീടായ വീടുകൾ തോറുമൊക്കെ ഇപ്പം അൽഹംദുലില്ലാഹ് കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതൊന്നുമല്ല സക്കാത്ത് എന്ന് പറയുന്നത്. സക്കാത്ത് പള്ളി കമ്മിറ്റി നാളെ വെക്കുക. പള്ളിയിലെവിടെ? പള്ളിക്ക് മഹല്ലിലെവിടെ? ആ മഹല്ല് എന്ത് ചെയ്യുക? ഈ നാട്ടെ മഹല്ലിന്റെ കീഴിലുള്ള വീടുകളിലേക്കൊക്കെ സക്കാത്ത് വിശ്വസ്തരായിരിക്കണം, സത്യസന്ധരായിരിക്കണം. അതെല്ലാവരും ആയിരിക്കണം. കാദി എങ്ങനെ ആയിരിക്കണം? ഇമാം എങ്ങനെ ആയിരിക്കണം? മറ്റേ ഖത്തീബ് അങ്ങനെ ആയിരിക്കണം? മദ്രസയിലെ ഉസ്താദ് അങ്ങനെ ആയിരിക്കണം? എവിടെയും സത്യസന്ധരല്ലാത്തവരെ പറ്റൂലല്ലോ. ഉള്ളുന്ന് തുറക്കുന്നവനും അതുപോലെ തന്നെ അടിയിൽ നിന്ന് പൊളിക്കുന്നവനൊക്കെ ആണെങ്കിൽ അത് വേറെ സംഗതിയാണ്. അത് നമ്മളെ പ്രശ്നമല്ല, അത് ആ വ്യക്തി മന്ത്രി നമ്മൾ തീർക്കേണ്ടി വരും. അതുകൊണ്ട് ആൾക്കാർ അപ്പോൾ പള്ളി കമ്മിറ്റിയുടെ കീഴിൽ നല്ല വൃത്തിയും വെടിപ്പുമുള്ള കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യുക? ഈ നാട്ടിലുള്ള മനുഷ്യന്മാരുടെയൊക്കെ വീട്ടിൽ കയറിപ്പോയിട്ട് സംഖ്യകൾ ഭരിക്കുക. ഇനി അതൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ ഞാൻ എന്ത് ചെയ്യണം? നമുക്ക് എത്ര പൈസ ഉണ്ട് നമ്മളെ കണക്കൂട്ടണം. എത്ര പവനാണ് എൻ്റെ വീട്ടിലുള്ളത്? എത്രയാണ് എനിക്ക് ബാങ്കിൽ നിക്ഷേപമുള്ളത്? എത്രയുടെ സ്വത്താണ് എൻ്റെ കയ്യിലുള്ളത്? എൻ്റെ മാസത്തിലെ വരുമാനം എന്താണ്? ഒരു കൊല്ലത്തിൽ എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എത്രയാണ്? പ്രതീക്ഷിക്കാത്ത ലാഭങ്ങൾ എന്തൊക്കെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്? ഇതൊക്കെ ഒന്ന് വാപ്പയും ഉമ്മയും കുട്ടികളൊക്കെ ഇരുന്നിട്ട് നമസ്കാരവും ഉംറയും ഹജ്ജും ഒക്കെ പറയണ പോലെ തന്നെ ഭാര്യയും ഉമ്മയും കുട്ടികളും മാങ്ങളെയും പെങ്ങളെയും മൂത്തോനും ഇളയനും ഒക്കെ ഇരുന്നിട്ട് പറയാ, നമ്മളെ പൈസൻ്റെ സക്കാത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ടോ? സക്കാത്ത് നമ്മൾ കൊടുക്കാറുണ്ടോ? കൊടുക്കുകയാണെങ്കിൽ എങ്ങനെയാണ് കൊടുക്കേണ്ടത്? ഒന്ന് കൂടിയിരുന്ന് ആലോചിച്ചിട്ട് ഈ റമലാനിലൊന്നും അല്ലട്ടോ സക്കാത്ത് കൊടുക്കണ്ട. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു കൊല്ലം പൂർത്തിയാകുമ്പോൾ കൃഷിയാണെങ്കിൽ വിളവെടുപ്പ് നടത്തുമ്പോൾ, നിധിയാണെങ്കിൽ കിട്ടിയ അപ്പോൾ തന്നെ ഏൽപ്പിക്കുക. അങ്ങനെ ആ 2.5, 5, 10, 20 ഇതാണ് സക്കാത്തിൻ്റെ നിസാബ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് അതിൻ്റെ ഫിഖ്ഹല്ല ഞാനിപ്പോൾ പറയുന്നത്. പണത്തിൻ്റെ സക്കാത്ത് കൊടുക്കാറുണ്ടോ? കൊടുക്കാനും വാങ്ങാനും എന്തെങ്കിലും വാങ്ങാനായിരുന്നു വാങ്ങുന്നതിനെ കുറിച്ചൊന്നുമല്ലേ പറയുന്നത്. സക്കാത്ത് ദാരിദ്ര്യ നിർമാർജന പദ്ധതിയാണ്. ഇരക്കുന്നവരെ സൃഷ്ടിക്കുന്ന പദ്ധതിയല്ല, വാങ്ങുന്നവരെ ഉണ്ടാക്കുന്ന പരിപാടിയല്ല. വാങ്ങുന്നവരെ അവസാനിപ്പിച്ച് വാങ്ങുന്നവനെ കൊണ്ട് സക്കാത്ത് നൽകിപ്പിക്കാൻ പറ്റുന്ന വണ്ണം സാമ്പത്തികവും സാമൂഹികവുമായ തൊഴിൽപരമായ വളർച്ച ഉണ്ടാക്കുന്ന വളരെ വലിയ ഇസ്ലാമിന്റെ ഒരു സമ്പദ് വ്യവസ്ഥ, സാമ്പത്തിക ബദൽ പ്രശ്നപരിഹാരമാണ് സക്കാത്ത് എന്ന് പറയുന്നത്. ആ സക്കാത്തായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ ഭയങ്കര വിവാദമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം എല്ലാം വിവാദമാണ് ഇപ്പോൾ മുസ്ലിം സമുദായത്തിൽ. ശരി, വേണ്ടതും വേണ്ടാത്തതും ഒക്കെ എനിക്കതിൽ പറയാനുള്ളത്. ഇതിപ്പോൾ ഞാൻ സംഘടനകളൊക്കെ പോട്ടെ, വ്യക്തികൾ എന്നുള്ള നിലക്ക് സക്കാത്ത് 5 കാര്യങ്ങളിൽ പെട്ടല്ലേ. നടുവിലാണ് അതുള്ളത്. നടുവിലായത് പള്ളയുടെ പ്രശ്നമായതുകൊണ്ടാണ്. നിങ്ങൾക്ക് കാലുണ്ടായിട്ടും കാര്യമില്ല, തല ഉണ്ടായിട്ടും കാര്യമില്ല. കാല് നിലത്ത് കുത്തി തല പൊന്തിച്ച് നിൽക്കണമെങ്കിൽ പള്ള നിറയണം. വയറിൻ്റെ പ്രശ്നം പരിഹരിക്കണം. വയറിൻ്റെ പ്രശ്നമാണ് സക്കാത്ത്. വിദ്യാഭ്യാസം, കായികം, തൊഴില്, ആരോഗ്യം, സാമൂഹിക പ്രവർത്തനങ്ങൾ കുറെ. 8 അവകാശികളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൽ 3ാമത്തെ അവകാശം ആരാന്ന് പറയുന്നത്? സക്കാത്തിന്റെ ഉദ്യോഗസ്ഥന്മാരാണ്. സക്കാത്തിന്റെ എവിടെയാണ് സക്കാത്തിന്റെ ഉദ്യോഗസ്ഥാനില്? വേറൊന്നിനും ഉദ്യോഗസ്ഥന്മാരെ വെക്കണതിനെ കുറിച്ച് ഖുർആനിൽ എവിടെയും പ്രതിപാദ്യങ്ങളില്ല. ഉണ്ടോ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സക്കാത്തിന്റെ ജോലിക്കാർ, സക്കാത്തിന് ജോലിക്കാരുണ്ടാവണം, കണക്കെടുക്കുന്നവർ. എന്നിട്ട് അവർക്ക് അതിന്റെ ഫണ്ടിൽ തന്നെ ശമ്പളം കൊടുക്കാം. ഇതാണ് ഖുർആൻ പറഞ്ഞത്. എന്തിനാ? ഒരാൾ ഒറ്റക്ക് കൊടുക്കേണ്ട വർത്താനാണെങ്കിൽ അത് ഒരാൾ കൊടുത്താൽ മതി എന്ന് പറഞ്ഞാൽ പോരെ? എന്തിനാ ജോലിക്കാരെ വെക്കേണ്ട കാര്യം? ഇപ്പൊ ജോലിക്കാരെ വെക്കണമെന്നും പിന്നെ അറബിയിലുള്ള പ്രയോഗം ഹുദ്, നീ എടുക്കുക, നീ കൊടുക്കുക എന്നുള്ളതല്ല, നീ എടുക്കുക. നീ ചെന്നിട്ട് അവന്റെ കണക്കൊക്കെ പരിശോധിച്ചിട്ട് അവരുടെ മുതലാളിമാരിൽ നിന്നെടുത്ത് തുറദ്ദു ഇലാ ഫുഖറാഇഹിം, ദരിദ്രന്മാരിലേക്ക് മടക്കി അയക്കുന്ന, അവരിലേക്ക് എത്തിക്കുന്ന സംവിധാനം. ഇതൊക്കെ മനസ്സിലാവണം. എന്താ ഇതൊന്നും വായിച്ചിട്ട് മനസ്സിലാകാത്ത പ്രശ്നമൊന്നുമല്ല. ചിലതിൽ നമ്മളൊക്കെ കുരുങ്ങിപ്പോയതുകൊണ്ട് പെട്ടുപോയതുകൊണ്ട്. ഇതിൽ മാത്രമല്ല, പല പ്രശ്നങ്ങളിലും മുസ്ലിം സമുദായത്തിന്റെ അകത്തലങ്ങളിൽ സുഖകരമല്ലാത്ത പല പ്രവണതകളുമുണ്ട്. അത്തരം കൂട്ടത്തിൽ ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണമായ സക്കാത്തിനെയും ഞാൻ തടി പറഞ്ഞിട്ട് രക്ഷപ്പെടുത്താനാ ശ്രമിക്കണതെങ്കിൽ അല്ലാഹു വിടൂല.
സംഘടിതമായ സക്കാത്തിനെയും സക്കാത്ത് കൊടുക്കുന്നതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന വ്യക്തികളെയും അല്ലാഹു വിടില്ല. അതുകൊണ്ട് സാമ്പത്തിക രംഗത്ത് ഒന്ന് സക്കാത്തിന്റെ സംഘടിത സ്വഭാവം ഉണ്ടാക്കിയെടുക്കാനും സക്കാത്ത് കൊടുക്കുന്നവരായി നമ്മൾ മാറാനും ഈമാനികമായ വലിയൊരു വളർച്ച, വിശുദ്ധി കൈവരിക്കേണ്ട സമയം കൂടിയാണ് റമളാൻ. സാമ്പത്തിക വിശുദ്ധിയില്ലാത്ത റമളാനിലെ നോമ്പും നമസ്കാരമൊന്നും അള്ളാഹു സ്വീകരിക്കില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? സാമ്പത്തിക രംഗത്ത് സത്യസന്ധതയും നീതിയും സക്കാത്തും സ്വതക്കയും കടവും എല്ലാം ക്ലിയർ ചെയ്ത് ഏറ്റവും മനോഹരമായ രീതിയിൽ റമളാനിനെ സ്വാഗതം ചെയ്യാനുള്ള പരിശ്രമങ്ങളാണ് എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടത് എന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. കരുണാവാരിധി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടലിനെ അനുഗ്രഹിക്കുമാറാകട്ടെ. പറഞ്ഞതും കേട്ടതുമായ കാര്യങ്ങളിലെ നല്ല വശങ്ങളെല്ലാം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ കരുണാവാരിധി അല്ലാഹു നമ്മെ തുണക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഇത് ശഅബാൻ മാസമാണ്. ഇനി ഏതാനും ദിവസങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് നീ അനുഗ്രഹിച്ചാൽ അടുത്ത ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ നോമ്പിലായിരിക്കും. കരുണാവാരിധിയായ റബ്ബേ, റമളാനിലെ ഞങ്ങളിലേക്ക് എത്തിക്കുകയും റമളാനിലെ എല്ലാ നന്മകളും പൂർണ്ണമായി സ്വീകരിക്കാനും ഉപയോഗപ്പെടുത്താനും കഴിയുമാറ് ശരീരത്തിലും മനസ്സിലും ആരോഗ്യത്തിലും കാലാവസ്ഥയിലും സാമൂഹിക ജീവിതത്തിലൊക്കെ സൗകര്യം ചെയ്ത് നീ ഞങ്ങളെ അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ കുട്ടികളെയും മക്കളെയും ഇണകളെയും മാതാപിതാക്കളെയൊക്കെ ഏറ്റവും മനോഹരമായി റമളാനിനെ സ്വീകരിക്കാൻ അവർക്ക് നീ തൗഫീഖ് നൽകി തുണക്കുമാറാകണമേ തമ്പുരാനെ. ഈ റമളാനിന് ഖുർആൻ, ദാനധർമ്മങ്ങൾ, അതുപോലെ തന്നെ നമസ്കാരങ്ങൾ, തൗബ, ഇസ്തിഗ്ഫാർ, പ്രാർത്ഥനകൾ, ധാരാളം സൽഫലമുള്ള പ്രവർത്തനങ്ങൾ നിർവഹിച്ച് അല്ലാഹുവേ നിന്റെ പുണ്യവും പ്രീതിയും കൈവശപ്പെടുത്താൻ ഞങ്ങളെ എല്ലാവരെയും നീ തുണക്കുമാറാകണമേ തമ്പുരാനെ. ധാരാളം വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉള്ള ആളുകളാണ് ഞങ്ങളൊക്കെ. കുടുംബത്തിലും മാതാപിതാക്കളിലും മക്കളിലും ഇണകളിലും സാമ്പത്തിക സംവിധാനങ്ങളിലും ശരീരത്തിലൊക്കെ ധാരാളം പ്രശ്നങ്ങളുണ്ട്. അതിനൊക്കെ നീ പരിഹാരവും ആശ്വാസവും തന്ന് ഞങ്ങളോട് നീ കരുണ കാണിക്കുമാറാകണമേ തമ്പുരാനെ. അറിഞ്ഞും അറിയാതെയൊക്കെ രഹസ്യമായും പരസ്യമായും ഞങ്ങളുടെ ജീവിതത്തിലൊക്കെ സംഭവിച്ചിട്ടുള്ള എല്ലാ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ നീ മായ്ച്ചു കളയുകയും പുറത്തു തരികയും മറച്ചു വെക്കുകയും ചെയ്തുകൊണ്ട് അല്ലാഹുവേ നീ ഞങ്ങളെ അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഖബറിലും ബർസഖിലും മഹ്ശറിലും ഒക്കെ നിന്റെ തണലും നിന്റെ തലോടലും നിന്റെ കാരുണ്യവും ഏറ്റുവാങ്ങാൻ കഴിയുന്ന രീതിയിൽ മരണത്തെയും ജീവിതത്തെയും മരണത്തെയും സ്വീകരിക്കാൻ നീ ഞങ്ങളെ അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് വേർപിരിഞ്ഞു പോയിട്ടുള്ള ഞങ്ങളുടെ ഉമ്മാരുണ്ട്, ഉപ്പാരുണ്ട്, ഇണകളും കുട്ടികളും ഒക്കെ ഉണ്ട്. അല്ലാഹു അവർക്കൊക്കെ നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അവരനുഗ്രഹിക്കുമാറാകണമേ തമ്പുരാനെ. ഞങ്ങളുടെ വീട്ടിലുള്ള ഉമ്മാരും ഉപ്പാരും ഒക്കെ ഉണ്ട്, അതുപോലെ തന്നെ ഇണകളും കുട്ടികളും ഒക്കെ ഉണ്ട്. അവർക്ക് ആഫിയത്തും സലാമത്തും ശിഫയും നൽകി അവരെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ ഉമ്മാരോടും ഉപ്പാരോടും ഒക്കെ ഉള്ള കടപ്പാടുകൾ നിർവഹിക്കാൻ, പൂർത്തീകരിക്കാൻ അല്ലാഹുവേ നീ ഞങ്ങളെ സഹായിക്കണേ തമ്പുരാനെ. ഞങ്ങളോട് ചെറുപ്പത്തിൽ എങ്ങനെയാണോ ഞങ്ങൾ ഉപ്പാരും ഉമ്മാരും ഒക്കെ കരുണ കാണിച്ചത്, അതിനേക്കാൾ നന്നായി അവരോടുള്ള കടപ്പാടുകൾ പൂർത്തീകരിക്കാൻ നീ ഞങ്ങളെ തുണക്കണേ തമ്പുരാനെ. ഞങ്ങളോട് എങ്ങനെയാണോ അവർ കരുണ കാണിച്ചത്, അതിനേക്കാൾ നന്നായി ഖബറിലും ബർസഖിലും മഹ്ശറിലും ഒക്കെ അല്ലാഹുവേ ഞങ്ങളുടെ ഉപ്പാനോടും ഉമ്മാനോടും ഒക്കെ നീ കരുണ കാണിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ കുട്ടികളെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. വല്ലാത്തൊരു കാലമാണ്. ശൈത്താൻ ഉറഞ്ഞുതുള്ളിക്കൊണ്ടിരിക്കുന്ന, എവിടെ ചെന്നാലും നശിപ്പിക്കപ്പെടാൻ സാധ്യതയുള്ള സൗകര്യങ്ങൾ തുറന്നു വെച്ചിട്ടുള്ള ഈ ഒരു കാലത്ത് കരുണാവാരിധി അല്ലാഹുവേ, ഇബ്ലീസിന്റെ, ശൈത്താന്റെ, പിശാചിന്റെ പിടുത്തങ്ങളിൽ നിന്ന് ഞങ്ങളുടെ കുട്ടികളെ നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. ഇഹലോകത്ത് തന്നെ അപമാനമായി, നിന്ദ്യതയായി, വേണ്ടതും വേണ്ടാത്തതിലുമൊക്കെ കുടുങ്ങി ഞങ്ങളെ മാനം കെടുത്തുന്ന മക്കൾക്ക് പകരം അഭിമാനവും അന്തസ്സും ഇഹലോകത്തും പരലോകത്തും ഞങ്ങൾക്ക് നൽകുന്നവരായി ഞങ്ങളെ മക്കളെ, ഞങ്ങളുടെ ഇണകളെ നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഇസ്ലാമിക സമൂഹത്തെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. ശൈഥില്യങ്ങളും പരസ്പരമുള്ള മത്സരങ്ങളും അതിൻ്റെ എല്ലാം നിലനിൽക്കുന്ന ഒരു അന്തരീക്ഷമുണ്ട്. അല്ലാഹുവേ, ഇതിൻ്റെ നേതാക്കന്മാരെയും അതിൻ്റെ അനുയായികളെയും ഒക്കെ ഐക്യത്തിലും ഒരുമയിലും നന്മയിലും നീ ഒരുമിച്ച് കൂട്ടുമാറാകണമേ തമ്പുരാനെ. ഞങ്ങളുടെ നേതാക്കന്മാരോടും ഞങ്ങളുടെ അനുയായികളോടും നീ പൊറുക്കണേ തമ്പുരാനെ. ഇസ്ലാമിക ഉമ്മത്തിനെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ രാജ്യത്ത്, ഈ കേരളത്തിലും കാസർഗോഡും ഇന്ത്യയിലും ഞങ്ങളുടെ ചെറിയ പ്രദേശങ്ങൾ മുതൽ ഞങ്ങളുടെ മൊത്തം രാജ്യത്തടക്കം സമാധാനവും സ്നേഹവും കാരുണ്യവും നല്ല ബന്ധങ്ങളുമൊക്കെ നിലനിൽക്കുന്ന അന്തരീക്ഷങ്ങൾ നൽകി ഞങ്ങളുടെ നാടിനെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഹലാലായ സമ്പാദ്യ മാർഗങ്ങളിലൊക്കെ വർധനവ് നൽകി നിഅമത്തും ബർക്കത്തും നൽകി നീ ഞങ്ങളെ തുണക്കുമാറാകണമേ തമ്പുരാനെ. അല്ലാഹുവേ, പരിശുദ്ധ റമളാൻ അടക്കമുള്ള എല്ലാ സൽക്കർമ്മങ്ങളും ഞങ്ങളിൽ നിന്ന് സ്വീകരിച്ച് നാളെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ നീ ഞങ്ങളെ തുണക്കണേ നാഥ. നീ ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ തമ്പുരാനെ. നരകത്തെ തൊട്ട് ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും ഞങ്ങളുടെ കുട്ടികളെയും ഞങ്ങളുടെ ഇണകളെയും ഒക്കെ നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ.
എല്ലായിടത്തും നിന്റെ കാരുണ്യവും അനുഗ്രഹങ്ങളും ചൊരിഞ്ഞ് ഈ വരുന്ന റമദാനിനെ സ്വീകരിക്കാൻ ഒരിക്കൽ കൂടി നീ ഞങ്ങൾക്ക് ഭാഗ്യവും സൗകര്യവും നൽകി ഞങ്ങളോട് കരുണ കാണിക്കണേ റബ്ബേ. അല്ലാഹുമ്മ അർഹംനാ യാ അർഹമർ റഹീമീൻ. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ ദുനൂബനാ യാ റബ്ബൽ ആലമീൻ. اللهم إنك عفو تحب العفو فاعف عنا. اللهم أعتقنا من النار وادخلنا الجنة يا رب العالمين. اللهم بارك في شعبان وبلغنا شهر رمضان ووفقنا فيه بالصيام والقيام وتلاوة القرآن وسائر أعمال الصالحات برحمتك يا أرحم الراحمين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على محمد صلى الله عليه وسلم. والسلام عليكم ورحمة الله وبركاته. നമ്മുടെ പരിപാടി അവസാനിക്കുകയാണ്. നന്ദി പ്രകാശനത്തിന് വേണ്ടി അബ്ദുൽ ലത്തീഫ് സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. ആനുകാലിക ഇസ്ലാമിക ചലനങ്ങൾ എന്ന ജമാഅത്തെ ഇസ്ലാമി മൊഗ്രാൽ ഹൽക്ക നടത്തിയ പരിപാടി ഇവിടെ സമാപിക്കുകയാണ്. നമ്മുടെ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചത് ജമാഅത്തെ ഇസ്ലാമി മൊഗ്രാൽ ഹൽക്ക നാദിം അഡ്വക്കേറ്റ് MCM അക്ബർ സാഹിബാണ്. അദ്ദേഹത്തിന് ജമാഅത്തെ ഇസ്ലാമി ഹൽക്കയ്ക്ക് വേണ്ടി നമ്മുടെ മൊഗ്രാലിന് വേണ്ടി നന്ദി അറിയിക്കുകയാണ്. അതുപോലെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തത് ബഹുമാന്യനായ ജമാഅത്തെ ഇസ്ലാമി ജില്ലാ സെക്രട്ടറി PS അബ്ദുള്ള കുഞ്ഞി മാഷാണ്. അദ്ദേഹത്തെയും നന്ദി അറിയിക്കുകയാണ്. അതുപോലെ പരിപാടിയിൽ നമ്മളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ച ജനാബ് സലീം മമ്പാട്, ജനാബ് അൻസാർ ഉളിയിൽ, ജമാഅത്തെ ഇസ്ലാമി ഏരിയ പ്രസിഡന്റ് BM അബ്ദുള്ള സാഹിബ്, ഈ പരിപാടിയിൽ ശ്രവിച്ച മുഴുവൻ നാട്ടുകാരെയും മൊഗ്രാൽ നിവാസികളെയും ജമാഅത്തെ ഇസ്ലാമി മൊഗ്രാൽ ഹൽക്കയ്ക്ക് വേണ്ടിയും മൊഗ്രാൽ നാടിനു വേണ്ടിയും നന്ദി അറിയിച്ചുകൊണ്ട് അധ്യക്ഷൻ്റെ അനുമതിയോടുകൂടി പരിപാടി അവസാനിച്ചതായി അറിയിക്കുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.